ഇങ്ങനെ കാല് ക്രോസ് ചെയ്തിരിക്കരുത്. നമ്മുടെ ഡിസ്കിന് മാത്രമല്ലാത്ത പ്രശ്നം, നമ്മുടെ അറ്റൻഷന് ഫുള്ളത് പ്രശ്നമാണ്. കാലിങ്ങനെ ക്രോസ് ചെയ്തിരിച്ചാല് അറ്റൻഷന് ഫുള്ള് പ്രശ്നമാണ്. നിങ്ങൾ എങ്ങനെ ഇരുന്നാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഞാൻ നിങ്ങൾക്ക് കുറെ കൂടി കംഫർട്ടബിൾ ആയിട്ട് കാര്യം പഠിക്കാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ വിഷയത്തിലേക്ക് വരുമ്പോഴേ, ഒരു കുടുംബത്തിന്റെ ഭാഗമാണ് നിങ്ങളൊക്കെ. അപ്പോ ഇങ്ങനെ ഒരു കുടുംബത്തിന്റെ ഭാഗമായതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇപ്പൊ നിലവിൽ ഒരു കുടുംബത്തിന്റെ ഭാഗമായിട്ട് ഒരു പക്ഷേ ഗ്രാൻഡ് ഫാദർ ആയിട്ടും ഉപ്പയായിട്ട് ഉമ്മയായിട്ട് അല്ലെങ്കിൽ മകളായിട്ടൊക്കെ ഉണ്ടാകും. ഈ കുടുംബത്തിന്റെ ഭാഗമായതിൽ നിങ്ങൾ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് കൈകൊള്ളുക. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, സന്തോഷം. ചിലരൊക്കെ കുടുംബത്തിന്റെ ഭാഗമായിട്ട് പെട്ടവരുണ്ടാവും. ഇവിടെ പെട്ടവരാരുമില്ല, വളരെ സന്തോഷം. ഞാൻ എന്റെ കുടുംബത്തിന്റെ ഭാഗമായതിൽ അഭിമാനിക്കുന്നു. ഇനി ഭൂമിയിൽ ഒരു ചാൻസ് കൂടി കിട്ടിയാൽ നിങ്ങൾ ഈ കുടുംബത്തിന്റെ ഭാഗം തന്നെയാണോ ആവുക? ആണോ? സഹോദരിമാർക്കൊക്കെ ഉറപ്പാണ് അല്ലെ? അങ്ങനെ തീരുമാനിച്ച് ഉറപ്പിച്ചവർ കൈവക്കുക. ആളുകളൊന്നും ഞാൻ കൈവക്കിയിട്ടില്ല. ഇവർ ചേച്ചൊക്കെ വേണല്ലേ? ഭാര്യയൊക്കെ പുറകിലുണ്ടല്ലോ. ഓക്കെ, പക്ഷെ കുടുംബം എന്ന് പറയുന്നത് ഒരു ജീവിതം കൊണ്ടും അതിന്റെ സന്തോഷം തീരാൻ പാടില്ല. അങ്ങനെ സന്തോഷം തീരാതെ നമുക്ക് കുടുംബം ഒരു ലഹരിയാണെങ്കിൽ, നമ്മുടെ കുടുംബം നമുക്കൊരു ലഹരിയാണെങ്കിൽ, ഒന്നല്ല രണ്ടല്ല 10 ജീവിതം കൊണ്ട് പോലും അതിന്റെ സന്തോഷം തീരില്ല. അത് എങ്ങനെയാണെന്ന് അതിന്റെ സ്ട്രാറ്റജികളൊക്കെ നമ്മൾ പഠിക്കണം. ഒത്തിരി വർഷങ്ങളായിട്ട് ജീവിക്കുന്ന പലർക്കുണ്ട് ലവ് ലാംഗ്വേജ് അറിഞ്ഞുകൂടാ, പ്രണയ ഭാഷ അറിഞ്ഞുകൂടാ. ഇത് മരിക്കാനായി 10-67 വയസ്സായി. ഞാൻ ഈ അടുത്ത് ഒരു 65 വയസ്സുള്ള ഒരാളെ പ്രണയഭാഷ പഠിപ്പിച്ചു, കപ്പിൾസിനെ. അടുത്ത ആഴ്ച വന്നപ്പോ ഭയങ്കര നാണം. പേരക്കുട്ടികളൊക്കെ ഉണ്ട്. ഇത് പറയാണ്, മധു ഇത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇതാണ് അറിവില്ലായ്മ. ഫാമിലിയെ കുറിച്ച് നമ്മുടെ കുടുംബ മേഖലയിലെ വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ അറിവില്ലായ്മയാണ്. പലരും പറയും മുസ്ലിങ്ങൾ ക്രിമിനലാണ്, മറ്റാണ് അർത്ഥമൊക്കെ. അതിന്റെ അടിസ്ഥാന കാര്യം ശരിക്കുള്ള പാരന്റിങ് സ്റ്റൈൽ, സയന്റിഫിക് ഇസ്ലാമിക് പാരന്റിങ് സ്റ്റൈൽ അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് വളരെ സീരിയസ് ആയ ഒരു സെഷനാണ്. നമ്മൾ ചിരിച്ചോണ്ട് പറയുമെങ്കിലും സീരിയസ് ആണ്. നന്നായിട്ട് മനസ്സിലേക്ക് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. നോട്ടൊക്കെ എഴുതുന്നവർക്ക് നോട്ടൊക്കെ എഴുതാം. ഏതായാലും നിങ്ങളൊക്കെ ഒരുപാട് കാലം എന്താ പറയാ, ഇനിയൊരു ജീവിതം കിട്ടിയാൽ സ്വന്തം കുടുംബത്തിന്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ലഹരി എന്ന് പറയുമ്പോൾ ലഹരി 2 തരത്തിലുണ്ട്. ഒന്ന് സ്വഭാവത്തിലെ ലഹരിയും കെമിക്കൽ ലഹരിയും. അതിൽ സ്വഭാവത്തിലെ ലഹരിയെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പോ ഒരാള് എപ്പോഴും മൊബൈൽ ഫോൺ, പ്രായം ഏതായിക്കോട്ടെ, പ്രായം ഏതാണ്, മൊബൈലിന് അടിമപ്പെട്ടിരിക്കുകയാണെങ്കിൽ അതൊരു ലഹരിയാണ്, നല്ലൊരു ലഹരിയാണ്. എപ്പോഴും പിന്നെ മൊബൈലിന് അടിമ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പിന്നെ എന്താ പറയാ കാര്യങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുകയാണ്. അതൊക്കെ ലഹരിന്റെ കൂടുതൽ പെടും. അപ്പൊ ലഹരി എന്നോട് ഞാൻ അർത്ഥമാക്കുന്നത്, മലയാളത്തിൽ നമ്മൾ ലക്ഷ്യം വെച്ച് അർത്ഥം വെച്ചാൽ മീനിങ് പറഞ്ഞാൽ എങ്ങനെയാണ്, അനിയന്ത്രിതമായ പിന്നെ ആവർത്തിക്കുന്ന സ്വഭാവം, ശരീരത്തിനെ തലച്ചോറിനൊക്കെ ബാധിക്കുന്ന ഒരു സ്വഭാവത്തിന്റെ പേരാണ് ലഹരി എന്ന് വെച്ചാൽ. ലഹരിന്റെ കൂടുതൽ നമുക്ക് പെടുത്താൻ പറ്റിയ ഉദാഹരണങ്ങൾ 2 തരത്തിലുള്ള ലഹരി എന്ന് പറഞ്ഞു. ഒന്ന് സ്വഭാവത്തിലെ ലഹരി, 2 കെമിക്കൽ ലഹരി. നമ്മൾ ഈ ലഹരി ബോധവൽക്കരണ ക്ലാസ്സിലൊക്കെ അധികം നടക്കുന്നത് പിന്നെ കെമിക്കൽ ലഹരികളൊക്കെ, രാസലഹരികളെ കുറിച്ചാണ്. അതിനേക്കാളും പ്രശ്നമാണ് ഒരു പക്ഷേ പിന്നെ എന്താ പറയാ സ്വഭാവത്തിലെ ലഹരികൾ. അമിതമായി ദേഷ്യം പിടിക്കുക ലഹരിയാണ്. ഭയങ്കര ദേഷ്യക്കാരനാണ് വീട്ടില്, പുറമൊക്കെ ഭയങ്കര സോഷ്യലാണ്, ഭയങ്കര സോഷ്യൽ വർക്കൊക്കെയാണ്. ഒരു നല്ലൊരു സോഷ്യൽ വർക്കർ എന്ന് പറയുന്നുണ്ടല്ലോ, വീട്ടിൽ ഇങ്ങനെ കുറ്റപ്പെടുത്തലൊന്നും കിട്ടാത്ത ആളാണ്. കാരണം അദ്ദേഹത്തിന് 2 ബാലൻസ് ചെയ്യാൻ അറിയും, അറിഞ്ഞുകൂടെ പഠിക്കണം. കുടുംബം പിന്നെ മോശമാക്കിയിട്ട് നാട്ടിലിറങ്ങുന്ന സമയത്ത് അത് അദ്ദേഹത്തിന്റെ ഇംബാലൻസ് ആണ്, സയന്റിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ. അപ്പോ ഇവിടെ ലഹരികളിൽ അമിതമായി ഭക്ഷണം കഴിക്കുന്നത് ലഹരിയാണ്. അമിതമായി ഭക്ഷണം കഴിച്ചാൽ അത് വേറൊരു തരത്തിലുള്ള ലഹരിയാണ്. പിന്നീട് വരുന്നത് പിന്നെ എക്സസൈസ് അമിതമായ ലഹരിയാണ്. മിതമായ പ്രശ്നമില്ല, എന്തും അമിതമായ ലഹരിയാവും. പിന്നീട് പിന്നെ വരുന്നത് ഡയറ്റിംഗ്, ഓവർ ഡയറ്റിംഗ്, അതും ഒരു ലഹരിയാണ്. മോഡറേറ്റ് ആകുമ്പോൾ കുഴപ്പമില്ല, എല്ലാം കൂടുമ്പോൾ പ്രശ്നമാണ്. അതേമാതിരി ഷോപ്പിംഗ് ഒരു ലഹരിയാണ്. ചില ആൾക്കാർക്ക് എന്നും ഷോപ്പിംഗ് തന്നെയാണ് പണി. നമ്മുടെ പിന്നെ അജയരൊക്കെ ഉണ്ട്, പോയിട്ടുണ്ടാവും വിചാരിക്കുക. പിന്നെ അജയരൊക്കെ പിന്നെ അത്ര ലഹരി കൊണ്ട് മെച്ചമുണ്ടാവും.
തുണിച്ചൊക്കെ നടത്തുകയല്ലേ? ഓക്കെ, പക്ഷെ അത് അമിതമായ ലഹരിയാണ്. ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ നടത്തുന്ന സമയത്ത് ഒരു ലഹരിയിലേക്ക് വരുന്നുള്ളതാണ്. പിന്നീട് ലഹരി വരുന്നത് ഓവർ സെക്സ് ഒരു ലഹരിയാണ്. സ്വന്തം വൈഫിനോട് സ്വന്തം ഇടയിൽ നിന്ന് സെക്സ് നടത്താതെ പുറത്തോട്ട് സെക്സ് പോകുമ്പോൾ ഒരു ലഹരിയാണ്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അത് വലിയൊരു ലഹരി തന്നെയാണ്. ഇതൊക്കെ വലിയ 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 പ്രശ്നങ്ങളാണ്. അപ്പോ നമുക്ക് വേണ്ടത് സെക്സ് സിനിമകൾ കാണുന്നത് ലഹരിയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കുടുംബം നമ്മൾ നല്ല ലഹരിയാക്കുക എന്നുള്ളതാണ്. ഫോൺ യൂസിംഗ് ഒക്കെ വരും. അപ്പൊ നമ്മുടെ കുടുംബത്തിനെ എങ്ങനെ നമുക്കൊരു ലഹരിയാക്കാൻ വേണ്ടി പറ്റും? കുടുംബത്തിൽ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന് തുല്യമാണ്. നമ്മുടെ വീട്ടിലെ പ്രധാനമന്ത്രി അത് നിങ്ങൾ തന്നെ ആയിരിക്കും, പ്രസിഡന്റ് ഭാര്യയായിരിക്കും, മന്ത്രിമാര് മക്കളായിരിക്കും. അങ്ങനെ ഒരു മന്ത്രിസഭ പോലെയാണ് നമ്മുടെ വീട്. ഒരു രാജ്യം ഭരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ വീട് നേരിടണം. ഒരു ബഡ്ജറ്റ് ഒക്കെ വേണം. ഏതെങ്കിലും ഒരു ഫാമിലി ബഡ്ജറ്റ് സ്വന്തം വീട്ടിൽ അവതരിപ്പിക്കുന്ന ഒരു ഫാമിലി ഉണ്ടോ എന്ന് കൈവക്കാം. MSSന്റെ ലീഡേഴ്സിനോട് ഞാൻ സംസാരിക്കുന്നത്, എൻ്റെ കുടുംബത്തിൽ ഒരു ഫാമിലിക്ക് ഒരു ബഡ്ജറ്റ് ഉണ്ട്, ഞങ്ങൾ അവതരിപ്പിക്കാറുണ്ട്, ഞങ്ങൾ ബഡ്ജറ്റ് ചർച്ച ചെയ്യാറുണ്ട്, എന്തൊക്കെ കൈവക്കാം. ഒരു ഫാമിലി, ഒരാളെ 2 പേര്, അത് ഹസ്ബൻഡും വൈഫും ആയിരിക്കും മിക്കവാറും. വെരി ഗുഡ്. നമ്മളൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യാം, കൈയടിക്കാം. ഗുഡ്. അപ്പൊ വേറെ രാജ്യത്തിനൊന്നും ബഡ്ജറ്റ് ഇല്ല. ഓക്കെ, അപ്പൊ ബഡ്ജറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ. നമുക്ക് പിന്നെന്താ പറയാ, പാരന്റിങ് സ്റ്റൈൽ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ലഹരിയൊക്കെയുള്ളൊരു കാലഘട്ടമാണ്. ലഹരിയൊക്കെയുള്ള കാലഘട്ടത്തിൽ നമുക്ക് വേണ്ട ഒരു പാരന്റിങ് സ്റ്റൈൽ ഉണ്ട്. പ്രിവെന്റീവ് പാരന്റിങ്, ലഹരിയൊക്കെ തടയാൻ വേണ്ടിയുള്ള ഒരു പാരന്റിങ്. അത് നമ്മൾ MSSന്റെ പ്രവർത്തക സഹോദരിമാരും സഹോദരന്മാരും ചേർന്ന് നമ്മൾ അയൽവക്കത്തുള്ള ആൾക്കാരെ കൂടി പഠിപ്പിക്കേണ്ട പാരന്റിങ് ആണ്. അതൊക്കെയാണ് നമ്മൾ ലഹരിയായിട്ട് മാറ്റേണ്ടത്. അതെങ്ങനെ നമുക്കൊരു ലഹരിയാക്കി മാറ്റാന്നാണ് നമ്മൾ പറയാൻ വേണ്ടത്. പാരന്റിങ്ങിലേക്ക് വരുമ്പോഴേ അത് വളരെ എന്താ പറയാ സ്ട്രൈക്കിംഗ് ആയ ഒരു വിഷയമാണ്. സത്യത്തിൽ നമ്മളാരും രക്ഷിതാക്കളല്ല. നമ്മൾ ഒറിജിനൽ രക്ഷിതാക്കളല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെയാണ്? നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് രക്ഷിതാവുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ്? അതല്ല, ഇത് രക്ഷിതാവ് എന്ന് പറയുന്നത് ഈ ലോകം സൃഷ്ടിച്ച, ഓക്സിജൻ സൃഷ്ടിച്ച, വെള്ളം സൃഷ്ടിച്ച സർവശക്തനായ അല്ലാഹുവിന് മാത്രം ചേരുന്ന പദമാണ് രക്ഷിതാവ് എന്ന് പറയുന്നത്. സൃഷ്ടികൾക്ക് ചേരൂല. നമ്മള് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ച ഡെലിഗേറ്റഡ് പാരന്റിങ്, ഏൽപ്പിക്കപ്പെട്ട പാരന്റിങ് നടത്തുന്നത്. അതുകൊണ്ടാണ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്നത്. ഏൽപ്പിക്കപ്പെട്ട പാരന്റിങ് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ടോ നമ്മുടെ മുന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നല്ല CCTV മുന്നിലിരിക്കുന്നവർ എന്താക്കും കൂടുതൽ സംസാരിക്കുന്നില്ല. പ്ലീസ് മൂവ് ഔട്ട്. ഹലോ നിങ്ങൾക്ക് എന്താക്കും കൂടുതൽ സംസാരിക്കുന്നത് പുറത്തോട്ട് പോയിക്കോളെ. തൊട്ട് മുന്നിൽ നിന്ന് എന്നോട് സംസാരിച്ചാൽ ക്ലാസ് എടുക്കുമ്പോൾ എന്നോട് മാത്രമേ ചോദിക്കാവുള്ളൂ. പരസ്പരം സംസാരിക്കരുത്. അപ്പൊ എന്നോട് പറഞ്ഞ് സംസാരിക്കാൻ കണ്ടോ? ആയിക്കോട്ടെ. അപ്പോ ഒന്ന് നമ്മൾ പറഞ്ഞു, ദൈവമാണ്, അള്ളാഹുവാണ് സൂപ്പർ പാരന്റ്, രക്ഷിതാവ്, ഒറിജിനൽ രക്ഷിതാവ് അദ്ദേഹമാണ്. അപ്പോ ഒന്ന് നമ്മൾ പ്രധാനമായി ചെയ്യേണ്ടത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. എന്തിന്? എന്നെ നല്ല ഒരു പാരന്റ് ആക്കാൻ വേണ്ടി ദുആ ചെയ്യാം. നമ്മൾ ദുആ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ വേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ മുന്നിൽ സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു AI ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? നമ്മൾ ഏൽപ്പിക്കപ്പെട്ട രക്ഷിതാവാണ്. നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന് ഓരോ നിമിഷവും ഒപ്പിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓരോ സെക്കൻഡിലും ആ ക്യാമറ 24 മണിക്കൂറും എല്ലാ സെക്കൻഡിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ആ ക്യാമറയുടെ പ്രത്യേകത. എന്നിട്ട് പടച്ചിറപ്പ് നമുക്ക് മാർക്കും ഇടും. വൈകുന്നേരം ഒരു മാർക്ക്, മന്ത്ലി ഒരു മാർക്ക്, ഇയർലി ഒരു മാർക്ക്. ഇതിൽ A+ നമുക്ക് കിട്ടണം. A+ നമുക്ക് കിട്ടണം. 10 ആണെങ്കിൽ 10ലാണ് മാർക്ക് എന്ന് വെച്ചാൽ, അപ്പൊ വളരെ നിശബ്ദമായി സദസ്സിരിക്കുന്നുണ്ട്. ഇങ്ങനെ തന്നെയാണ് ക്ലാസ്സിൽ ഇരിക്കേണ്ടത്. അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ഐ അപ്രീഷിയേറ്റ് യുവർ അറ്റൻഷൻ. ദാറ്റ്സ് ഗുഡ്. കൈയിരിക്കാം. അപ്പോ പ്രാർത്ഥന, ശരിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത്, ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഭർത്താവ് കേൾക്കാൻ പ്രാർത്ഥിക്കണം. അത് കേൾക്കാൻ പ്രാർത്ഥിക്കുന്ന സഹോദരിമാരൊക്കെ ഒന്ന് കൈവിടുക. കേൾക്കൂല അല്ലേ?
ചെവിയൊക്കെ അതല്ല ഞാൻ പറയുന്നത്. പരസ്പരം അങ്ങനെ കേൾക്കെ പ്രാർത്ഥിച്ചാലുണ്ടല്ലോ ഭയങ്കര ബന്ധമുണ്ടാവും. ഒരു ജീവിതം കൊണ്ടൊന്നും സ്നേഹം തീരില്ല, പിന്നെ അയാൾ കൂടെ. അതുകൊണ്ട് ഭർത്താവിന് വേണ്ടി, മക്കൾക്കൊക്കെ വേണ്ടി അവരെ കേൾക്കെ പ്രാർത്ഥിക്കുക നല്ലൊരു പോളിസിയാണ്. എത്ര പിന്നെന്താ പറയാ സഹോദരന്മാര് ഭാര്യക്ക് വേണ്ടി അവൾ കേൾക്കെ പ്രാർത്ഥിക്കാറുണ്ട്. ദൈവമാവും. ഓക്കെ ഓക്കെ, നല്ല ടേസ്റ്റുള്ള ഭക്ഷണം കിട്ടാനാ? അല്ല, ഇവളെ വായൊന്ന് കൂടിക്കിട്ടാൻ. അങ്ങനെയൊന്നല്ല. വെരി ഗുഡ്, വെരി ഗുഡ്. നല്ല ഉദ്ദേശത്തിലാണ് പ്രാർത്ഥിക്കുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബ ബന്ധം ഒരുപാട് കാലം തുടരണം, സ്വർഗത്തിലും തുടരണം, മക്കൾ നന്നാവണം. മക്കൾക്കൊക്കെ വേണ്ടി ദുആ ചെയ്യുന്നുണ്ടല്ലോ, മക്കൾ കേൾക്കണം. അത് വളരെ നിർബന്ധമുള്ള കാര്യമാണ്. MSSന്റെ മുഴുവൻ ആൾക്കാരോട് ഞാൻ പറയാണ്, ഇനി നിങ്ങൾ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് മക്കൾ കേട്ടിരിക്കണം. ഇതൊന്നും ചെയ്യൂല, എന്നിട്ടാ മക്കൾ വെറുതെ വഴിക്ക് പോണത്. മക്കൾ കേൾക്ക ദുആ ചെയ്യൂ. മക്കളാണെങ്കിലും ഉറങ്ങുന്ന സമയത്താണെങ്കിലും നമ്മുടെ വീട്ടിലൊരു നിസ്കരിക്കുന്നവരുണ്ടാവില്ലോ, എന്റെ മകനെ ഒരു IAS ഓഫീസർ ആക്കണേ എന്ന് നമ്മൾ ദുആ ചെയ്യുന്നത് അവന്റെ ചെവിയിലെത്തട്ടെ, അത് കുഞ്ഞുനാളിൽ തന്നെ എത്തട്ടെ. അങ്ങനെ എത്തിക്കാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് പാരന്റിന്റെ ഒന്നാമത്തെ ചുമതല എന്ന് പറയുന്നത് പ്രേയറാണ്. അപ്പൊ അതിലൂടെ നടക്കുന്ന ഒരു എളുപ്പം ഒറിജിനൽ രക്ഷിതാവുമായിട്ട് ഡ്യൂപ്ലിക്കേറ്റ് രക്ഷിതാക്കന്മാരായ നമ്മൾക്ക് നമ്മളെ കുട്ടികളെയും നമ്മളെയും ബന്ധിപ്പിക്കാനും സാധിക്കുന്നതാണ്. ആ പോയിന്റ് മനസ്സിലായല്ലോ. പാരന്റ് ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ അപ്രീസിയേഷൻ. നല്ല ക്ഷമയുള്ള ഒരു ഇണയെ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് തന്നിട്ടുണ്ടെന്ന് ഉറപ്പുള്ള സഹോദരന്മാര് ഒന്ന് കൈപൊക്കിക്കോളി. നിങ്ങൾ മുന്നിരുന്ന് നന്നായി. ഓക്കെ, സഹോദരിമാരുടെ അഭിപ്രായം എന്താ? ഒരിക്കലും ദേഷ്യം പിടിക്കാത്ത സുന്ദരനും സുമുഖനും ക്ഷമാശീലനുമായ ഇണയെ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന അഭിപ്രായം മാത്രം കേൾക്കുക. എല്ലാവരും ബാക്കോട്ടൊക്കെ കത്തുടുക്കൂ, ബാക്കോട്ടൊക്കെ കുറെ ആൾക്കാർ വെക്കുന്നില്ല. കൗൺസിലിങ്ങിന് സ്കോപ്പ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്ത്? പരസ്പരം നമുക്ക് അഭിനന്ദിക്കാൻ പറ്റണം. ഇനി കുട്ടികളോട് ചോദിക്കട്ടെ, കുട്ടികൾ നല്ല കുറേ വീട്ടില് ഇമ്മ നല്ല ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഇപ്പൊ അതിനെ അഭിനന്ദിച്ചത് കേട്ട കുട്ടികളൊന്ന് കൈവക്കുക. കുറച്ച് പേരൊക്കെ ഉണ്ട്. ഓക്കെ, യെസ്. പിന്നെ കുറച്ചുകൂടി ടഫായ ചോദിക്കട്ടെ. നല്ല ഭക്ഷണം ഉണ്ടാക്കിയതിനു ശേഷം സ്നേഹത്തോടു കൂടി ഉമ്മ ആ ഭക്ഷണം ഉപ്പ അത് നല്ല ഭക്ഷണം ഉണ്ടാക്കിയതിന്റെ പേരിൽ ഉമ്മക്ക് വാരി കൊടുത്തത് കണ്ട കുട്ടികൾ കൈവിടുക. രണ്ടോ ആൾക്കാരുള്ളൂ. അപ്പൊ സ്നേഹം അവിടെ പ്രകടിപ്പിക്കുന്നില്ല. സ്നേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് സ്നേഹം തുറന്നു പറയണമെന്നാണ്. ആരും അങ്ങാടി ചെന്ന് പറയണമെന്നല്ല. വീട്ടില് സ്നേഹം പ്രകടിപ്പിക്കേണ്ടതുണ്ട്. അത് ഇസ്ലാമിന്റെ വലിയൊരു പ്രധാനപ്പെട്ട പോളിസിയാണ്. അപ്പൊ ഭാര്യ എന്ന് പറയണ്ട, ഇണ നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കിയാൽ മക്കളൊക്കെ കാണാൻ നല്ല ഉഷാറുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒന്നങ്ങോട്ട് വാരി കൊടുക്കൂ. റൊമാൻറ്റിക് ആവട്ടെ ഫാമിലി ലൈഫ്. നിങ്ങളിങ്ങനെ ഞാൻ പറഞ്ഞോണ്ട് കിട്ടുന്നുണ്ട് ഉറപ്പിക്കൊന്നും വേണ്ട കേട്ടോ. കച്ചറൊന്നും ഉണ്ടാക്കണ്ട. ചിലപ്പോ കിട്ടിയേക്കാം, കിട്ടിയാൽ നല്ലതാണ്. അങ്ങനെ കുടുംബം ഉണ്ടല്ലോ. അങ്ങനെയൊക്കെ ആകുമ്പോ കുടുംബം ലഹരിയായി മാറുന്നത്. അങ്ങനെയാണ് കുടുംബം ലഹരിയായി മാറുന്നത്. ഇതിങ്ങനെ ഞാൻ ഭർത്താവ് ഭാര്യക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ക്യാമറയിൽ ഫോട്ടോ എടുത്ത് റീലാക്കണമൊന്നുമില്ല, അതിന്റെ കാര്യമൊന്നുമില്ല. അതവിടെ നടക്കേണ്ടത്. ഒരു കുടുംബത്തിൽ സന്തോഷം ഉണ്ടാവണമെങ്കിൽ 5 കാര്യങ്ങൾ നടക്കണമെന്നാണ്. 5 കാര്യങ്ങൾ അവിടെ നടക്കേണ്ടതുണ്ട്. ഒന്ന്, സ്മൈൽ ടുഗദർ, ഒരുമിച്ച് പുഞ്ചിരിക്കുക. കുടുംബം ആക്കിയ ചിരിയല്ല, ആത്മാർത്ഥമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കാൻ സാധിക്കണം കുടുംബത്തിന്. രണ്ടാമത്തെ കാര്യം W is work together. കുടുംബത്തിന് ചില കാര്യങ്ങളൊക്കെ ഒരുമിച്ച് ചെയ്യാൻ സാധിക്കണം. വർക്കിംഗ് ടുഗദർ, കുടുംബം ഒരുമിച്ച് ജോലി ചെയ്യാം. എന്ന് വെച്ചാൽ ആണുങ്ങൾ അടുക്കളയിലൊക്കെ ഒന്ന് കയറുക, എന്നിട്ട് അവിടെ വെടിവെപ്പും ലഹളി ഉണ്ടാക്കരുത്. അടുക്കള ജോലിയിലൊക്കെ ഒന്ന് കൂടുക. അതാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ഒരുമിച്ച് ജോലി ചെയ്യാം. പിന്നെ ഈ ടുഗദർ, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക. എങ്ങനെ ഭക്ഷണം കഴിക്കേണ്ടത്? ഒരു വലിയൊരു പ്ലേറ്റിൽ നിന്ന്, ഒരു കുടുംബമാണെങ്കിൽ ഒരു പ്ലേറ്റിൽ നിന്ന് കഴിക്കണം. ഇത് സഹോദരിമാർക്ക് എളുപ്പത്തിന് വേണ്ടി പറയുന്നതല്ല, ഒറ്റ പ്ലേറ്റ് കോറിയാൽ മതിയോട് പറയുന്നതല്ല. അതാണ് ഇസ്ലാമിന്റെ സ്റ്റൈൽ. അതാണ്
ഇത് അറബികൾക്ക് വിട്ടുകൊടുത്തതാ. എന്ത് ഒരു പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കണം അറബിക്ക് വിട്ടുകൊടുത്തു. അങ്ങനെയൊന്നുമല്ല. നിങ്ങളൊന്ന് കഴിച്ചു നോക്കി. ഞാൻ മഹല്ല് കമ്മിറ്റി MSSന്റെ പോലത്തെ സന്നദ്ധ സംഘടനകളൊക്കെ പഞ്ചായത്ത് പറഞ്ഞ് ഒഴിവാക്കിയ 400-ലധികം കപ്പിൾസിനെ കൗൺസിലിംഗ് നടത്തി നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ആ കൊണ്ടുവരുന്നതിന് ശേഷം അവർക്ക് കൊടുക്കുന്ന അസൈൻമെന്റ് ഒരു ദിവസം ഒരു നേരമെങ്കിലും ഇങ്ങനെ ഒരു പ്ലേറ്റ് ആ കുടുംബം ഒന്നായിട്ട് ഭക്ഷണം കഴിക്കണമെന്നാണ്. ഇത് വളരെ ശക്തിയുള്ള ഒരു കാര്യമാണ്. ആ കുടുംബത്തിൽ അത്രയും ഐക്യമുണ്ടാവും. ആ കുടുംബത്തിൽ 5 ആൾക്കാരുണ്ടെങ്കിൽ ഈ 5 പേരും കൂടി ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതിന് ആ കൈയിന്റെ ഫോട്ടോ എടുത്തിട്ട് എനിക്ക് ആക്കണം. അതാണ് അസൈൻമെന്റ് ഉണ്ടാവുക. ഒരു മാസമൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര ഐക്യം കൊണ്ട് വരും. ഭക്ഷണത്തിലൂടെ ഐക്യം. ഒന്ന് കഴിച്ചു നോക്കി നിങ്ങള്. കുറച്ച് ചെറുതാവും. ആ ടെൻഷനൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് കുറച്ച് ചെറുതാവും. പറ്റുമെങ്കിൽ പിന്നെ നിലത്തിരുന്ന് കഴിച്ചാൽ വളരെ നന്നായി. ഇനി ഇതൊന്നും മുട്ടൊന്നും വളയാൻ പ്രയാസമുണ്ടെങ്കിൽ ആ ടേബിളിൽ തന്നെ ഇരുന്നോളൂ. ടേബിളിൽ ഇരുന്നാലേ തോനെ കഴിക്കാൻ പറ്റുള്ളൂ. ചാക്കിലേക്ക് മണലിട്ട് പോലെ ഇരുന്നിട്ട് കൂടുതൽ കഴിക്കാമല്ലോ. ടേബിളിൽ ഇരുന്നാൽ നിലത്തിരുന്നാൽ കുറച്ചുകൂടി നന്നായി. അങ്ങനെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി കൊടുക്കുക. ഉപ്പയും ഉമ്മയും തമ്മിലുള്ള ആ റൊമാൻസ്, സ്നേഹം കാണാത്തത് കൊണ്ടാണ് കുട്ടികൾ വല്ലാതെ ഇന്നത്തെ കാലത്ത് വഴിതെറ്റിപ്പോണത്. ഞാൻ ഫറൂഖ് കോളേജിലും DMA കോളേജിലും ഒക്കെ ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്. കുട്ടികൾ പറയുന്നത് അറിയാം, സാറേ നിങ്ങൾ ഈ പ്രീ മാരിറ്റൽ ക്ലാസ് ഞങ്ങൾക്ക് എടുത്തിട്ട് കാര്യമില്ല, ഞങ്ങളുടെ വാപ്പക്കും ഒക്കെ ഒന്ന് എടുത്തു കൊടുക്കും, അവർക്ക് ജീവിക്കാൻ അറിഞ്ഞുകൂടാ, ഞങ്ങൾ കണ്ടുമെടുത്തു, അതുകൊണ്ട് ബോറടിച്ച് ഞങ്ങൾക്ക് കല്യാണം വേണ്ട. വളരെ വിദ്യാഭ്യാസ പ്രഗത്ഭരായ സാമൂഹ്യ രംഗത്ത് വെട്ടിത്തിളങ്ങി നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് നിന്ന് കരയാറുണ്ട്, സാറേ എന്റെ മോൾ വിവാഹത്തിന് സമ്മതിക്കുന്നില്ല. കാരണം എന്താണെന്നറിയോ? ഈ റൊമാൻസും നല്ലൊരു ലൈഫും ഒന്നും അവൾക്ക് ഈ ഉപ്പയും ഉമ്മയും കാണിച്ചു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഒരു കാരണം. എല്ലാ കാരണവും ഇതാണെന്ന് ഞാൻ പറയുന്നില്ല, ഒരു കാരണം ഇതാ. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രായം എത്ര ആയാലും ശരി ഇതൊക്കെ ചെയ്യണം. റൊമാൻസ് കൂട്ടണം കുടുംബത്തിൽ. അതിലുള്ള വഴികളാണെന്ത്? 1 ഒരുമിച്ച് പുഞ്ചിരിക്കുക, 2 ഒരുമിച്ച് ജോലി ചെയ്യുക, 3 ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, 4 ഒരുമിച്ച് എഡ്യൂക്കേറ്റ് ചെയ്യുക, ഒരുമിച്ച് കാര്യങ്ങൾ പഠിക്കുക. ഒരുമിച്ച് കാര്യങ്ങൾ പഠിക്കുക. ബഡ്ജറ്റ് ഉണ്ടാക്കുന്നതാവാം, വെക്കേഷൻ സ്പെൻഡ് ചെയ്യുന്നതാവാം, വെക്കേഷനിൽ ടൂർ പോകുന്നതാവാം. ഇപ്പൊ ഇവിടെ ഒരു ഫാമിലി ക്ലാസ് കേട്ടിട്ട് അത് നമ്മുടെ ഫാമിലിയിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എങ്ങനെയാവാം, അതാവാം. ഒരു ഫാമിലിയിൽ വേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം FMS ആണ്. FMS. ഞാൻ കോർപ്പറേറ്റ്സിന് ധാരാളം ക്ലാസ് എടുക്കാറുണ്ട്. നല്ല ഫീസ് വാങ്ങിയിട്ട് നല്ല ഫീസ് വാങ്ങിയിട്ട് ഞാൻ ക്ലാസ് എടുക്കാറുണ്ട്. ഇത് MSSന്റെ ഒരു ക്ലാസ്സിന് സന്തോഷപൂർവ്വം വന്നത് ഞാൻ MSS പഠിച്ചതാണ്. MSS പഠിച്ചത് കൊണ്ട് MSSന്റെ എന്നെ പണ്ടൊരു കോച്ചിങ് സെന്റർ ഉണ്ടായിരുന്നു, അവിടെ പഠിച്ച് ഞാൻ കോഴിക്കോട് ഹോമിയോ കോളേജിൽ എനിക്ക് BHMSന് അഡ്മിഷൻ കിട്ടാൻ പ്രധാനപ്പെട്ട കാരണം MSSന്റെ അന്നത്തെ കോച്ചിങ് ആയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ MSSലേക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് വളരെ അറ്റൻഷനോട് ശ്രദ്ധയോട് ഇരിക്കുക. ഇത് നല്ല വാല്യൂഡ് ഒരു ക്ലാസ് ആണ്, ഞാൻ വെറുതെ കൊടുക്കാറൊന്നുമില്ല. നന്നായി ശ്രദ്ധിച്ചിരുന്നാൽ ഫാമിലി ലൈഫിൽ ചേഞ്ച് ഉണ്ടാവും. അപ്പൊ അടുത്തൊരു കാര്യം എഡ്യൂക്കേറ്റ് ചെയ്തതാണ്. FMS മീൻസ് ഫാമിലി മീറ്റിംഗ് സിസ്റ്റം. ഒരു ഫാമിലിക്ക് ഒരു മീറ്റിംഗ് സിസ്റ്റം വേണം. ഫാമിലിയിൽ മീറ്റിംഗ് സിസ്റ്റം നടക്കുന്നില്ലെങ്കിൽ ആ ഫാമിലിയിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടാവില്ല. എന്നിട്ട് എല്ലാവർക്കും സംസാരിക്കാനൊക്കെ ഉള്ള അവസരം കൊടുത്ത് നല്ല ചേഞ്ച് അതുകൊണ്ടുണ്ടാവും. ഇപ്പൊ നിലവില് ഈ MSSന്റെ ഈ ക്ലാസ്സിൽ ഇരിക്കുന്ന ഏതെങ്കിലും ഫാമിലിയിൽ ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും ഉള്ള ഈ ഒരു മീറ്റിംഗ് സിസ്റ്റം, ഒരാഴ്ച പോട്ടെ മന്ത്ലിയിലെങ്കിലും ഒരു മീറ്റിംഗ് സിസ്റ്റം ഏതെങ്കിലും ഫാമിലിയിൽ ഉണ്ടോ എന്ന് കൈവക്കാം. മാഷാഅല്ലാഹ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഐ അപ്രീഷിയേറ്റ് ദിസ് പീപ്പിൾ. നല്ലൊരു കൈ കൊടുക്കും. ഈ കൈയൊക്കെ അടിക്കുമ്പോഴേ തൊട്ടടുത്തിരിക്കുന്ന ആൾ അടിക്കുന്നതിൽ നല്ല പവറിലൊന്ന് കൈയടിക്കാൻ നോക്കണം. യെസ്, നേരെ ഇരുന്നിട്ട് നല്ലൊരു കൈ അടിക്കും. വെരി ഗുഡ്. യെസ്, ഇതൊന്നും പോരാ. ഇതിപ്പോ ഒരു വോൾട്ടേജ് വളരെ കുറവാണ്. തൊട്ടടുത്തിരിക്കുന്ന ആൾ അടിക്കുന്നതിൽ നല്ല പവറൊന്ന് അടിച്ചു നോക്കും. ഈ കൈയുടെ ഒക്കെ ആർക്കാന്നറിയോ? ആ ഫാമിലി മീറ്റിംഗ് സിസ്റ്റം നിലവിൽ ഇംപ്ലിമെന്റ് ചെയ്ത കുടുംബത്തിന് വേണ്ടിയിട്ടാണ്. ആ കുടുംബത്തിൽ വിവാഹവിരുദ്ധ സമീപനമുള്ള കുട്ടി ഉണ്ടാവില്ല. ഫാമിലി മീറ്റിംഗ് സിസ്റ്റം മര്യാദയ്ക്ക് നടക്കുകയാണെങ്കിൽ ആന്റി മാരേജ് അസോസിയേഷനിൽപ്പെട്ട കുട്ടി അവിടെ ഉണ്ടാവില്ല. പിന്നെ ചില കുട്ടികളൊക്കെ പറയുന്നത് എന്താണെന്നറിയോ? ഈ പ്രിമാക്കി ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് ഇവിടെ അടുത്തൊരു കോളേജിൽ നിന്ന് ഒരു പെൺകുട്ടി പറയാണ്, സാർ എനിക്ക് വേണ്ടത് ഞാനൊരു ലെസ്ബിയൻ കപ്പിൾസ് ആണ്, അപ്പോഴാണ് വേണ്ടി പോവുകയാണ്, ലെസ്ബിയനാകാൻ വേണ്ടി പോവുകയാണ്, അതിന്റെ ക്ലാസ്സാണ് സാർ എടുക്കേണ്ടതെന്ന് എന്നോട് ആദ്യം തന്നെ ഈ പെൺകുട്ടി ഇതാണ് നിർദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ എടുത്തു തരാം. എന്നെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ ലെസ്ബിയൻ ഉണ്ടായാലും എനിക്ക് കൗൺസിലിംഗിന് കേസ് കൂടും. അവിടെ എന്നും അടിപ്രശ്നങ്ങളായിരിക്കും.
ഞാൻ ഈ പെൺകുട്ടിയോട് പറഞ്ഞു, ഇപ്പൊ ഗവൺമെന്റ് എന്നെ ചുമതലപ്പെടുത്തിയത് പിന്നെ ആണും പെണ്ണും തമ്മിലുള്ള കല്യാണത്തിന് കൂടി ക്ലാസ് എടുക്കാനാണ്. മോളെ ഈ റിക്വസ്റ്റ് ഞാൻ എന്തായാലും പരിഗണിക്കാം. അത് ഞാൻ പേഴ്സണലായിട്ട് ഗൂഗിൾ മീറ്റിൽ എടുത്തുതരാം, ഇന്ന് രാത്രി തന്നെ എടുത്തുതരാം. ഒരു 10,000 rupees എനിക്ക് ഗൂഗിൾ പേ ചെയ്താൽ ഇന്ന് രാത്രി തന്നെ എടുക്കാം. ഇതുവരെ പേ ചെയ്തിട്ടില്ല, ഞാൻ എടുത്തിട്ടില്ല. അല്ലാണ്ട് പൈസ ഫ്രീ കൊടുക്കാൻ പറ്റില്ലല്ലോ. കാരണം ഇതൊരു ടഫ് കാര്യമാണ് ഇത് ലെസ്ബിയൻ കപ്പിൾസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഞാൻ ലെസ്ബിയൻ കപ്പിൾസ് ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കാൻ കാര്യം എന്താ അറിയോ? അവർ തമ്മിൽ 2 കപ്പിൾസ് ആയി നിൽക്കുന്ന സമയത്ത് മെൻസസിന്റെ സമയത്തൊക്കെ ഉണ്ടല്ലോ, ഒടുക്കത്തെ ഫൈറ്റ് ആയി. അപ്പൊ കൗൺസിലിങ്ങിന് വരും. അവരോട് ഞാൻ നല്ല ഹൈ ഫീസാ വാങ്ങാം. അവരേതായാലും കുട്ടികളൊന്നും അവർക്ക് ഉണ്ടാവില്ലല്ലോ, അവർ സുഖിക്കാൻ വേണ്ടി ജീവിക്കുകയാണ്. പിന്നെ നമുക്ക് കുറച്ച് ഫീസ് വാങ്ങിക്കൂടെ. പിന്നീട് പ്രണയവിവാഹം നാട്ടുകാർക്കൊക്കെ ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളെ മക്കൊക്കെ ഉണ്ടാവട്ടെ ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഞാൻ കൗൺസിലിംഗ് നടത്തിയിട്ട് 400ഓളം കേസ് നന്നായത് ഭൂരിഭാഗവും അറേഞ്ച്ഡ് മാരേജാണ്. എനിക്ക് കൗൺസിലിംഗ് നടത്തി ഒന്നും ചെയ്യാൻ പറ്റാതെ പൊളിഞ്ഞ് വീണ 150 കേസുണ്ട്. ആ 150 90% പ്രണയിച്ച് പിന്നീട് പ്രണയം മരിച്ചു പോയതാണ്. മനസ്സിലായല്ലോ? അപ്പോൾ നാട്ടിൽ ഒക്കെ ഉണ്ടാവട്ടെ. പീപ്പിൾ മേക്ക് പ്രോബ്ലംസ്, വി സൈക്കോളജിസ്റ്റ് മേക്ക് ഇൻകം. വെരി സിമ്പിൾ ലോജിക്. പക്ഷേ നമ്മളെ മക്കൾ അതിൽ പെട്ടുപോയാൽ അവരുടെ മനസ്സമാധാനവും നമ്മുടെ മനസ്സമാധാനവും പോകും. ഇപ്പൊ നമ്മുടെ പിന്നെ അടുത്ത പ്രദേശത്തുണ്ടായ ലഹരിക്കാരൻ പ്രണയിച്ച് സ്വന്തമാക്കിയ പെൺകുട്ടി, അവളെ പഠിപ്പിക്കാന്നൊക്കെ പറയണം അവർ കെട്ടിയത്. എന്നിട്ട് എന്താ പഠിപ്പിച്ചത്? അവസാനം കൊന്നുകളഞ്ഞു. അപ്പൊ പ്രണയം എന്ന് പറയുന്നത് അത്ര സേഫായ കാര്യമൊന്നുമല്ല എന്ന് ഇടയ്ക്ക് ഞാൻ സൂചിപ്പിക്കുകയാണ്. അപ്പൊ നമുക്ക് ഒരു കോഡ് കിട്ടിയില്ല. അപ്പൊ സ്വീപ്പ് കിട്ടിയില്ലേ? സ്വീപ്പ് എന്താണ്? സ്വീപ്പ് മീൻസ് സ്മൈൽ ടുഗദർ, വർക്ക് ടുഗദർ. അടുത്തെന്തായാലും മറക്കൂല. ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, ഈറ്റ് ടുഗദർ. അടുത്തത് എഡ്യൂക്കേറ്റ് ടുഗദർ, ഒരുമിച്ച് കാര്യങ്ങൾ പഠിക്കുക. ലാസ്റ്റ് പി പ്രേ ടുഗദർ ആൻഡ് പ്ലേ ടുഗദർ. കുടുംബം അതുകൂടി ചെയ്യും. ഒരുമിച്ച് കളിക്കുകയും ചെയ്യണം, ഒരുമിച്ച് പിന്നെ പ്രാർത്ഥിക്കുകയും ചെയ്യണം. കുടുംബം ഒരുമിച്ച് കളിക്കണം. ഒരു സ്വീകരണവർ മാത്രമല്ല കുടുംബം ഇതായിട്ട് വീടുണ്ടാക്കുന്നവരൊക്കെ ശ്രദ്ധിക്കുക. ഫാമിലി പ്ലേ ഏരിയ കൂടി ഉണ്ടാക്കണം. നല്ല ശരിയാവുള്ളൂ. കുടുംബം ഒരുമിച്ച് ഒന്ന് കളിക്കാൻ. നല്ല മൊബൈൽ അഡിക്ഷനൊക്കെ നന്നായി കുറയുകയും ചെയ്യും. ഇത് കുടുംബത്തിനൊന്നും ഒരു കളിയുമില്ല. എന്താ കുടുംബത്തിനൊന്ന് വട്ടത്തിൽ ഇരുന്നിട്ട് ഒരു പൂജപ്പെട്ടി കളിച്ചാല്, അല്ലെങ്കിൽ ഒരു പാട്ട് മത്സരം നടത്തിയാൽ എന്താ, അല്ലെങ്കിൽ ഒരു പ്രസംഗ മത്സരം നടത്തിയാൽ എന്താ, അതിന് എന്തെല്ലാം പൈന്റിങ് പരിപാടി നടത്തിയാൽ എന്താ? കുടുംബത്തിൽ ഇതൊക്കെ ഇല്ലാതായി പോയത് കണ്ടാണ് എന്ത് ഈ മൊബൈൽ അഡിക്ഷൻ വരുന്നത്. ഇനി മൊബൈൽ അഡിക്ഷന് കുട്ടികൾ അങ്ങനെ കുറ്റപ്പെടുത്തും. കൗൺസിലിംഗിന് ഇരിക്കുമ്പോൾ എന്താ കാണുന്നറിയോ? ആ വീട്ടിൽ അതിലും വലിയൊരു അഡിക്റ്റ് ഉണ്ടാവും. ചിലപ്പോ അമ്മയ്ക്ക് വരെ വാപ്പയ്ക്ക് പോയി. വാപ്പക്ക് ഫോൺ നിലത്ത് വെക്കാൻ പറ്റൂല, അല്ലെ വല്യാപ്പക്ക് തീരെ പറ്റൂല. ചില വല്യാപ്പന്മാരുണ്ട്, കുട്ടികൾ പറയാണ് ഫോൺ കണ്ടിട്ട് കുറെ നേരം കരയും, കുറച്ച് കഴിഞ്ഞാൽ ചിരിയോട് ചിരിക്കും. വലിയൊരു അഡിക്റ്റിനെ കുട്ടികൾ കണ്ടാല് പിന്നെ ഒരു അഡിക്ഷൻ നിർത്തൂല. ഞാനെപ്പോഴും അഡിക്ഷന് വരുന്ന സമയത്ത് പറയില്ലേ, സീനിയർ അഡിക്റ്റ് ഉണ്ടെങ്കിൽ ആ അഡിക്ഷൻ നിൽക്കണം, എന്നാലേ ജൂനിയർ നിൽക്കുള്ളൂ. അത് നിൽക്കൂല. പിന്നെ ഈ മൊബൈൽ അഡിക്ഷൻ ഇങ്ങനെ വന്നതുകൊണ്ട് പലർക്കും ഉണ്ടല്ലോ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് കുറഞ്ഞു പോയി. അറ്റൻഷൻ പിന്നെ സ്പാൻ എന്ന സാധനം കുറഞ്ഞു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് എന്ത് വേണമെന്നറിയോ, നമ്മുടെ വീട്ടിൽ ഒരു ഫാമിലി പ്ലേ ഏരിയ ഉണ്ടാക്കണം. ഒരുമിച്ച് നിസ്കരിക്കുക, ഒരുമിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ, ഇത് രണ്ടുമുള്ള കുടുംബക്കാരുണ്ടോ? ഒരുമിച്ച് കളിക്കുകയും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്ത കുടുംബങ്ങളുടെ കൈ കൊടുക്കുക. വെരി ഗുഡ്. കൈവച്ചോളൂ, കൈ കൊടുക്കും. ആ വെരി ഗുഡ്. അവർക്ക് നല്ലൊരു കൈ കൊടുക്കേണ്ടതാണ്. അപ്പോ നമ്മുടെ കുടുംബത്തിൽ നല്ല സ്നേഹബന്ധം ഉണ്ടാവാനും എത്ര കാലം കഴിഞ്ഞാലും മടുപ്പ് വരാതിരിക്കാനും പുതിയാപ്പിള എന്നും പുതിയതായി നിൽക്കാൻ പുത്തനത്താണ് ഈ പുതിയാപ്പിള പുതിയങ്ങാടി ഒന്നും പഴയതാൻ പാടില്ല. അങ്ങനെ ആവാതിരിക്കേണ്ട വഴിയാണിത്. The code is sweep. ഇംഗ്ലീഷ് ഭാഷ പറഞ്ഞ അങ്ങനെയാണ്, സ്വീപ്പ്. അപ്പോ നമ്മുടെ ഈ അക്ഷരത്തിലേക്ക് കോഡിലേക്ക് അങ്ങനെ കുറെ കോഡുകൾ ഉണ്ടാവും. അത് ഓർത്ത് എന്റെ ക്ലാസ് കംപ്ലീറ്റ് നമുക്ക് ഓർക്കാൻ പറ്റും. അടുത്തത് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് റെസ്പെക്ട് ആണ്. അപ്രീസിയേഷൻ കഴിഞ്ഞാൽ റെസ്പെക്ട്. കുട്ടികളെ റെസ്പെക്ട് ചെയ്യണം, പരസ്പരം റെസ്പെക്ട് ചെയ്യണം. ഇണകൾ പരസ്പരം റെസ്പെക്ട് ചെയ്യണം, കുട്ടികളെ റെസ്പെക്ട് ചെയ്യണം. ഞാനൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയപ്പോ എന്റെ തൊട്ടപ്പുറത്ത് ഒരു പിന്നെ കുടുംബം ഇരിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ. ഒരു അത്യാവശ്യം നല്ലൊരു ഹോട്ടലാണ്. അപ്പോ വെയിറ്റർ വന്നിട്ട് മെനു കാർഡ് കൊടുത്തു. കുട്ടികളെ കയ്യിലാണ് കൊടുത്തത്.
കുട്ടികളെ മെനുകണ്ടി അവരെന്താ ചെയ്യാ, അടുത്ത ഏറ്റവും ടോപ്പ് സാധനങ്ങൾക്ക് ഒരു ഓർഡർ കൊടുത്തു. അങ്ങനെ വാപ്പക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല. വാപ്പ കുറച്ച് വയസ്സായ ഓൾഡ് ജനറേഷനാണ്. വെയിറ്ററോട് അടിച്ചു വിട്ടായി, ഇതെന്ത് പരിപാടി, ഇത് കച്ചവടം കൂട്ടാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് ചോദിച്ചു. അങ്ങനെ വെയിറ്റർ ഉള്ളിലോട്ട് പോയ സമയത്ത് കുട്ടികൾ പറയാണ്, ആദ്യമായിട്ട് ഞങ്ങളൊന്ന് പരിഗണിച്ച് ഭക്ഷണ വിഷയത്തിൽ ഞങ്ങളൊന്ന് ചർച്ച ചെയ്തത് ഈ വെയിറ്ററാണ്. നിങ്ങളെക്കാളൊക്കെ നല്ലതാണ് അയാൾ എന്നാണ് മക്കൾ പറയുന്നത്. നിങ്ങളെക്കാളൊക്കെ നല്ലതാണ് ഈ വെയിറ്റർ. അതെന്താണ്? വീട്ടിൽ റെസ്പെക്ട് ഇല്ലാത്തതുകൊണ്ടാണ്. മക്കളെ റെസ്പെക്ട് ചെയ്യണം. പല രക്ഷിതാക്കളും വരുന്ന വലിയ പരാതി എന്താ അറിയാം, ഇന്നോടൊരു റെസ്പെക്റ്റും ഇല്ല. കാരണം എന്താ? റെസ്പെക്ട് എന്ന് പറയുന്നത് ഒരു 2-way ട്രാഫിക് പാലാണ്. അത് അങ്ങോട്ട് വെച്ചാൽ ഇങ്ങോട്ട് പോരാൻ കഴിയും. അല്ലെങ്കിൽ 2-way ട്രാഫിക് പോട്ടെ, നമുക്കൊരു 6 വരി പാത ആയിക്കോട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകേണ്ട വഴികളുണ്ട് അതിനകത്ത്. അത് നമ്മൾ മുതിർന്നവരായ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം, തുടങ്ങണം. നല്ല റെസ്പെക്ട് ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മള് ഫുള്ള് നമ്മുടെ കുടുംബത്തിലേക്ക് മനസ്സങ്ങോട്ട് കൊണ്ടുവന്നാലേ കുടുംബം നമുക്ക് നന്നാക്കാൻ പറ്റും. അതായിരിക്കണം നമ്മുടെ ലഹരി. അടുത്തൊരു പോയിന്റ് ഐ കോണ്ടാക്ട് ആണ്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവരൊക്കെ സ്വന്തം ഇണകളെ കണ്ണിലേക്കൊന്ന് നോക്കിയാൽ സന്തോഷമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണിലേക്കൊന്ന് നോക്കിക്കോളൂ. സൈഡിലുണ്ടാവില്ല, നോക്കിക്കോളൂ. തുറിച്ചു നോക്കണ്ട, സ്നേഹത്തോടുകൂടി നോക്കിക്കോളൂ. മനസ്സിൽ ഐ ലവ് യു പറഞ്ഞിട്ടൊന്ന് നോക്കിക്കോളൂ. അറിയില്ലേ? ഓക്കെ, ഐ ലവ് യു എന്ന് ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന ഏതെങ്കിലും സഹോദരിമാരുണ്ട് സ്വന്തം ഭർത്താവിന്റെ അടുത്തുനിന്ന്? ഓക്കെ, വളരെ കുറച്ച് ഒക്കെ മൂടിയൊക്കെയാണ്. ഈ മഴക്കാലത്തെ ചില ആൾക്കാർ കുട ഇങ്ങനെ കൊണ്ടെടുക്കും, മഴ നല്ല മഴ പെയ്യുന്നുണ്ടാവും. നമ്മളയാൾ വിളിക്കുക ഭ്രാന്തൻ എന്നാണ്. അതേമാതിരിയാണ് ചില ആൾക്കാരുടെ സ്നേഹം. അത് ഇസ്ലാമിക വിരുദ്ധമാണ്. ഭാര്യയോട് ഇടയ്ക്കിടയ്ക്ക് ഐ ലവ് യു പറയണം. അതിൽ ലവ് ലാംഗ്വേജ് ഞാൻ പഠിപ്പിക്കുക. ലവ് ലാംഗ്വേജ് അറിയാത്തതുകൊണ്ട് അവരോട് പറയാത്തത്. ഓക്കെ, അപ്പൊ ഐ കോണ്ടാക്ട് വേണം. അടുത്തത് നർച്ചറിങ്. നർച്ചറിങ് എന്താണ്? കുട്ടികളെ ഒരു ചെടിയിൽ, ചട്ടിയിൽ വളർന്ന ചെടി പോലെ ആക്കണം. വളരാൻ വേണ്ട സാഹചര്യം ഒരുക്കി കൊടുക്കലാണ് നർച്ചറിങ്. ചില ആൾക്കാർ പാരന്റിങ് സ്റ്റൈൽ ഞാൻ പറയുന്നത് വിശദമായിട്ട് ഹെലികോപ്റ്റർ പാരന്റിങ് സ്റ്റൈലാണ് ചില ആൾക്കാർക്ക്. ഹെലികോപ്റ്റർ പാരന്റിങ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ കുട്ടികൾ എല്ലാ കാര്യത്തിലും അങ്ങോട്ട് മൈന്യൂട്ടായിട്ട് ഇടപെടും. എല്ലാത്തിലും വേണമെങ്കിൽ പല്ല് തേച്ച് കൊടുക്കും, വേണമെങ്കിൽ പിന്നെ ഷൂസ് ഇട്ട് കൊടുക്കും. എത്ര വയസ്സായിട്ട്? 6-7 വയസ്സായിട്ടും ഒന്നും ചെയ്യാൻ സമ്മതിക്കൂല. ഓട്ടോണമി സമ്മതിക്കൂല. കുട്ടികൾക്ക് ഒരു ഓട്ടോണമി ഒക്കെ കൊടുത്ത് അവരെ കൊണ്ട് സ്വന്തമായിട്ട് അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചില്ലെങ്കിൽ കുട്ടികൾക്ക് നമ്മുടെ ഉത്തരവാദിത്വം പറഞ്ഞു പോകും. ഒന്നും ചെയ്യിപ്പിക്കുക. ചില എന്റെ അടുത്ത് വന്നൊരു കേസ്, 15 വയസ്സായ ഒരു ആൺകുട്ടിയെ ഉമ്മ കുളിപ്പിച്ചു കൊടുക്കുക. 15 വയസ്സായി, മീശൻ തടിയൊക്കെ വന്നിട്ടുണ്ട്. എന്നിട്ട് കുളിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് ഇമ്മന്റെ സംശയം എന്താ വെച്ചാല് അവന്റെ പിന്നെ എന്താ പറയാ സ്വകാര്യ ഭാഗത്ത് ഒരു വൈറ്റ് ഡിസ്ചാർജ് വരുന്നുണ്ട്. അതെന്താ ഡോക്ടറെ എന്നാ എന്നോട് ചോദിക്കുന്നത്. ഉമ്മ കുളിപ്പിക്കുമ്പോൾ അത്രക്ക് പൊട്ടത്തരത്തിന് കയ്യും കാര്യം വെച്ച ചില പാരന്റ്സ് ഉണ്ട്. ചില പാരന്റ്സ് ഒന്നും ചെയ്യില്ല. ഇസ്ലാം എപ്പോഴും പരിചയപ്പെടുത്തിയത് മധ്യനിലയിലാണ്. ഒരു പ്രായത്തിന് ചേർന്ന കാര്യങ്ങൾ നമ്മളെ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റണം. ഇങ്ങനെ ഒരു 10-15 വയസ്സുള്ള കുട്ടികൾ കുളിച്ചു കൊടുക്കാനൊന്നും പറ്റൂല. ഒക്കെ അപകടമാണ്. ഓക്കെ, അപ്പോ നർച്ചറിംഗ് ആണ് നമുക്ക് വേണ്ടത്. അടുത്തത് ടച്ച്. കൗമാരപ്രായത്തിലൊക്കെ എത്തിയാല് ആ കുട്ടിനെയും പെൺകുട്ടിനെയൊക്കെ ടച്ച് ചെയ്യും. എന്നിട്ട് അവനോട് നെറ്റിയിലൊക്കെ ഒന്ന് വെച്ചിട്ട് അവനോട് പറയണം, എന്ത് നീ നല്ല സുന്ദരനാണ്, സുന്ദരിയാണെന്നൊക്കെ. അത് പലരും പറയാറില്ല. ഞാൻ ഗവൺമെന്റിന്റെ സെക്സ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഉണ്ട്, വാല്യൂ ബേസ്ഡ് സെക്സ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം. പേര് അങ്ങനെയൊന്നുമല്ല, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്നാണ് പേര്. ഞാൻ ഒത്തിരി സ്കൂളിൽ എടുക്കാൻ പോകാറുണ്ട്. അപ്പൊ +1 കുട്ടികൾക്കാണ്. അതിനുശേഷം ആ സ്കൂളിലെ പ്രിൻസിപ്പൾ പറയും, സാർ ഇവിടെ പ്രണയത്തിൽപ്പെട്ട കുറെ കുട്ടികളുണ്ട്, നല്ല പ്രണയത്തിന്റെ ആൾക്കാരാണെന്ന് സംസാരിക്കണമെന്ന് പറയും. നോക്കുന്ന സമയത്ത് അതിൽ ഭൂരിഭാഗം ഉണ്ടല്ലോ മദ്രസയിലൊക്കെ പഠിച്ച ആ തട്ടക്കെട്ട ആൾക്കാരാ. എന്താണ് കാര്യം? വീട്ടിൽ സ്നേഹം നമ്മളിങ്ങനെ പിടിച്ചു വെക്കുകയാണ്, അങ്ങനെ കിട്ടുന്നില്ല. അല്ലെങ്കിൽ അവർക്ക് ടച്ച് കിട്ടുന്നില്ല. ഞാൻ അവരോട് സത്യസന്ധമായിട്ട് ചോദിക്കാറുണ്ട്, മോളെ അവസാനമായിട്ട് എന്നെ ഉപ്പ ചൂണ്ടിച്ചതെന്നാണ്? പ്രണയത്തിൽപ്പെട്ട കുട്ടിയോട് ചോദിക്കുക. ഇല്ല സാറേ, എനിക്ക് ഓർമ്മയില്ല. ഉപ്പമാരുടെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും അല്ല, ചില ആൾക്കാർക്ക്
അത് ഡേഞ്ചറാണ്. ഒരു പെൺകുട്ടി പ്രണയത്തിൽ പോണെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയോ? മിസ്സിംഗ് ഫാദർ എഫക്ട് എന്ന് പറയും. എന്താണ്? ഫാദറൊക്കെ അവിടെ ഉണ്ട്. ഫാദർ ഈ പെൺകുട്ടിക്ക് ഒന്ന് തലതോർത്തി കൊടുത്തിട്ടില്ല. കൗമാരപ്പാരത്തെ കുട്ടിക്ക് അവിടെ പൊടിയൊന്നും കെട്ടി കൊടുത്തിട്ടില്ല. കൗമാരത്തിലെത്തിയതിനു ശേഷം തൊലി ഇങ്ങനെ ദാഹിച്ചു നിൽക്കുക. ഇപ്പൊ നമ്മൾ കാണുന്ന കേസൊക്കെ ഉണ്ടല്ലോ, ജെൻസി അല്ലെങ്കിൽ പിന്നെ ജെൻസിയിൽപ്പെട്ട കുട്ടികൾ. എന്താ ട്രെൻഡ്? വീട്ടിലോട്ട് രാത്രി 2 മണി 3 മണിക്ക് സ്വന്തം കാമുകനെ കൊണ്ടുവന്ന് സെക്സ് നടത്തുന്ന അത്തരം കേസ് ധാരാളമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. രാത്രിയിൽ 3 മണിക്കൊക്കെ മൂത്രമൊഴിക്കാൻ അടിക്കുന്ന അമ്മ പേടിച്ചു കാണുക. കള്ളനല്ല. അങ്ങനൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്താ കാര്യം എന്നറിയോ? ടച്ച് കിട്ടേണ്ടത് കിട്ടാത്തത് കൊണ്ട് കൂടിയായിരിക്കും. പ്രത്യേകിച്ച് കോവിഡിന് ശേഷം, ഈ കോവിഡിന് ശേഷമുള്ള കാലത്തിന് നമ്മൾ പറയാം AC കാലഘട്ടം എന്നാണ്. 2 കാലഘട്ടമുണ്ട്. AC കാലഘട്ടം മീൻസ് ആഫ്റ്റർ കോവിഡ് കാലഘട്ടം. BC ബിഫോർ കോവിഡ്. കോവിഡ് വെച്ചിട്ടല്ലോ. ഈ കോവിഡിന് ശേഷം മനസ്സ് ഒരുപാട് മാറിയിട്ടുണ്ട്. എല്ലാ കുട്ടികൾക്കും കൂടുതൽ ടച്ച് വേണമെന്നുള്ളതാണ്. ടച്ച് എടുക്കുമ്പോഴാണ് ഈവൻ കൗൺസിലിംഗ് സിറ്റുവേഷൻസിൽ പോലും ഇന്നത്തെ കുട്ടികൾ, ന്യൂജൻ കുട്ടികൾ കാര്യങ്ങൾ ഓപ്പണപ്പ് ആവുന്നത് ജസ്റ്റ് അവരുടെ തോളത്തൊക്കെ തട്ടുമ്പോഴാണ്. അല്ലൊന്നും പറയില്ല. അങ്ങനെ മാറിപ്പോയിട്ടുണ്ട്. അപ്പൊ രക്ഷിതാക്കൾ സ്നേഹത്തോടു കൂടി കൗമാരക്കാരിയുടെ തോളത്ത് തട്ടുകയും നെറ്റിൽ ഉമ്മൊക്കെയൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ, ടച്ച് ഇല്ലെങ്കിൽ സംഗതി ശരിയാവില്ല. അത് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ ഇതാണ് എന്ത്? പാരന്റ് എന്ന് പറയുന്ന അക്ഷരം പ്രതി ഇവിടെ പിന്നെ കാണിച്ചതാ. ദിസ് ഈസ് വാട്ട് പാരന്റ്. എങ്കിൽ നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക, ഈ അക്ഷരങ്ങളെ വിലയിരുത്തിയിട്ട് എന്റെ രക്ഷിതാവ് എന്ന് പറയുന്ന ഈ എന്റെ പടച്ചറമ്പ് ഏൽപ്പിച്ച പണിക്ക് എനിക്ക് പടച്ചവൻ എഴുതുന്ന 10 എത്ര മാർക്ക് കിട്ടും? വാട്ട് ഈസ് മൈ സ്കോർ? നിങ്ങളെ ഭർത്താവിന് നിങ്ങൾ എത്ര കൊടുക്കും? വാട്ട്സ് ദി സ്കോർ ഓഫ് യുവർ ഹസ്ബൻഡ് ഔട്ട് ഓഫ് 10? 6. ഗുഡ്. 6 എന്ന് പറഞ്ഞാൽ പാസ് മാർക്കാണ്. വെരി ഗുഡ്. ഓക്കെ. നിങ്ങൾക്ക് നിങ്ങളെ മോൾ എത്ര മാർക്ക് തരും? വാട്ട്സ് ദി മാർക്ക് യു ആർ ഗോയിങ് ടു ഗെറ്റ് ഫ്രം യുവർ ഡോട്ടർ? ഓക്കെ. ഞാൻ ചില കുട്ടികളൊക്കെ ചോദിക്കുമ്പോൾ ഉമ്മക്ക് 2 മാർക്ക്, ഇപ്പൊ 1 മാർക്ക്. ഇപ്പൊ ഞാൻ കാണാറില്ല. ഇപ്പൊ കുറ്റം പറയാനാണ് എപ്പോഴും. 1 മാർക്കൊക്കെ ചിലപ്പോൾ കുട്ടികൾ കൊടുക്കുക. നമ്മക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇത് കൊടുക്കാൻ എളുപ്പമാണ്. പക്ഷേ ഒരു നെഞ്ചത്ത് കൈവച്ചിട്ട് സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് എത്ര മാർക്ക് തരുമെന്ന് ചോദിച്ചാൽ, എനിക്ക് ഔട്ട് ഓഫ് എന്താ പറയുക 10 ഒരു 9 കിട്ടുന്നില്ലെങ്കിൽ കുട്ടികൾ വൈകിട്ടൂലേ? A+ അവിടെയും കിട്ടണ്ടേ? ഇത് ദുആ ചെയ്യേണ്ട ഒരു പോയിന്റാണ്. എനിക്ക് കൂടുതൽ മാർക്ക് വേണം. എന്റെ അഭിപ്രായത്തിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് പാരന്റ്സിനും വേണം ചില എക്സാമിനേഷൻസ് ഒക്കെ ആണ്. കുട്ടിക്ക് മാത്രം പോലെ പരീക്ഷ. പാരന്റ്സ് ഓൾസോ നീഡ് സം എക്സാമിനേഷൻ. പാരന്റിങ് സ്റ്റൈൽ നല്ല രീതിയിലാണോ? ഞാൻ അവിടെ പാരന്റിങ് സ്റ്റൈലൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ. അപ്പോ നല്ല രീതിയിലാണോ എന്നൊക്കെ നമ്മൾ നോക്കണം. എത്ര പാരന്റിങ് സ്റ്റൈൽ ഉണ്ട്? ആക്ച്വലി സ്റ്റൈൽ വരുന്നതിന് മുന്നേ ചോദിക്കട്ടെ, ഹൗ മെനി പാരന്റിങ് സ്റ്റൈൽ? ഇവിടെ കുറെ ടീച്ചേഴ്സ് ഒക്കെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഈ സൈഡിൽ ആരോ ടീച്ചർ ഒന്ന് പറയട്ടെ. ടീച്ചറാണോ നിങ്ങൾ? ആ ടീച്ചർ പറയുന്നത് എത്ര പാരന്റിങ് സ്റ്റൈൽ ഉണ്ട്? എത്ര ഉണ്ട്? പഠിക്കാം. വെരി ഗുഡ്. എന്നാലും സഹോദരന്മാരാരെങ്കിലും ഒന്ന് പറയട്ടെ, എത്ര പാരന്റിങ് സ്റ്റൈൽ ഉണ്ട്? അത് ബേസിക് ആയ കാര്യമാണ്. അത് നമ്മളൊക്കെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? നമ്മളാരും പ്രീമാരിറ്റൽ എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ചവരല്ല. അബദ്ധത്തിൽ കല്യാണം കഴിച്ചവരാണ്. ബൈ ചാൻസ് മാരേജ് ആണ്. ബൈ ചാൻസ് ആണ്. മാരേജ് ഇസ് നോട്ട് ബൈ ചാൻസ്, ഇറ്റ്സ് ഓൾവേസ് ബൈ ചോയ്സ്. അങ്ങനെ ആവേണ്ടിയിരുന്നു. അപ്പോ ഒരു പോസ്റ്റ് മാരിറ്റൽ എഡ്യൂക്കേഷൻ ഒക്കെ പോകുന്നത് നല്ലതാണ്. കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഇന്നിപ്പോ പോസ്റ്റ് മാരിറ്റൽ ആക്കാൻ പറ്റില്ല. കുറെ കുട്ടികളും ഒക്കെ ഉള്ളത് എല്ലാം കൂടി ഉണ്ട്. കല്യാണം കഴിഞ്ഞവർ മാത്രം വരികയാണെങ്കിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് ഫ്യൂച്ചറിൽ ഒരു പോസ്റ്റ് മാരിറ്റൽ വെക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു നീടായ ഒരു സാധനമാണ്. ഓക്കെ. അപ്പോ പാരന്റിങ് സ്റ്റൈൽ ഇന്നത്തെ കോവിഡിന്റെ ഒരു സമയത്ത്, കോവിഡല്ല, ഈ ലഹരിന്റെ ഒക്കെ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും മികച്ചൊരു പാരന്റിങ് സ്റ്റൈൽ എന്ന് പറയുന്നത് പ്രിവെന്റീവ് പാരന്റിങ് ആണ്. പ്രിവെന്റീവ് പാരന്റിങ്. 3 പാരന്റിങ് ഇവിടെ ഉണ്ട്. പ്രിവെന്റീവ് പാരന്റിങ് ആൻഡ് റെസ്പോൺസീവ് പാരന്റിങ് ആൻഡ് റിഫ്ലക്റ്റീവ് പാരന്റിങ്. ശരിക്കും ശ്രദ്ധിച്ചാലേ മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ സ്ലൈഡ് കൂടി എടുത്തത്. പ്രിവെന്റീവ് പാരന്റിങ് എന്നാൽ കുട്ടികൾ ലഹരിക്ക് അടിമപ്പെടുന്നതിന് മുന്നേ ഉള്ള പാരന്റിങ് ആണ്. അല്ലെങ്കിൽ കുട്ടി പ്രണയത്തിൽ പെടുന്നതിന് മുന്നേ ഉള്ള പാരന്റിങ് ആണ്. ബിഫോർ, മുന്നേ ആണ്.
അതിനകത്ത് കുറെ കാര്യങ്ങളുണ്ട്. അഗ്രിമെന്റ് ഉണ്ടാക്കുന്നു, നേരത്തെ പ്ലാൻ ചെയ്യുന്നു, പ്രാക്ടീസ് ചെയ്യുന്നു, അഡ്വാൻസ് നോട്ടീസ് കൊടുക്കുന്നു, ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ വരുന്ന ഒരു പാരന്റിങ് സ്റ്റൈലുണ്ട്. നമുക്ക് അടുത്തതിൽ പഠിക്കാം. പിന്നെ റെസ്പോൺസീവ് പാരന്റിങ്ങോ, കുട്ടി പ്രണയത്തിലൊക്കെ പെട്ടതിന് ശേഷമുള്ള പാരന്റിങ് ആണെന്ത് റെസ്പോൺസീവ് പാരന്റിങ്, റിയാക്റ്റീവ് പാരന്റിങ്. അവിടെ കൗൺസിലിംഗ് വേണ്ടി വരും. നമ്മൾ എന്നെ ദേഷ്യം പിടിച്ചുകൊണ്ടൊന്നും കാര്യമില്ല, നമ്മൾ എത്ര ക്ലാസ് എടുത്തിട്ടും കാര്യമില്ല, ലഹരിക്ക് അത് എപ്പോഴും വേണം. അതിനകത്തൊരു പോയിന്റ് അവിടെ പറയുന്നുണ്ട്, എന്താണ് ആസ്ക് ഫോർ ഹെൽപ്പ്. കൗൺസിലിംഗ് സപ്പോർട്ടിൽ നടക്കൂല. മൂന്നാമത്തത് ലാസ്റ്റ് എല്ലാ കാര്യവും നടന്നു, ഒക്കെ സംഭവിച്ചു, കുറെ കാലം കഴിഞ്ഞു, ആഫ്റ്റർ ദ മൊമെന്റ് ചാടിപ്പോയി അല്ലെങ്കിൽ എനിക്ക് അടിമപ്പെട്ടു. അവിടെയും ശരിക്കും മെഡിക്കൽ ട്രീറ്റ്മെന്റും ഇന്റർവെൻഷൻസും പിന്നെ അഡിക്ഷൻ ട്രീറ്റ്മെന്റ് പോലും വേണ്ടി വരും, ഡി അഡിക്ഷൻ ട്രീറ്റ്മെന്റ് പോലും വേണ്ടി വരുന്ന സിറ്റുവേഷനാണ് മൂന്നാമത്തെ. അപ്പൊ അതിലേക്ക് എത്താതിരിക്കുന്നത് എന്ത് വേണമെന്നറിയോ? ഇതിൽ ഏതാ നമ്മൾ ഉഷാറാക്കേണ്ടത്? ഏതാ ഉഷാറാക്കേണ്ടത്? നമ്പർ വൺ ഉഷാറാക്കിയാൽ മതി. ഇത് പലപ്പോഴും നമ്മൾ പാരന്റിംഗ് ക്ലാസ്സിൽ നിന്ന് ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഇപ്പൊ നിങ്ങൾ MSSന്റെ ആൾക്കാരാണ്, കുറച്ച് നല്ല എഡ്യൂക്കേറ്റഡ് ആയ പ്രബുദ്ധരായ ആൾക്കാരാണ്. നിങ്ങൾ അയൽപക്കത്തെ ഫാമിലികൾക്ക് പ്രിവെന്റീവ് പാരന്റിംഗ് പഠിപ്പിച്ചു കൊടുത്താൽ നാളെ ഒരു ലഹരി നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നമ്മുടെ സമൂഹത്തില് MSS ശരിക്കും പ്രീമാരിൽ നന്നായി നടത്താറുണ്ട്. ഞാൻ തന്നെ ഒത്തിരി പ്രോഗ്രാം നടത്തിയിട്ടുണ്ട്. MSS പ്രീമാരിൽ മേഖലയിൽ ചെലുത്തുന്ന ശ്രദ്ധ മറ്റ് സംഘടനകളിൽ കൊടുക്കുകയാണെങ്കിൽ സമൂഹം ഒന്ന് രക്ഷപ്പെട്ടു പോകും. മറ്റുള്ള പലതും കൊടുക്കാറില്ല. ഇതൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ്, പ്രീമാരൈറ്റൽ എഡ്യൂക്കേഷൻ. അപ്പൊ അതിന് പ്രിവെന്റീവ് പാരന്റിംഗ് അപ്ലൈ പഠിക്കണം. അപ്പൊ നമ്മള് പിന്നെ ഇന്നത്തെ ഒരു വേറൊരു കാര്യം എന്ന് പറയുന്നത് ലിവിങ് ടുഗദർ. എന്നോട് ഒരിക്കലും ഒരു പെൺകുട്ടി ക്ലാസ്സിൽ ചോദിച്ചു, ലിവിങ് ടുഗദറിനെ കുറിച്ച് സാറിന്റെ അഭിപ്രായം. ഞാൻ പറഞ്ഞു, കിളികൾ അതിനേക്കാൾ ഈസല്ല. ഇത് എന്റെ വീട്ടിലൊന്നും ഒരു കിളിയാ. അവരൊരു ലിവിങ് ടുഗദർ ഞാനിങ്ങനെ നിരീക്ഷിക്കുകയാണ്. ഇതാണ് കിളികൾ. അവര് ലിവിങ് ടുഗദർ നടത്തിയിട്ട് കുട്ടി വലുതായതിനു ശേഷം കൂട് തട്ടി തകർത്താണ് പിന്നുകൊണ്ടത്. കുട്ടി വലുതായിട്ടാണ്. ഇന്നത്തെ ലിവിങ് ടുഗദറിന്റെ ആൾക്കാർക്ക് ഒന്നുമില്ല. അവര് ആഘോഷമായി, കുട്ടി വേണ്ട, ഒന്നും വേണ്ട. പിന്നെ പൊട്ടിത്തെറിച്ചിട്ട് പിന്നെ അങ്ങോട്ട് കൊണ്ട് കുറ്റം പറയാൻ പോലും പാടില്ല. ശരിക്ക് ലിവിങ് ടുഗദർ എന്ന് പറയുന്ന ഇന്നത്തെ ഒരു കാലഘട്ടം ഉണ്ടാക്കിയ നമ്പർ 1 പാട്രിയാർക്കൽ സിസ്റ്റം, അതിനെ നമ്മൾ എതിർക്കേണ്ടതാണ്. നമ്പർ 1 വ്യഭിചാരത്തിന്റെ സിസ്റ്റമാണത്. പുരുഷന്റെ സൗകര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയ സിസ്റ്റമാണത് ലിവിങ് ടുഗദർ എന്ന് പറയുന്നത്. എത്ര വലിയ സെലിബ്രിറ്റികളൊക്കെ അതിന്റെ കൂടെ പോവാ. എന്നിട്ട് ചില ആൾക്കാർ നമ്മളത് നല്ലതെന്ന് കരുതി പോകുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ അന്നത്തെ ഒരു കാലഘട്ടത്തിലെ കുടുംബത്തിന്റെ വലിയ വെല്ലുവിളിയാണ് കൂടി നമ്മൾ മനസ്സിലാക്കണം. ലിവിങ് ടുഗദർ ഇസ് എ ബിഗ് ചാലഞ്ച്. കല്യാണം വേണ്ട എന്ന് പറയുന്നത് വേറൊരു ചാലഞ്ച്. ലെസ്ബിയൻ അത് വലിയൊരു ചാലഞ്ച്. അപ്പൊ ചലഞ്ചുകൾ ഒരുപാടുള്ള ഒരു കാലഘട്ടത്തിൽ പ്രിവെന്റീവ് പാരന്റിംഗിലേക്ക് നമ്മൾ പോകണം. കിളികളെ അത്ര പോലും റെസ്പോൺസിബിലിറ്റി എന്തിൽ നമ്മളെ പിന്നെ ഇവർക്കില്ല, ലിവിങ് ടുഗദർ ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ആക്ച്വലി വാട്ട് ഈസ് മാരേജ്? അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് മാരേജ്. ദിസ് ഈസ് കോൾഡ് മാരേജ്. സ്ത്രീ പുരുഷന്റെ കുടുംബത്തിന്റെ അടിസ്ഥാനപരമായ കാര്യമാണ്. മെയ്ഡ് ഫോർ ഈച്ച് അതർ. സർവശക്തനായ അല്ലാഹു സ്ത്രീ പുരുഷനെ മാത്രമാണ് മെയ്ഡ് ഫോർ ഈച്ച് അതർ ആക്കിയത്. അങ്ങനെ തന്നെയാണ് സ്ത്രീ പുരുഷനുമാണ് ഇത് ഒരുമിച്ച് ജീവിക്കേണ്ടത്. ഇത് രണ്ടും തുല്യരല്ല. അതിന് മേലെന്തോ സ്ത്രീയും പുരുഷനും യുണീക്കാണ്. ഈ തുല്യത എഡ്യൂക്കേഷനേക്കാൾ ഇവിടെ വേണ്ടത് വി നീഡ് ദിസ് യുണീക്ക്നെസ് എഡ്യൂക്കേഷൻ. മെയിൽ ഈസ് യുണീക്ക് ആൻഡ് ഫീമെയിൽ ഈസ് യുണീക്ക്. രണ്ട് യുണീക്കായ ആൾക്കാരാണ്. ആരാ മേലെന്ന് പറയാൻ പറ്റില്ല. ചില കാര്യങ്ങളിൽ ചില ആൾക്കാർ മേലെയാണ്. ഒരിക്കലും കോളേജിൽ പോയപ്പോൾ ഒരു പെൺകുട്ടി എന്നെ തീരെ വിടുന്നില്ല. സ്ത്രീ സമം പുരുഷൻ, പുരുഷൻ സമം സ്ത്രീ, അങ്ങനെ വാദിച്ച് അവിടെ പോവാ. അപ്പൊ അവിടെ ഒരു പിന്നെ ബിൽഡിങ്ങിന്റെ പണി നടക്കുന്നുണ്ടായിരുന്നു. തൊട്ടപ്പുറത്തെ കാട്ടിൽ ഒരു ബംഗാളി മൂത്ര വയ്ക്കുന്നുണ്ട്. ഞാൻ ആ പെൺകുട്ടിയോട് പറഞ്ഞു, ഈക്വലാണ്, ഞാൻ ഈ നിമിഷം സമ്മതിക്കാം, നീ പോയി മൂത്ര വെച്ചു വാ, അതേമാതിരി വെച്ച് വരണമെന്ന്. പോയില്ല. അപ്പൊ ഞാൻ പറഞ്ഞ സ്ത്രീ പുരുഷനും തമ്മിൽ എന്തൊക്കെയോ ചില മാറ്റങ്ങളുണ്ട്, എന്തൊക്കെയോ ചില ലിമിറ്റേഷൻസ് ഉണ്ട്. അത്രേ ഉള്ളൂ. യുണീക്കാണ്, അത്രേ ഉള്ളൂ. അപ്പോ ഇതാണ് വിവാഹം. പിന്നെയോ അട്രാക്ട് ചെയ്തത്. അട്രാക്ഷൻ ആണ് സ്ത്രീ പുരുഷനും തമ്മിലുണ്ട്. അട്രാക്ഷൻ കൊണ്ടാണ് സമൂഹം, സൊസൈറ്റി ഒക്കെ മുന്നോട്ട് പോണത്. ആ അട്രാക്ഷൻ ഉണ്ടാക്കി നമ്മൾ ഒരു സൊസൈറ്റി ഫോർമേഷനിൽ കൊണ്ടുവന്ന സിസ്റ്റമാണ് മാരേജ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് സൊസൈറ്റി ഉണ്ടായത്. പിന്നെ റെസ്പോൺസിബിലിറ്റി, അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പോൺസിബിലിറ്റി ഉണ്ട്. റെസ്പെക്ട് ഈച്ച് അതർ, പരസ്പരം റെസ്പെക്ട് വേണം. ഏത് പ്രായത്തിലും റെസ്പെക്ട് വേണം. ഒരു വൺ വേ ട്രാഫിക് അല്ല റെസ്പെക്ട്. റെസ്പെക്ട് നമ്മുടെ കുടുംബത്തിന്റെ കൾച്ചറാണ്.
കുറച്ച് സ്പീഡ് പോവുകയാണ്, സമയം കുറച്ച് കുറവായിരുന്നു. ഇൻവോൾവ്, തീരുമാനങ്ങളിൽ എന്താ പറയുക, ഇൻവോൾവ്മെന്റ് വേണം. ഫാമിലി ഷുഡ് ബി DD ഫാമിലി. DD ഫാമിലി ഈസ് ഡിസ്കഷൻ ആൻഡ് ഡിസിഷൻ. അതാണ് ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്നത്. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ആക്റ്റീവ് ആവണം. വെറുതെ ഇങ്ങനെ ചെയ്യുന്ന ഒന്നും ഇണ്ടാതെ പോവല്ല, ആക്റ്റീവ് ആവണം. ലെവലിലേക്ക് പഠിക്കണം. ജനറസ്, ഉദാരമായ സമീപനം, പരസ്പരം എംപവറിംഗ്. വിദ്യാഭ്യാസ മേഖലയിലും ബാക്കി കാര്യങ്ങളിലും ഒക്കെ എംപവർമെന്റ് വേണം. ആ ഫാമിലി മെമ്പേർഡ് ആവണം, അടുത്ത ഫാമിലി മെമ്പേർഡ് ആവണം, നമ്മളെ കൂടെ നമ്മളെ നൈബേഴ്സ് എംപവേർഡ് ആവണം. സോഷ്യൽ എംപവർമെന്റ് നടക്കണം. MSSലൊക്കെ പ്രവർത്തിച്ചിട്ട് സോഷ്യൽ എംപവർമെന്റും സെൽഫ് എംപവർമെന്റും എല്ലാം നടക്കണം. ഓക്കെ, ഇതാണ്. പിന്നെ അങ്ങനെയൊക്കെ ആണെങ്കിൽ അങ്ങനെ നമ്മൾ മാരേജിനൊക്കെ കാണുകയും പിന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും ചെയ്യും. നമ്മുടെ വീടിന് നമുക്ക് നല്ല മനോഹരമായ പല പേര് കൊടുക്കാൻ പറ്റും. വീടിന് നമുക്ക് നല്ല മനോഹരമായ പേര് കൊടുക്കാൻ പറ്റും. ഇതിപ്പോൾ നിങ്ങളുടെ വീടാണെങ്കിൽ, ഇങ്ങനെ സ്നേഹമുള്ള വീടാണ് നിങ്ങളുടെ വീട്, നിങ്ങൾക്ക് പേര് കൊടുക്കുക. ലവ് ഷോർ. വെരി ഗുഡ്, വെരി ഗുഡ്. നല്ലൊരു കേട്ടോളൂ. ഗുഡ് ഗുഡ്. ലവ് ഷോർ. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും വീടിന് പേര് സജസ്റ്റ് ചെയ്യണ്ടോ? ഇപ്പൊ നിങ്ങൾ കൊടുക്കുന്ന സ്നേഹം എല്ലാം കൂടി വെച്ചിട്ടുള്ള വീടിന് പേര് ബൈത്തുർ റഹ്മ. മാഷാഅല്ലാഹ്, വെരി ഗുഡ്. നല്ല കേട്ടു. ഗുഡ് ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ബൈത്തുർ റഹ്മ. പിന്നെ വേറെ ബൈത്തുൽ മഹബ്ബത്ത് അല്ലേ? ആ, ഗുഡ്. പിന്നെ വേറെ പേരൊന്നുമില്ല. അങ്ങനെ എന്റെ കൂടെ അങ്ങോട്ട് ചിന്തിക്കൂ. പറഞ്ഞോളൂ. സജഷൻ, നെയിം സജഷൻ പറഞ്ഞോളൂ. സിംഫണി. ആ, വെരി ഗുഡ്, വെരി ഗുഡ്. സിംഫണി, സിംഫണി, സിംഫണി ആവാം, ഹാർമോണി ആവാം, ആവാം. ഓക്കെ, ഇപ്പൊ ഞാനിവിടെ ഇടാൻ ശ്രമിച്ച പേര് ഹെവൻലി പ്ലേസ്, സ്വർഗീയമായ സ്ഥലം, ഭൂമിയിലെ സ്വർഗത. നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള വീട്. അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മരുമകള് പല്ലിയേക്കാത്ത മരുമകളാണ്. എന്ത് ചെയ്യും? സപ്പോസ് ഇറ്റ്സ് ആൻ ഇമാജിനറി ക്വസ്റ്റ്യൻ. തേപ്പിക്കും. എങ്ങനെ തേപ്പിക്കും? എങ്ങനെ തേപ്പിക്കും? ഒന്ന്, മരുമകളെ നമ്മൾ പല്ല് തേപ്പിക്കാൻ പോകുമ്പോൾ പ്രശ്നമാവും. മരുമകളെ പല്ല് തേപ്പിക്കുന്നത് നമ്മളെ മകന് ആ സ്കില്ല് വേണം. ഇന്നത്തെ തലമുറക്ക് ഒന്നുണ്ടല്ലോ, ഇങ്ങനൊന്നും മോഡിഫൈ ചെയ്യാനുള്ള സ്കില്ലില്ല. അതാ വലിയൊരു പ്രശ്നം. ഞാൻ പറയാറുണ്ട്, ഈ ഒരു ഉദാഹരണം വെച്ചിട്ട് പറയാറുണ്ട്. എന്താണെന്ന് അറിയാം, പിന്നെ ഇണ മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ ആരോ പല്ല് തേക്കാത്ത ആളുകൾ രണ്ടുപേരും കൂടി ഒരു 2 ബ്രഷ് എടുക്കുക, മ്യൂച്വൽ ബ്രഷിങ്ങൾ നടപ്പിലാക്കുക. എന്നിട്ട് അതിന് ശേഷം ഒരു നല്ലൊരു ഡെന്റിസ്റ്റിന്റെ ക്ലാസ് കേൾക്കുക. അപ്പൊ അവിടെ എന്തായി? അണ്ടർസ്റ്റാൻഡിങ് നടന്നു. അഡ്ജസ്റ്റ്മെന്റ് ആണെങ്കിൽ എന്ത്, എന്റെ മരുമകളല്ലേ, എന്റെ ഭർത്താവല്ലേ നേരിട്ട് മൂക്കും പൊത്തി നടക്കലാണെന്ത്? അഡ്ജസ്റ്റ്മെന്റ്. ഫാമിലിയിൽ അഡ്ജസ്റ്റ്മെന്റ് പറ്റൂല. അഡ്ജസ്റ്റ് ചെയ്യുന്നതോറും പ്രശ്നമാവും. ഫാമിലിയിൽ മാത്രമല്ല, നമ്മൾ ഒരു റിലേഷൻഷിപ്പിൽ അഡ്ജസ്റ്റ്മെന്റ് പറ്റൂല. ഒരു റിലേഷൻഷിപ്പിൽ അഡ്ജസ്റ്റ്മെന്റ് പറ്റൂല. MSSന്റെ യൂണിറ്റിൽ അഡ്ജസ്റ്റ്മെന്റ് പറ്റൂല. ചേഞ്ച് ചെയ്യേണ്ട കാര്യങ്ങൾ പ്രസിഡന്റ് ഒന്നും ലേറ്റ് ആയി വരും. അഡ്ജസ്റ്റ് ചെയ്യാം. അഡ്ജസ്റ്റ് ചെയ്താൽ ആ മീറ്റിംഗിന്റെ മെച്ചൂരിറ്റി പോകും, മീറ്റിംഗിന്റെ കൾച്ചർ പോകും. നമ്മളെന്താ ചെയ്യേണ്ടത്? ആ പ്രസിഡന്റിനെ എങ്ങനെയെങ്കിലും നമ്മൾ നേരത്തെ എത്തിക്കാൻ ശ്രമിക്കണം. ദാറ്റ് ഈസ് അണ്ടർസ്റ്റാൻഡിങ്. അണ്ടർസ്റ്റാൻഡിങ് ലീഡ്സ് ടു ചേഞ്ച്. നമ്മൾ കൗൺസിലിംഗിൽ എപ്പോഴും ഉണ്ടല്ലോ, അണ്ടർസ്റ്റാൻഡിങ്ങിൽ ശ്രമിക്കാറില്ല. പേഷ്യൻസിന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ മാറ്റം വരുത്താനും അവർക്ക് സ്വയം മാറാനൊക്കെ സുഖമാണ്. ഓക്കെ, ഹെവൻലി പ്ലേസ് ആവും ഒരു പേര്. അടുത്തൊരു പേര് ലവ് ഹോം. ഇവിടെ ലവ് ഷോർ എന്ന് പറഞ്ഞു, ലവ് ഹോം ആവാം. പിന്നെ അങ്ങനെയൊക്കെ അങ്ങനെ കൊടുത്ത അണ്ടർസ്റ്റാൻഡിങ് സെന്റർ. Then comes what is family. ഒരുപാട് എക്സ്പാൻഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. തൽക്കാലം നിങ്ങൾ എൻ്റെ എക്സ്പാൻഷൻ കേൾക്കുക. ഫാമിലീസ് ഫ്യൂച്ചർ ആക്ഷൻസ് മെയ്ഡ് ഇൻഡിവിജ്വലി ടു ലീവ് ഇയേഴ്സ്. ഇത് ഗൂഗിളിലൊന്നും കിട്ടില്ല. ദിസ് മൈ ഓൺ എക്സ്പാൻഷൻ. കുറെ കൗൺസിലിംഗ് നടത്തുമ്പോൾ നമ്മുടെ ചിന്തയിൽ വരുന്ന എക്സ്പാൻഷൻ നിങ്ങളുമായി ഷെയർ ചെയ്താണ്. ഫാമിലി ഫ്യൂച്ചർ ആക്ഷൻസ് ആണ്, ഭാവിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ്. അതേ അവിടെ നടക്കാവുള്ളൂ. നമ്മുടെ സംസാരവും നമ്മുടെ ഫാമിലിക്കുള്ളിലെ കാര്യങ്ങളൊക്കെ ഫ്യൂച്ചർ മുന്നിട്ട് കൊണ്ടാവണം. ഫ്യൂച്ചർ ആക്ഷൻസ് ആണ്. മെയ്ഡ് ഇന്റിമേറ്റ്ലി, അടുപ്പത്തോടുകൂടി ഉണ്ടാക്കണം. ഇന്റിമസി അവിടെ പ്രധാനപ്പെട്ടതാണ്. ഇന്റിമസി ഉണ്ടാവണം. എന്ത് വേണം? അണ്ടർസ്റ്റാൻഡിങ് വേണം. അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. വൈഫിന് ദേഷ്യപ്പെടുന്ന സമയം അറിയാവുന്ന പുരുഷന്മാർക്കൊന്ന് കൈവക്കുക. വൈഫിന് ദേഷ്യം പിടിക്കുന്ന സമയം അറിയാവുന്ന പുരുഷന്മാർ കൈവക്കുക. അറിയാം, കറക്റ്റ് അറിയാം. ഓക്കെ, പലർക്കും അറിഞ്ഞോടെ കൊടുക്കുമെന്ന് ശരിക്കും മുന്നോട്ട് പോവില്ല. ഈ മെൻസസിന്റെ തൊട്ട് മുന്നേ
മെൻസസിന് തൊട്ട് മുന്നേ ദേഷ്യം പിടിക്കാൻ ചാൻസ് കുറച്ച് കൂടുതലാണ്. ആണുങ്ങൾക്ക് ദേഷ്യം പിടിക്കുന്ന സമയം കറക്റ്റ് അറിയാവുന്ന സഹോദരിമാർക്ക് ഒന്ന് കൈ വെക്കുക. ഓക്കെ, ഏതാണ് സമയം? ഏതാ സമയം? പറഞ്ഞോളൂ, ഏതാ സമയം? അറിയാമോ? പറഞ്ഞാൽ മാത്രമല്ല പറയണ്ടേ. ഏതാണ് സമയം? പൈസ ഇല്ലെങ്കിൽ വെരി ഗുഡ്, നല്ല കൈയ്യൊക്കെ കേൾക്കും. പൈസക്ക് ടൈറ്റ് ആവുകയാണ്. ഓക്കെ ഗുഡ്. അപ്പൊ പൈസക്ക് ടൈറ്റ് ആകുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ആണുങ്ങൾ ഒരു പ്രശ്നം പറഞ്ഞ് വീട്ടിലോട്ട് വരുമ്പോഴേ, അല്ലെങ്കിൽ പൈസക്ക് ടൈറ്റ് ആന്ന് പറയുമ്പോൾ ചില ഭാര്യ പറയും ഞാൻ അപ്പളേ പറഞ്ഞില്ല ബിസിനസ് തുടങ്ങണ്ടെന്ന്. അതോടുകൂടി എരിക്കിട്ട് കൂടും. ആണുങ്ങൾ ടൈറ്റിൽ ഏർപ്പെടുന്ന സമയത്ത്, ദേഷ്യം പിടിക്കുന്ന സമയത്ത് നല്ല കട്ടൻ ചായ കോഴികളൊക്കെ കൊടുക്കി അതാ ചെയ്യേണ്ടത്. നേരെ മറിച്ച് സ്ത്രീകൾ ടെൻഷനിലാണെങ്കിലോ, സ്ത്രീകൾ ടെൻഷനിലാണെങ്കിൽ ഒരു ഇതുമില്ല, ഒന്നങ്ങോട്ട് കേട്ടാ മതി. അതിന് പല വീട്ടിലുണ്ടല്ലോ പുരുഷന്മാർ കേൾക്കൂല. അതുകൊണ്ടാണ് നമുക്ക് കൗൺസിലിങ്ങിന് കേസ് കിട്ടുന്നത്. സ്ത്രീകൾ പ്രശ്നം പറഞ്ഞു നിൽക്കുന്ന ആൾക്കാരാണ്. ഒരു സ്ത്രീയും പുരുഷനും കൂടി ഇന്നിപ്പോ ഇവിടെ വന്ന് ഇതിനെ കുറിച്ചൊരു സഹോദരി എന്താ പറയുന്നത്? നല്ല ഓഡിറ്റോറിയം ഏസിട്ടുണ്ടായിരുന്നു, ഇവിടെ ഒരു കർട്ടൻ ഉണ്ടായിരുന്നു, അങ്ങനെ ക്ലാസ്സിന്റെ കാര്യങ്ങളൊക്കെ വിശദീകരിക്കും. ഒരു പുരുഷനോട് ചോദിച്ചാലോ, ആ നല്ല പരിപാടി ക്ലാസ് ഉണ്ടായിരുന്നു, ലാസ്റ്റ് നല്ല ബിരിയാണി വെച്ചു. സിമ്പിൾ. പുരുഷന്മാരാണ് വളരെ കുറച്ച് സംസാരിക്കുക. സ്ത്രീകൾ ഒരുപാട് വിശദീകരിച്ച് സംസാരിക്കും. അത് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വ്യത്യാസമാണ്. ഓക്കെ, നമുക്ക് അതിനകത്തൊന്നും ഡീറ്റെയിൽ ആയിട്ട് പോകാൻ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ചുരുക്കുകയാണ്. അപ്പോൾ ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഫാമിലി. അടുപ്പുണ്ടാവണമെങ്കിൽ പരസ്പരം മനസ്സിലാക്കണം കേട്ടോ. ഞാനൊരിക്കലും കൗമാരക്കാരായ ബോയ്സിന്റെ ഒരു ക്ലാസ്സിൽ, സിംഗിൾ ഹിന്ദുക്കളൊക്കെ ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, ബോയ്സിനോട് പറഞ്ഞു, വീട്ടിൽ ചെന്നിട്ട് അമ്മ അമ്പലത്തിൽ പോകുന്നില്ലെങ്കിൽ, അമ്മ നിസ്കരിക്കുന്നില്ലെങ്കിൽ അടുക്കളയിൽ എന്നെ സഹായിക്കണം. അങ്ങനെ പ്രോമിസ് ചെയ്ത് മഞ്ചേരി ഭാഗത്തുണ്ടായ സമിതിയാണ്. ഈ കുട്ടി പിടിച്ചു നോക്കുമ്പോൾ എന്നെ അമ്മ നിസ്കരിക്കുന്നില്ല, ഇവൻ അടുക്കളയിൽ കയറി എന്നെ സഹായിച്ചു. 25 വർഷമായിട്ട് കുടുംബജീവിതം നയിക്കുന്ന ഒരു ഫാമിലിയാണ്. ബാപ്പ വന്ന് നോക്കുമ്പോൾ ഇവനിങ്ങനെ അടുക്കളയിൽ കൂടി ഇങ്ങനെ വെട്ടക്കളിയാണ്. ബാപ്പനെ കളിയാക്കി. അപ്പോൾ ഓൻ പറഞ്ഞു ബാപ്പനോട്, ഞാനിങ്ങനെ സ്കൂളിൽ നിന്ന് ഒരു സെക്സ് എഡ്യൂക്കേഷൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു, ഞാനൊരു തീരുമാനം എടുത്തിട്ടാണ് ഞാൻ വന്നത്, ഞാൻ നടപ്പിലാക്കുകയാണ്. ബാപ്പക്ക് അതൊരു വലിയൊരു പാടായി. ബാപ്പയും കൂടി അന്ന് സഹായിക്കാൻ. അന്ന് രാത്രി ഈ കുടുംബം എന്നെ വീഡിയോ കോൾ ചെയ്യാം. വീഡിയോ കോൾ നമുക്ക് ഒറ്റയടിക്ക് വന്ന് എടുക്കാൻ പറ്റില്ലല്ലോ, എടുത്തില്ല. അപ്പോൾ ചാറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വീഡിയോ കോൾ എടുത്തു. സന്തോഷം കൊണ്ട് ആ കുടുംബം കരയായിരുന്നു. ആദ്യമായിട്ട് ആ ഒരു സഹോദരിയുടെ മെൻസസ് ആ കുടുംബത്തിന്റെ മെൻസസ്സായി മാറി. ഞാൻ MSSന്റെ പ്രബുദ്ധരായ സദസ്സിനോട് ചോദിക്കുകയാണ്, നിങ്ങളൊക്കെ വീട്ടിൽ നിങ്ങളുടെ ഇതാണ് അവരുടെ മെൻസസ് കുടുംബത്തിന്റെ മെൻസസ്സായി മാറ്റാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ we are a failure in our family. Menses is for the family. മെൻസസിന്റെ കുടുംബത്തിന് വേണ്ടിയുള്ളതാണോ? അങ്ങനെയുള്ള കുടുംബത്തിൽ പെൺകുട്ടിയെ മനസ്സിലാക്കുന്ന ആൺകുട്ടി ആ വീട്ടിൽ ധൈര്യമായിട്ട് കെട്ടിക്കുക. ഞാനിപ്പോ പെൺകുട്ടിയോട് പറയാറുണ്ട്, പരസ്പരം കാണുന്ന സമയത്ത് ചെക്കനോട് ചോദിക്കണം, ഉമ്മയെ അടുക്കളയിൽ മുസ്ലിങ്ങളോട് പറയാം നിസ്കരിക്കാത്ത സമയത്ത് സഹായിക്കുന്ന ആളാണ് ധൈര്യമായിട്ട് കെട്ടിക്കണം പറയും. അവന് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവില്ല. ആ രീതിയിലേക്ക് നമ്മൾ കുട്ടികളെ വളർത്തിയിട്ടില്ലെങ്കിൽ അത് ലഹരിയുള്ള കുടുംബത്തിലേ നടക്കുള്ളൂ. ഇതൊക്കെ വളരെ സിമ്പിളാണ്. ഫാമിലി മീറ്റിംഗിൽ പറയുന്നത് ഇവിടെ അമ്മന്റെ മെൻസസ് ആണ്, പെങ്ങളെ മെൻസസ് ആണ്, നമ്മൾ അവളെ സപ്പോർട്ട് ചെയ്യണം. ഇതിന്റെ കുടുംബത്തിനുള്ളിൽ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ എന്തിനാണ് പഠിക്കുന്നത്? ആ മടിയാണ് നമ്മുടെ വലിയ പ്രശ്നം. ആ മടി നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് നമ്മുടെ പ്രശ്നം. നമ്മൾ കുറെ സംഘടനകളും കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. ഈ ഫാമിലി എഡ്യൂക്കേഷൻ, റൈറ്റ് ഫാമിലി എഡ്യൂക്കേഷൻ നമ്മുടെ പഞ്ചായത്തോ പിന്നെ ആരും ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ സ്ത്രീ പുരുഷ സമത്വം അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് അതിനാണ് റിയൽ ഫാമിലി എഡ്യൂക്കേഷൻ നമുക്ക് വേണ്ടത്. അത് ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. അപ്പൊ ആ കുടുംബം കരഞ്ഞു. ഇപ്പോഴും ആ ദിവസം പിന്നെ പറയുമ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമാവും. അങ്ങനെയൊക്കെ മാറ്റം വരുത്തുമാണ് കുടുംബമായി മാറുന്നത്. നിങ്ങൾ അങ്ങനെയൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കുക, പ്രത്യേകിച്ച് സഹോദരന്മാരുണ്ട്. പിന്നെ ദേഷ്യം വരുന്ന വേറെ സമയം മെൻസസ് നിന്ന് പെൻഷനാവുന്ന ഒരു സമയമുണ്ട്. ഈ ഭാഗമൊന്നും നമ്മളെ ഗവൺമെന്റും കോടതിയൊന്നും കേട്ടിട്ടില്ല. എന്ത് മെൻസസ് എന്നത് തെറ്റായ ഒരു പദമാണ്. സ്ത്രീകൾക്ക് മെൻസസ് ഉണ്ടാവുന്നു, പേര് ആണിൻ്റെ, അത് വുമൻസസ് ആക്കണം. പിന്നെ മെൻസസ് സ്ത്രീകൾക്ക് ഒരു പെൻഷൻ പ്രായമുണ്ട്, മെനപ്പോസ് എന്ന് പറയുന്നത്, അവിടെ മെൻ തന്നെയാണ്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്.
അപ്പൊ അങ്ങനെ ബയോളജിയിൽ അങ്ങനെ പേര് വന്നതാണ്. ശരിക്കും അതിന്റെ പേര് വിമൽ ആക്കണം. എന്താ ഒക്കെ മാറ്റം മെന്റൽ രണ്ടാമത്. ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ്. അങ്ങനെ എടുത്താൽ അങ്ങനെ കൗൺസിലിംഗ് നാളെ കൂടുതൽ കിട്ടും. എല്ലാ പ്രശ്നവും ഒരാളെന്നാണെന്ന് അവനാന്റെ പ്രശ്നത്തിന്റെ ഉറവിടവും അവനാന്റെ പ്രശ്നത്തിന്റെ പരിഹാരവും നമ്മളിൽ നിന്നാണ് കണ്ടെത്തുമ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും. എല്ലാത്തിനും പുറമേക്ക് പോയാൽ നമുക്കൊന്നും സാധിക്കാൻ പറ്റില്ല. എല്ലാ പ്രോബ്ലത്തിന്റെ ഉത്തരം നമ്മളിലുണ്ട്. കൗൺസിലിംഗിൽ ഒരു സ്കൂൾ ഓഫ് തോട്ട് നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗ് ആണ്. ഒരു വ്യക്തിയോട് ഒന്നും നിർദ്ദേശിച്ചു കൊടുക്കില്ല, അയാളുടെ പ്രശ്നത്തിന്റെ പരിഹാരം അയാൾക്കുള്ളിൽ തന്നെ ഉണ്ട്. നമ്മൾ സൊല്യൂഷൻ ഫോക്കസ്ഡ് ബ്രീഫ് തെറാപ്പി എന്നാണ് സാധനം SFBTയിലൊക്കെ പ്രധാനമായിട്ടും പഠിപ്പിക്കുന്നതാണ്. ആ വ്യക്തിയെ തന്നെ സൊല്യൂഷനിലേക്ക് എത്തിക്കുക. അനദർ പിന്നെ എന്താ പറയുക സ്ട്രീം ഓഫ് തിങ്കിങ് അതിലോട്ട് നമ്മൾ പോകണ്ട. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചലഞ്ചസ്, ഫാമിലിയിലെ ചലഞ്ചസ് എന്തൊക്കെയാണ്? നമ്മുടെ കുടുംബത്തിൽ ഇന്നത്തെ ചലഞ്ചസ് ലൂസിങ് എക്സാമ്പിൾസ്. നമുക്ക് നമ്മുടെ നല്ല കുടുംബ ജീവിതത്തിന്റെ എക്സാമ്പിൾ നമുക്ക് ആരും കാണിച്ചു തരുന്നില്ല, നമ്മൾ കാണുന്നില്ല. അപ്പുറത്തും നോക്കിയാൽ കാണാൻ പറ്റുന്നില്ല. എന്താണ്? നമുക്ക് പ്രോപ്പർ ഫാമിലി എഡ്യൂക്കേഷൻ ഇല്ല. നിങ്ങൾക്കറിയോ, ലോകത്തെ ഏറ്റവും നല്ല ഫാമിലി എഡ്യൂക്കേഷൻ കൊടുക്കുന്നതും പ്രീമാരിറ്റൽ എഡ്യൂക്കേഷൻ നിർബന്ധമായി നടപ്പിലാക്കുന്നതും പ്രഗ്നന്റ് ലേഡീസിന് റിക്രിയേഷൻ ക്ലബ് ഉള്ള രാജ്യമാണ്. ഏതായിരിക്കും? ഒന്ന് ഊഹിച്ചോളൂ. ഏതായിരിക്കും രാജ്യം? ഗർഭിണികൾക്ക് റിക്രിയേഷൻ ക്ലബ്, ടെൻഷൻ അടിക്കാൻ വെക്കാൻ. ഏതായിരിക്കും രാജ്യം? ഏതായിരിക്കും? ഇസ്രായേലാണ്. എന്താണ്? അമേരിക്ക അല്ലേ? ഇസ്രായേലാണ്. ഫിൻലാൻഡിലൊന്നുമില്ല. ഫിൻലാൻഡില് അതൊന്നും വന്നില്ല. ഇസ്രായേൽ അതുണ്ട്. ഇസ്രായേൽ അതുള്ളത് കൊണ്ട് അവരുടെ ജനറേഷൻ ലോകത്തിന് ബുദ്ധി കൊണ്ട് ഭരിക്കുകയാണ്. അപ്പൊ എന്തൊക്കെ വേണം? നല്ല പോഷകാഹാരം വേണം, പ്രീമാരിറ്റൽ എഡ്യൂക്കേഷൻ വേണം, ഗർഭിണികൾക്ക് റിക്രിയേഷൻ ക്ലബ്ബ് വേണം. നമ്മുടെ നാട്ടിലൊന്നുമില്ല, സോഫാർ വന്നിട്ടില്ല. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയില് പ്രീമാരിറ്റൽ എഡ്യൂക്കേഷൻ നിർബന്ധമാണ്. പക്ഷെ ഞാൻ ചില ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി പ്രീമാരിറ്റൽ എഡ്യൂക്കേഷൻ നടത്തിയെടുത്ത് പോയി ക്ലാസ് എടുത്തപ്പോ എന്നോട് അവരെ കുറിച്ച് പറഞ്ഞത്, ഈ പള്ളിയിൽ അച്ഛൻ പ്രീമാരിറ്റൽ എടുത്തിട്ട് ഇതാകെ കൊളാക്കുന്നുണ്ട്. ചില ഉസ്താദ്മാർ വേദറിഞ്ഞ് കൊളാക്കുന്ന പോലെ പ്രീമാരിറ്റൽ അങ്ങനെ പറഞ്ഞ് കൊളാക്കുന്നുണ്ട് പലരും. അപ്പോ നമ്മൾ ഈ പ്രീമാരിറ്റൽ കഴിഞ്ഞ് വൈകുന്നേരം ഒന്ന് രണ്ട് ആ പണ്ടത്തെ ക്ലാസ്സിൽ പങ്കെടുത്ത ഒന്ന് രണ്ട് എന്താ പറയുക നല്ല സ്ട്രോങ് ക്രിസ്ത്യൻ ബിലീഫ് തന്നെ ഹക്ക് ചെയ്തു. നൗ വി ഗോട്ട് എ പ്രീമാരിറ്റൽ എഡ്യൂക്കേഷൻ അപ്പൊ പറഞ്ഞു. അതുകൊണ്ട് മതം വല്ലാണ്ട് കലർത്തിയാലും സയന്റിഫിക്കായ കാര്യങ്ങളൊക്കെ നമുക്ക് മിസ്സാവും. അങ്ങനെ ഒരു പ്രശ്നം അതിനകത്തുണ്ട്. നമ്മൾ അവരെ വല്ലാതെ പുകഴ്ത്തേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ NSS നല്ലൊരു പ്രീമാരിറ്റൽ സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക, അതാ വേണ്ടത്. സയന്റിഫിക്കായ കാര്യങ്ങളൊക്കെ മോറലായ കാര്യങ്ങൾ ആഡ് ചെയ്യാം. ഇറ്റ്സ് എ ഗുഡ് തിങ്. ഓക്കെ. അപ്പോ എക്സാമ്പിൾ നഷ്ടപ്പെടുന്നു. എക്സാമ്പിൾ നമ്മൾ ഉണ്ടാക്കണം. എല്ലാ കുട്ടികളും മോശമായിട്ടൊന്നുമില്ല. ഞാൻ ഈ അടുത്ത് പ്രൊവിഡൻസ് കോളേജിൽ പോയപ്പോൾ അവിടെ പ്രീമാരിറ്റൽ ക്ലാസ് എടുത്തപ്പോൾ 2 കുട്ടികൾ എന്നോട് പറഞ്ഞു, സാർ ഞങ്ങൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. ഇതുവരെ ഞങ്ങൾ നല്ലൊരു ഫാമിലി ലൈഫ് കണ്ടിട്ടില്ല, നമ്മൾ തൊട്ടടുത്തൊന്നും കണ്ടിട്ടില്ല, ഒരു എക്സാമ്പിൾ നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ നിങ്ങളിത് പറഞ്ഞപ്പോൾ ഞങ്ങൾ ചിന്തിച്ചു, അപ്പൊ നല്ല ഫാമിലി ലൈഫ് ഉണ്ടാക്കാൻ സാധിക്കും, അറിവുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ സാധിക്കും. ഞങ്ങളുടെ കപ്പിളിന് ഞങ്ങൾ കെട്ടാൻ പോകുന്ന ആൾക്ക് പ്രീമാരിറ്റൽ എഡ്യൂക്കേഷൻ നമ്മൾ നിർബന്ധമാണ്. എന്നിട്ട് ഒരു കല്യാണത്തിന് മാറ്റി വെച്ച ആൾക്കാർ വേണ്ടാന്ന് തീരുമാനിച്ച ആൾ കല്യാണം വേണമെന്ന് തീരുമാനിച്ചു. റൈറ്റ് എഡ്യൂക്കേഷൻ, റാഷണൽ എഡ്യൂക്കേഷൻ കൊടുത്താൽ നമ്മുടെ തലമുറ ഇപ്പോഴും മാറാൻ തയ്യാറാണ്. അത് റാഷണൽ ആവണം, ഇമോഷണൽ പോരാ. ഓക്കെ. സോ ദ നെക്സ്റ്റ് പോയിന്റ് ഇസ് ലാക്ക് ഓഫ് നോളജ്, അറിവില്ലായ്മ. ഫാമിലി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം? ഫാമിലിയിലെ സ്ത്രീ പുരുഷനും തമ്മിലെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അത് പരസ്പരം നല്ല സിങ്ക് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് അറിവ് വേണം. സ്ത്രീയുടെ മിനിമം നീഡുകളുണ്ട്, പുരുഷന്റെ മിനിമം നീഡുകളുണ്ട്. അതൊക്കെ നമുക്ക് വേറെ ക്ലാസ്സിൽ എടുക്കാം. ലാക്ക് ഓഫ് ഇന്നോവേഷൻ, ഫാമിലി ലൈഫിനെ നവീകരിക്കുന്നില്ല. ഇപ്പൊ ഇന്നത്തെ ജനറേഷനൊക്കെ മാറുകയാണ്. ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നത് ആൽഫ ജനറേഷനിലാണ്. അതിനനുസരിച്ച് നമ്മുടെ ഫാമിലി ലൈഫ് എങ്ങനെ മാറും സിമ്പിളായിട്ട് ഞാൻ പഠിപ്പിക്കാം. അപ്പൊ മാറ്റം വരുന്നില്ല. പിന്നെ ലാക്ക് ഓഫ് ഫാമിലി മീറ്റിംഗ്, FMS കുറവാണ്, ഫാമിലി മീറ്റിംഗ് സിസ്റ്റം കുറവാണ്. അപ്പൊ നമ്മളെ ഫാമിലി ലൈഫ്, നമ്മൾ ജോലിക്ക് പോണതും, ഞാൻ ഡോക്ടറായിട്ടും സൈക്കോളജിസ്റ്റ് വർക്ക് ചെയ്യുന്ന നോക്കി നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയാണ്. അപ്പൊ അവിടെ നമ്മൾ നല്ലോണം വർക്ക് ചെയ്യേണ്ടതുണ്ട്, അവിടെ നല്ലോണം നമ്മൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. നല്ല ഫാമിലി ലൈഫ് അല്ലെങ്കിൽ കുട്ടികൾക്ക് ബുദ്ധി ഉണ്ടാവില്ല. ആ ഇസ്രായേലിന്റെ മാതൃക നമ്മുടെ ഫാമിലിയിൽ നമ്മളെ കൊണ്ടുവരും. ഇസ്രായേൽ പിന്നെ അവർ അക്രമമൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നമ്മൾ ലൈഫിലേക്ക് കൊണ്ടുവരുന്നതിന് പ്രശ്നമൊന്നുമില്ല. നമ്മൾ തീരുമാനിക്കുന്നുണ്ട്, ഈ കൂടിയിരിക്കുന്ന ആൾക്കാരൊക്കെ തീരുമാനിക്കണം, എൻ്റെ മകളെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ റൈറ്റ് ആൻഡ് ക്വാളിഫൈഡ് പ്രീ മാരിറ്റൽ എഡ്യൂക്കേഷൻ ഞാൻ കൊടുത്തിട്ടേ കെട്ടിക്കൊള്ളൂ.
നിങ്ങൾ സ്കൂട്ടർ കൊടുക്കുമോ മോൾക്ക്? ഓടിക്കാൻ അറിഞ്ഞൂടാത്ത കുട്ടിയുടെ കയ്യിൽ സ്കൂട്ടർ കൊടുക്കുമോ? ഇല്ല. അതിലും പ്രധാനപ്പെട്ടതാണ് എന്ത്? പ്രീ മാരിറ്റൽ എഡ്യൂക്കേഷൻ നടത്തിയിട്ട് മാത്രം കെട്ടിച്ചുവിടുക. ഒന്നും അറിഞ്ഞിട്ട് ആട്ടാട് കെട്ടിച്ചുവിടുക. നമ്മൾ ആകെ ചെയ്യുന്ന നമ്മളെല്ലാം കല്യാണം എല്ലാം കൂടി ഉഷാറാക്കുക. ഹൽദി, ജൽദി, മെഹന്തി, സ്വിമ്മിംഗ് പൂള്, ബീച്ച് കല്യാണം, ഫുട്ബോൾ ഗ്രൗണ്ട് കല്യാണങ്ങൾ നടത്തിയിട്ട് നമ്മൾ ഉഷാറാക്കും. തലേന്നും പിറ്റേന്നും ഉഷാറാക്കും. കല്യാണം കഴിഞ്ഞാൽ പിന്നെ തുടങ്ങി ഒരു ദുരന്ത കാലം. ഒന്നും അറിഞ്ഞൂടാ, ഇതെങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുമെന്ന് അറിഞ്ഞൂടാ, ഒന്നും അറിഞ്ഞൂടാ. ജോറാണ് എന്ത്? വെഡിങ് ജോറാണ്, ലക്ഷക്കണക്കിന് രൂപ. ബട്ട് മാരേജ് ഇസ് ഡിഫറെന്റ്. മാരേജ് ഇസ് ദാറ്റ് ലൈഫാണ് മാരേജ്. വെഡിങ് ഇസ് ദാറ്റ് ഡേ. നമ്മൾ വെഡിങ്ങിൽ ഫോക്കസ് ആകട്ടെ. പ്രത്യേകിച്ച് MSS നമ്മള് പിന്നെ എന്താ പറയാ, എനിക്ക് ഒരു ഓർമ്മയുണ്ട്, നമ്മുടെ വിവാഹ ദൂരത്തിനെതിരെയൊക്കെ ക്യാമ്പയിൻ നടത്തിയത് കേരളീയ സമൂഹത്തിന് മാതൃകാപരമായ ഒരു സംഗതിയായിരുന്നു, അല്ലെ? എന്നൊരു കൈവച്ചോളാം, നല്ല സംരംഭം സംഗതിച്ചു. അപ്പൊ അത് മാത്രം പോരാ. ഇനി ഞാൻ പറയുന്നത്, നമ്മൾ അറിഞ്ഞ് കല്യാണം കഴിക്കുക എന്ന് പറയുന്ന ക്യാമ്പയിൻ തുടങ്ങണം. അറിഞ്ഞ് കല്യാണം കഴിക്കുക. ഇനി പ്രീ മാരിറ്റൽ എഡ്യൂക്കേഷൻ ഇനി അറിയാതെ കല്യാണം കഴിച്ച ആൾക്കാർ ഇപ്പം പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. വേറെ കല്യാണം കഴിക്കണ്ടല്ലോ, നിലവിലുള്ള സിസ്റ്റത്തിന് പോയാൽ മതി. സെക്കൻഡ് മാരേജ് ഇസ് റിയലി ഡേഞ്ചറസ്. കൗൺസിലിംഗിന് കേസ് കൂടുതലില്ലാതെ. ഓക്കെ, സോ പാരന്റിംഗ് സ്റ്റൈൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് പ്രിവെന്റീവ് പാരന്റിംഗ് സ്റ്റൈലിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ഈ പാരന്റിംഗ് സ്റ്റൈൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. 4 പാരന്റിംഗ് സ്റ്റൈലാണ്. 4 രീതിയിലുള്ള പാരന്റിംഗ് സ്റ്റൈൽ ഉണ്ട്. നമ്പർ 1 പെർമിസീവ്. എല്ലാത്തിനും അനുമതിയുള്ള പാരന്റിംഗ് സ്റ്റൈലാണ്. ഒക്കെ ആവാം, കുട്ടിക്ക് തോന്നിയതൊക്കെ ആവാം. ഒരു നിർദ്ദേശവും ഇല്ല, ഒരു നിയന്ത്രണവും ഇല്ല, ഒന്നുമില്ല. കുട്ടിയുടെ മനസ്സ് തോന്നുന്ന പോലെ ചെയ്യാം. അത്തരം കുട്ടികൾ എല്ലാ ലഹരിയിലും എല്ലാ തെറ്റിലേക്കും പെടാൻ ചാൻസ് ഉണ്ട്. അടുത്തത് നെഗ്ലക്ട്ഫുൾ ആണ്. ഇവിടെ ഇമ്മ അടിമയായിരിക്കും മൊബൈൽ ഫോണിന്, അല്ലെങ്കിൽ ഇമ്മ വേറെന്തെങ്കിലും കാര്യങ്ങൾക്ക് അഡിക്റ്റ് ആയിരിക്കും. നിങ്ങൾ പിന്നെ എല്ലാ അമ്മമാരും നല്ലതാണെന്ന് കരുതരുതല്ലോ. എനിക്കങ്ങനെ ഒരു വിശ്വാസമില്ല. ഞാൻ കൗമാരക്കാരുടെ പ്രണയം ധാരാളം കുറിച്ചിട്ടുണ്ട്. 3600-ലധികം പ്രണയം കൗമാരക്കാരുടെ പ്രണയം ഞാൻ കുറിച്ചിട്ടുണ്ട്. ഇപ്പോ കോവിഡിന് ശേഷം ഒരു 100-150 പിന്നെ 45 വയസ്സുള്ള സഹോദരിമാരുടെ പ്രണയം കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഇത് വാട്സപ്പിലൊക്കെ ഒരു സ്റ്റാറ്റസ് ഉണ്ട്, 40 ശേഷമുള്ള പ്രണയം എന്നൊക്കെ സ്റ്റാറ്റസ് കണ്ടിട്ട് ചിലരൊക്കെ ഏറ്റവും അങ്ങോട്ട് പോയിട്ട് അത് പ്രണയത്തിൽ പെടുക. They make problems, we make income. Simple, very simple. ഈ അടുത്ത് ഒരു കൗമാരം പിന്നെ +1 പഠിക്കുന്ന ഒരു ആൺകുട്ടി വന്നിട്ട് എന്നോട് പറഞ്ഞു, മുസ്ലിമാണ്, എന്നോട് വന്നിട്ട് പറഞ്ഞു, സാറേ എനിക്ക് എൻ്റെ അമ്മനെ കൊല്ലണം. ഞാൻ ചോദിച്ചു, എന്തിനാ അമ്മനെ കൊല്ലുന്നത്? ഇമ്മ സ്കൂളിൽ ഗെറ്റ് പോയിട്ട് എന്നിട്ട് കൂടെ പഠിച്ച ഒരു മീൻകാരനുമായിട്ട് രാത്രിയിൽ ഡ്രസ്സ് മാറ്റി വെച്ച് വീഡിയോ കോൾ ചെയ്തു. ഞാൻ വിചാരിച്ചാൽ yes ആയിട്ട് പറഞ്ഞാലോ, തീർന്നു പോകുക, അങ്ങനത്തെ തീർന്നു പോകുന്നല്ലേ. പിന്നെ ഞാൻ അതിന്റെ ടെക്നിക്കൽ സൈഡ് ആലോചിച്ച് yes ഒക്കെ പറഞ്ഞാൽ ഡോക്ടർ അതിനെ വിട്ട് പിന്നെ അടുത്ത ക്ലാസ് എടുക്കില്ല. ഇവന് 17 വയസ്സേ ഉള്ളൂ. ഓൻ 2ാം പ്രതിയേ ആവുള്ളൂ, ഞാൻ 1ാം പ്രതിയാവുക. അതുകൊണ്ട് ഞാൻ ഈ ഫാമിലിയെ വിളിച്ചു വരുത്തി. ഞാൻ ഒറ്റക്കല്ലേ വിളിച്ചത്, അതിന്റെ അമ്മനെ വിളിച്ചു. ഇത് നല്ല ഹിജാബ് കെട്ട് മുഖത്ത് മൂടിക്കെട്ടി നടക്കുന്ന ആൾക്കാരാണ്. ഹിജാബിനെ കുറ്റപ്പെടുത്തല്ലോ കേട്ടോ. ഹിജാബ് മനസ്സിലും വേണം, മനസ്സിലും ആദ്യം വേണം, പിന്നെ മുഖത്ത്. അതാണ് എൻ്റെ പോളിസി. പിന്നെ മനസ്സിലില്ലാണ്ട് പോകുന്നുണ്ടെങ്കിൽ കാര്യമില്ല. അങ്ങനെ ഞാൻ വന്നു, ഞാൻ പറഞ്ഞു ഹിജാബൊക്കെ ഒന്ന് മാറ്റാൻ പറയാം. ഇതൊക്കെ എന്നാലും കാണിച്ചു കൊടുത്തു. വീഡിയോ മോനൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ആ സഹോദരൻ്റെ ബോധം പോയി. ഒരു പടപ്പ് അറിയുന്നതിന് ഇത്ര പേടിയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കുടുംബമൊന്നും ഞാൻ കൊളാക്കൂല, ഞാനതിന് അവകാശം തെറാപ്പിയൊക്കെ കൊടുത്ത് ഇപ്പൊ നല്ല രീതിയിൽ കുടുംബം ജീവിച്ചു പോകുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു വെർച്വൽ ലോകത്തേക്ക് പ്രായമുള്ള ആൾക്കാർ പോലും എത്തി പോവുകയാണ്. പ്രായം വേറെ, പക്വത വേറെ. അത് രണ്ട് വലിയ കണക്ഷനൊന്നുമില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് നിങ്ങളൊക്കെ അയൽവകത്തും ഇങ്ങനെ പിന്നെ ടോക്സിക് റിലേഷനിലൊക്കെ പെട്ട മുതിർന്നവർ ഇളയവരൊക്കെ ഉണ്ടാവും. ഇളയവർക്ക് കുറച്ചൊക്കെ ചിലപ്പോൾ ആടുകളിൽ പോയി കെട്ടിപ്പിടിച്ചിട്ടേ വരുള്ളൂ. പക്ഷെ ഞാൻ കണ്ട മുഴുവൻ കുറച്ച് പ്രായം ചെന്നതൊക്കെയും വ്യഭിചാരങ്ങളാണ്. സ്വന്തം വീട്ടിലോട്ട് വരികയാണ്, അല്ലെങ്കിൽ റിസോർട്ടിലോട്ട് പോവുകയാണ്. ഒരു മാസ്കും ഒരു ഹെൽമെറ്റും അതിനു വേണ്ടി ഉപയോഗപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്.
അപ്പോ ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്നതും ഇത്തരം റിലേഷൻഷിപ്പ് എന്താ പറയാ തകർക്കുന്നതിൽ എനിക്ക് വലിയ അഭിമാനമുണ്ട്. അത് നമ്മൾ പൊളിക്കാറുണ്ട്. ഇത്തരം റിലേഷൻഷിപ്പ് കിട്ടിയാൽ പൊളിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞ കുറച്ച് സീക്രട്ടായ പ്രാണി ഹീലിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് അത് തകർക്കും. ഒരാളെ കിട്ടിയാൽ മതി, നമ്മൾ ആ റിലേഷൻഷിപ്പ് രണ്ടും പൊട്ടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോ ഇവിടെ വരുന്നത് നെഗ്ലെക്ട്ഫുൾ, അവഗണിക്കുന്ന. അതിങ്ങനെ വേറെ റിലേഷൻഷിപ്പിലൊക്കെ പോകുന്ന സമയത്ത് മക്കളെ അവഗണിക്കും, അല്ലെങ്കിൽ മൊബൈൽ അടിമപ്പെട്ട് അവഗണിക്കും. വേറൊരു കേസ് ഞാൻ കണ്ടത്, ഒരു 9 വയസ്സുള്ള പെൺകുട്ടിക്ക് സ്ഥിരം അപസ്മാരം. നോക്കുന്ന സമയത്ത് അതിന് അപസ്മാരം, കുറെ ടെസ്റ്റ് ഒക്കെ ചെയ്ത് EEG ഒക്കെ ചെയ്ത് CT MRI ഒക്കെ ചെയ്ത് ഒന്നും കിട്ടുന്നില്ല. അങ്ങനെ കൗൺസിലിങ്ങിന് വിട്ട് നോക്കുന്ന സമയത്ത് ഈ കുട്ടി ഒരു സ്കൂളിൽ വിട്ടിരുന്ന സമയത്ത് പിന്നെ അവളുടെ ഉമ്മ ഐഫോണിൽ എന്തോ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. ബർത്ത്ഡേക്ക് സർപ്രൈസ് ആയിട്ട് ഭർത്താവ് കൊടുത്ത ഐഫോണാണ്. അതൊക്കെയാണല്ലോ ഇപ്പൊ ട്രെൻഡ്. അവളിങ്ങനെ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ കുട്ടി ഇങ്ങനെ വിളിച്ചു, ഉമ്മ വിളിച്ചു, ഉമ്മ വിളി കിട്ടില്ല. രണ്ടാമത്തെ വിളിച്ച് സ്ട്രോങ് ആയി, അതിനും കിട്ടില്ല. മൂന്നാമത്തെ വലിയ വിളിക്കാൻ അമ്മ വിളി കിട്ടില്ല. അങ്ങോട്ട് ഓടിയാടിച്ച് ഒറ്റപ്പെടുത്തോ. ആ പാവം പെൺകുട്ടി നിലത്തടിച്ച് വീണു. കഴുത്തിൽ ബാഗ് നീ ബോധം പോയി. അന്ന് തുടങ്ങിയ അവസാനം. അങ്ങനെയൊക്കെയുള്ള കേസസ് ഉണ്ട്. കാരണം നമ്മൾ രക്ഷിതാക്കൾക്ക് നല്ല ബോധം വേണം. നമ്മൾ അഡിക്റ്റ് ആയാലേ ചങ്ങലക്ക് ഭ്രാന്ത് പിടിച്ചാൽ പിന്നെ എന്താ ചെയ്യുക? എടാ കുട്ടികൾ ചങ്ങലക്ക് ഭ്രാന്ത് വന്നാൽ പിന്നെ കാര്യം തീരുമാനമായി. അതുകൊണ്ട് നമ്മളൊന്നും മറക്കാൻ പാടില്ല. നമ്മൾ മറക്കാതിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ക്യാമറയുടെ മുന്നിലാണ്, പടച്ചിറപ്പെല്ലാം കാണും. ഒരുപക്ഷെ കുറച്ച് പ്രായമൊക്കെ ആയതുകൊണ്ട് വീട്ടിൽ സാമ്പത്തിക ഭദ്രത ഉള്ളതുകൊണ്ട് വീഡിയോ കോൾ ചെയ്താലൊന്നും വല്ലാണ്ട് അറിയില്ല എന്നൊക്കെ കരുതും. എത്രയോ 40 വയസ്സുള്ള ആൾക്കാർ, അതൊരു ട്രെൻഡാണ് ഇപ്പോൾ. വീഡിയോ കോൾ ചെയ്യാം, ഡ്രസ് ഇല്ലാതെ വീഡിയോ കോൾ ചെയ്യാം കാമുകരുമായിട്ട്. ഞരമ്പ് രോഗത്തിന്റെ അങ്ങേത്തല. അപ്പൊ അങ്ങനെ കുടുംബത്തിന് അകത്തു നിന്നും പുറത്തുനിന്ന് ധാരാളം വെല്ലുവിളി ഉണ്ട്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ അത്തരം കാര്യങ്ങളിൽ പറ്റാവുന്ന പരിഹാര മാർഗങ്ങളിലേക്ക് ആൾക്കാരെ നയിക്കണം. പിന്നെ ഇതിൽ ബെസ്റ്റ് പാരന്റിംഗ് സ്റ്റൈൽ ഒന്നേ ഉള്ളൂ. ഇസ്ലാം പരിചയപ്പെടുത്തിയത് യാ ബുനയ്യ, കുഞ്ഞുമോനെ എന്നൊക്കെ വിളിച്ച് ആ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ആ സോഫ്റ്റ് ആയ ഒരു പാരന്റിംഗ് സ്റ്റൈൽ ഉണ്ട്. അതാണ് എന്ത്? അതോറിറ്റേറ്റീവ് പാരന്റിംഗ് സ്റ്റൈൽ. ഈ ഇവിടെ കാണുന്നത് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നു, മക്കളോട് ചർച്ച ചെയ്യുന്നു, നേരത്തെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു. എല്ലാം നേരത്തെയാണ്. ചർച്ചകളുണ്ട്. പിന്നെ എന്താ പറയാ, എല്ലാം പറഞ്ഞു കൊടുക്കണം കുട്ടിയോട്. ചില കുടുംബത്തിലൊക്കെ മൂത്ത കുട്ടി പിന്നെ അനിയനെ ഗർഭം ധരിച്ച്, പിന്നെ ഈ അനിയനൊക്കെ ഗർഭം ധരിക്കുന്ന സമയത്ത് ശരിക്കും കുടുംബത്തിൽ സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റുന്ന, ഈ സെക്സ് എഡ്യൂക്കേഷൻ നടത്തൽ തെറ്റൊന്നുമല്ല. ഇതൊക്കെയാണ് സെക്സ് എഡ്യൂക്കേഷൻ. എന്ത് KG പഠിക്കുന്ന ഒരു കുട്ടിക്ക് ബാറ്റച്ചും കുട്ടിച്ചും പഠിപ്പിച്ചു കൊടുക്കുക. ഇറ്റ്സ് എ പാർട്ട് ഓഫ് സെക്സ് എഡ്യൂക്കേഷൻ. മെൻസസ് എത്തുന്ന പെൺകുട്ടിക്ക് 12-13 വയസ്സാവും മെൻസസ് എത്തും. മെൻസസ് എത്തുന്നതിന് മുന്നേ ഉപ്പയും ഉമ്മയും നടുവിലിരുത്തിയിട്ട് ആ കുട്ടിക്ക് മെൻസസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. ഇറ്റ്സ് എ പാർട്ട് ഓഫ് സെക്സ് എഡ്യൂക്കേഷൻ. അങ്ങനെ ഭാഗ്യം ലഭിച്ച പെൺകുട്ടികളൊന്നും പ്രണയിക്കാൻ പോവില്ല. അവർക്ക് ഉപ്പനോടും ഉമ്മനോടും മാത്രമേ പ്രണയുണ്ടാവുള്ളൂ. അവരുടെ ലഹരി കുടുംബമായിരിക്കും. ഇതിൽ എത്ര പേർ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് സ്വയം ചിന്തിച്ചു നോക്കുക. എൻ്റെ മകൾക്ക് ഫസ്റ്റ് മെൻസസിനെ വുമനാർക്ക് എന്ന് പറയും. വുമനാർക്ക് അതിന്റെ മുന്നേ ഞാനും എൻ്റെ ഹസ്ബൻഡും ചേർന്ന്, അത് അവരുടെ ഒരു അവകാശമാണ്. 10 വയസ്സാകുമ്പോ അടിക്കണം എന്നൊക്കെ പറയുന്നത് പോലെയാണ് എന്ത്. അതിന്റെ മുന്നേ ഫസ്റ്റ് മെൻസസ് ആവുന്നതിന് മുന്നേ ഉപ്പയും ഉമ്മയും എഡ്യൂക്കേഷൻ. ഉമ്മ പറയുന്നത് ഇത് നോർമലാണ്, ഇതെല്ലാവർക്കും ഉള്ളതാണ്, എനിക്കുണ്ടായിട്ടുണ്ട് പറയണോ. പിന്നെ മൂത്ത കുട്ടി ചോദിക്കുക, വല്ലാതെ ചിലപ്പോൾ ചോദിക്കും, ഇതെവിടുന്നാണ് ചെറിയ ആളെ കിട്ടിയത്. പല ആൾക്കാരും ആ ചോദ്യത്തിന് ഉത്തരം പറയില്ല. പറയില്ല. നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എത്ര കുട്ടിയുണ്ട്? അല്ലോ, എത്ര കുട്ടിയുണ്ട് നിങ്ങൾക്ക്? എത്ര മക്കളുണ്ട്? വേണ്ട, സോറി. നിങ്ങൾക്ക് എത്ര മക്കളുണ്ട്? 4 മക്കളുണ്ട്. ഇപ്പൊ ഇളയ കുട്ടികൾ ചോദിച്ചില്ലേ, പിന്നെ മൂത്ത കുട്ടി ചോദിച്ചില്ലേ ഇളയ കുട്ടീനെ എവിടെ കിട്ടി? നിങ്ങൾ എന്താ പറഞ്ഞേ? അങ്ങനെ തന്നെ പറയണോ? അമ്മ പ്രസവിച്ചു എന്ന് പറയണോ? അതിന്റെ വാക്കുകൂടി പറയും. അതാണ് റൈറ്റ് സെക്സ് എഡ്യൂക്കേഷൻ. എങ്ങനെ കുട്ടി വയറ്റിലെത്തി അതും പറയാം. എന്താ കുഴപ്പം? എന്നാലേ തലമുറ നന്നാവുള്ളൂ. ഇത് അവരെ കാണിച്ചു കൊടുക്കരുത്, അത് വേറെ വിഷയം. അവരോട് പറയാം, ഇതാണ് ഉപ്പയും തമ്മിലുള്ള നിക്കാഹ് കഴിച്ച് ഇതാണ് ശരിക്കുള്ള സെക്സ്.
ഇത് ഇന്നത്തെ കുട്ടികൾ വഴി തെറ്റുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ? അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം തരുന്ന ഇബാദത്തായ സെക്സ് ആ എഡ്യൂക്കേഷൻ അവർക്ക് കൊടുക്കാത്തതുകൊണ്ടാണ്. അത് മറച്ചു വെക്കുകയാണ്. അത് കാണിക്കണം എന്നല്ല ഞാൻ ആവർത്തിച്ച് പറയുന്നത്. അതിനെക്കുറിച്ച് റൈറ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് എഡ്യൂക്കേഷൻ കൊടുക്കണം. ഇന്നലെ മിനിയാന്ന് ഒരു ഉസ്താദിനാൽ പീഡിപ്പിക്കപ്പെട്ട് കേസ് നടത്തിക്കൊണ്ടിരിക്കുന്ന, ഞാൻ കേസിലൊന്നും ഇടാറില്ല, കേസ് കഴിഞ്ഞ വയ്ക്കോട്ടെ, ഒരു പെൺകുട്ടിയെ ഞാൻ കൗൺസിലിംഗ് നടത്തി. ഈ പെൺകുട്ടിക്ക് ഒന്നും അറിയില്ല, സെക്സിനെ കുറിച്ച് ബാഡ് ടച്ച് അറിയില്ല, ഗുഡ് ടച്ച് അറിയില്ല, ഒരു വകയും അറിയില്ല. നമുക്ക് വാപ്പയമ്മ നേരത്തെ പഠിപ്പിച്ചു കൊടുക്കണ്ടേ? ഗുഡ് ടച്ചും ബാഡ് ടച്ചും പഠിപ്പിച്ചിട്ട് കുട്ടികൾ വെച്ചിലാവില്ല. അപ്പൊ അതൊക്കെ വരുന്നത് സെക്സ് എഡ്യൂക്കേഷന്റെ കാര്യത്തിലാണ്. അതൊക്കെ ചർച്ചകളൊക്കെ നടക്കണമെങ്കിൽ വി നീഡ് അതോറിറ്റേറ്റീവ് പാരന്റിംഗ് സ്റ്റൈൽ. നല്ല ചർച്ചകളാണ് അവിടെ, പരസ്പര ചർച്ചയിലാണ് തീരുമാനങ്ങളൊക്കെ വരുന്നത്. അത് ശരിക്കും കുടുംബത്തിൽ നടക്കണമെങ്കിൽ നല്ല ഫാമിലി നോളജ് വേണം. ഫാമിലിയെ കുറിച്ച് കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്ലാസ്സുകൾ കേൾക്കണം, ശ്രദ്ധിച്ച് കേൾക്കണം, പുസ്തകങ്ങൾ വായിക്കണം, ഒക്കെ വേണം. അതല്ല ഞാൻ പറഞ്ഞതല്ലേ, സെക്സ് അതല്ലല്ലോ. സെക്സ് രണ്ട് സെക്സ് ഉണ്ട്. ഒന്ന് പടച്ച റബ്ബ് അനുവദിച്ച ഇബാദത്തായ സെക്സ്, അതിനെക്കുറിച്ച് ചർച്ചകൾ വളരെ കുറവാണ്. മാധ്യമങ്ങളിലും മാസികയിലും വീഡിയോയിലും ഒന്നും അത് ചർച്ചയില്ല. അത് കല്യാണം കഴിച്ചിട്ട് ഉത്തരവാദിത്വത്തിൽ കൂടിയുള്ള സെക്സാണ്. അത് ചർച്ചകൾ ശരിക്കും കിട്ടണം. മറ്റതിനെ കുറിച്ചാണ് കണ്ടമാനം മസാല കെട്ടി സോഷ്യൽ മീഡിയയിലും ആടെയൊക്കെ വിടുന്നത്. പിന്നെ ചില റീലുകളുണ്ട്. ഈ റീലെത്തികളൊക്കെ വെട്ടിവെച്ച് വന്നാലേ സംഭവം നന്നാവും. പോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം പറയും. ഈ അടുത്ത് ഞാൻ കേട്ട റീല് ഒന്നിൽ മാത്രം നിൽക്കരുത്, അത് വൈറലായില്ല. പുരുഷന്മാരെ കാണാൻ ചാൻസ് ഉണ്ട്. ഒന്നിൽ മാത്രം നിൽക്കരുത് എന്താ രണ്ട് കെട്ടിക്കുന്ന വീഡിയോ എന്നാ തോന്നുക. ഇങ്ങനെയൊക്കെ ടാഗ്ലൈൻ ഇട്ടിട്ട് പറ്റിക്കലാണ്. അപ്പൊ റീല് കാണരുത്. പരമാവധി ഒരു ഇൻഫർമേഷൻ, ഫാമിലിയിലേക്കുള്ള ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ മിനിമം നമ്മൾ കാണുന്ന സോഷ്യൽ മീഡിയ സാധനങ്ങൾ ഒരു 5 മിനിറ്റിനുള്ളതായിരിക്കണം. കുടുംബ സംബന്ധമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. മിനിമം 5 മിനിറ്റെങ്കിലും വേണം. ഓക്കെ, അപ്പൊ നമ്മള് അതോറിറ്റേറ്റീവ് പാരന്റിംഗ് സ്റ്റൈലിൽ നിൽക്കണം. അതോറിറ്റേറിയൻ വെച്ചാൽ എന്താ? അവിടെയാണ് നമ്മൾ കുടുങ്ങിപ്പോകുന്നത്. ഭൂരിഭാഗം ഫാമിലിയും ഇവിടെയാണ്. അതോറിറ്റേറിയൻ അല്ല, അതോറിറ്റേറ്റീവ് അല്ല. ഇതെന്താണ്? പാരന്റ്സ് ഒച്ച വെക്കുന്നു, ചൂടാവുന്നു, കച്ചറുണ്ടാക്കുന്നു. ഒച്ച കൊണ്ടാണ് അമർത്തുന്നത്. ഇന്ന് ഒച്ച, നാളായാലും കൂടുതൽ ഒച്ച. ഇതെല്ലാം കൂടി വെച്ച് ചെറിയ പ്രായത്തിലൊക്കെ നടക്കും. കുറച്ച് പ്രായമായി കൗമാരങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഒരു കൂടെ ഒച്ചെടുക്കും. അതോടെ സ്വാഹപ്പെടും. അതാണ് പല കുടുംബത്തിലും നടക്കുന്ന പാരന്റിംഗ് ക്രൈസിസ്. അതാണ് ഒച്ച വെച്ച് അങ്ങനെ പോവാണ്. നമ്മൾ എന്ത് വേണമെന്നറിയോ? വിൻ വിൻ പാരന്റിംഗ് സ്റ്റൈൽ. കുട്ടിയും ജയിക്കുന്ന പാരന്റിംഗ് സ്റ്റൈൽ, രക്ഷിതാവും ജയിക്കുന്ന പാരന്റിംഗ് സ്റ്റൈൽ. അതേതാണ്? അതിതാണ് അതോറിറ്റേറ്റീവ് പാരന്റിംഗ് സ്റ്റൈൽ. നമ്മൾ പഠിച്ചെടുക്കണം. അത് പഠിച്ചിട്ടേ കല്യാണം കഴിച്ച് വിടാവുള്ളൂ. അതില്ലാത്തതിന്റെ പ്രശ്നമാണ് നമ്മുടെ സൊസൈറ്റി അനുഭവിക്കുന്നത്. റൈറ്റ് പാരന്റിംഗ് സ്റ്റൈലിൽ പഠിപ്പിക്കുന്നതിന്റെ പ്രശ്നമാണ്. സ്കൂളാണെങ്കിലും മദ്രസ ആണെങ്കിലും ഒക്കെ റൈറ്റ് പാരന്റിംഗ് എഡ്യൂക്കേഷൻ കൊടുക്കണം. ചില സമയത്തൊക്കെ നമുക്ക് താഴോട്ട് പോകേണ്ടി വരും, ചൂടാവേണ്ടി വരും, മക്കൾ തമ്മിൽ അടിവിടുക, ചിലപ്പോൾ 2 വർത്താനൊക്കെ നമ്മൾ പറയേണ്ടി വരും. അപ്പോ ശരിക്കും സയന്റിഫിക് പാരന്റിംഗ് മീൻസ് ഒരു 80% അതോറിറ്റേറിയനും 20% അതോറിറ്റേറ്റീവും 20% അതോറിറ്റേറിയനുമാണ്. 80-20. 80% എവിടെ നിൽക്കണം? അതോറിറ്റേറ്റീവിലാണ്. 20% അതോറിറ്റേറ്റീവ്. 20% ചൂടാവേണ്ടിയൊക്കെ വരും. നിങ്ങൾ എത്ര പേര് കുട്ടികളോട് മാപ്പ് പറയാറുണ്ട്? മോനെ എനിക്കിത് പറ്റി പറയാറില്ല. ഒരാളല്ല. കുട്ടികളോട് മാപ്പ് പറയുന്നവരൊക്കെ ഒന്ന് കൈവെക്കുക. വളരെ കുറച്ച് കുട്ടിയോട് മാപ്പ് പറയുന്നവരൊക്കെ സൂപ്പർ മദറാണ്, അല്ലെ സൂപ്പർ ഫാദറാണ്, അല്ലെങ്കിൽ വല്ല പാലാക ബന്ധുവാണ്. സാധാരണ മനുഷ്യനാണ് തെറ്റൊക്കെ പറ്റും. നമ്മളാരും മലക്കൊന്നുമല്ല. തെറ്റ് പറ്റിയാൽ ഒരു ജീകോയും വേണ്ട. അത് വലിയൊരു പാടാണ് കുട്ടിയൊക്കെ. നമുക്കും തെറ്റ് പറ്റും. അത് ചില ആൾക്കാരൊക്കെ കുട്ടികളെ കാൽമല് നടക്കുന്ന സമയത്ത് വീട്ടിൽ നിന്നൊക്കെ ചവിട്ടിപ്പോയാൽ എവിടെ എൻ്റെ കാലും നമ്മൾ കല്യാണത്തിനൊക്കെ ആണെങ്കിലും പോയിട്ട് കാൽമ ചവിട്ടിപ്പോ സോറി നല്ലോട്ട് താഴോട്ട് ഒരേ ആളല്ലേ, ആളൊക്കെ ഒന്ന് തന്നെ. ഇത് ശരിയല്ല. ഈ ഡബിൾ സ്റ്റാൻഡേർഡ് ശരിയല്ല. ഈ ഇരട്ട നിലപാട് ശരിയല്ല. എല്ലാവരോടും തെറ്റുപറ്റിയ സോറി പറയണം.
അപ്പൊ ഞാൻ പറയുന്നത് ഇങ്ങനെ നമ്മൾ ഈ ക്ലാസ്സിലൊക്കെ ഇരുന്നിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പറയാം, ഒരു രക്ഷിതാവ് എന്ന നിലയ്ക്ക് ഞാൻ വരുത്തിക്കൊണ്ടിരിക്കുന്ന തെറ്റുകൾ എന്തൊക്കെയാണ് തിരിച്ചറിയാം. ഇത് പഠിച്ചവരോട് പറയാം, ഇതുവരെക്കുക അത് മാറ്റാൻ വേണ്ടി ഇതുവരെക്കുക, എന്നാലേ രക്ഷപ്പെടുള്ളൂ. ഇത് ഞാൻ എന്നോട് കൂടിയാ പറയുന്നത്. ഞാനും കുറെ കാര്യങ്ങൾ റിയലൈസ് ചെയ്യണം. ഞാനും കുറെ കാര്യങ്ങൾ റിയലൈസ് ചെയ്യണം. നമ്മളൊക്കെ റിയലൈസ് ചെയ്യേണ്ടതാണ്. പിന്നെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മ ചെറിയൊരു പരിപ്പറ്റി സർജറി കഴിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ എൻ്റെ അനിയൻ്റെ 1.5 വയസ്സായ മോളുണ്ട്. ഉമ്മനോട് ഇങ്ങനെ പറയാണ്, എണീക്കുന്നത് കാണാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉമ്മ ബാത്റൂമിൽ പോകാൻ വേണ്ടി ആ ബാത്റൂമിൽ പോകേണ്ട ഒരു ചെയറുണ്ട്, അതിലും വേണ്ടി ഇരുന്നുകൊണ്ട് സന്തോഷിക്കുകയാണ്. 1.5 വയസ്സുള്ള ആൾ സന്തോഷിക്കുകയാണ്. അത്തരമുള്ള സന്തോഷങ്ങളൊക്കെ അങ്ങനെയല്ല ഞാൻ പറയുന്നത്. കുട്ടികൾക്ക് എക്സ്പീരിയൻസ് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ പാരൻസ് ആകെ ചെയ്യേണ്ടത് കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ളതാണ്. എക്സ്പീരിയൻസ് കൊടുത്തിട്ട് കുട്ടികൾ നന്നാവില്ല. എക്സ്പീരിയൻസ് ഈസ് റിയലി പവർഫുൾ. നമ്മുടെ വാക്കുകളല്ല, ഉദാഹരണങ്ങളാണ് ശക്തി. എല്ലാവരും നിങ്ങളെ കയ്യിൽ നിന്ന് വട്ടം ചുറ്റും ഇങ്ങനെ ചുറ്റിക്കോളും. ഓക്കെ, ഇതൊക്കെ തന്നെ നോക്കണം. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറെ നേരം ചുറ്റിയിട്ട് നേരെ അതിലേക്ക് തന്നെ നോക്കിയിട്ട് നിങ്ങൾ നേരെ നിങ്ങളുടെ വലത്തെ കവിളിൽ വിരൽ കുത്തണം. പലരും കുത്തിയത് നെറ്റിയിലാണ്, പലരും കുത്തിയില്ല. കാരണം എന്നറിയാം, ഞാൻ പറഞ്ഞ വാക്കും എൻ്റെ പ്രവൃത്തിയും വ്യത്യസ്തമായിരുന്നു. എൻ്റെ പ്രവൃത്തിയാണ് നിങ്ങൾ കൂടുതൽ സ്വാധീനിക്കുക. അതുകൊണ്ട് കൺഫ്യൂഷനായി. അപ്പൊ കുട്ടിയോട് പറയുമ്പോൾ ഇങ്ങനെ തന്നെ, കുട്ടിയോട് ഒരു കാര്യം പറയും, നമ്മൾ വേറെ കാര്യം ചെയ്താൽ കുട്ടികളാകെ കൺഫ്യൂഷൻ ആകും. നമ്മുടെ പ്രവൃത്തിയും വാക്കും തമ്മിൽ ഒരേ താണെങ്കിൽ കുട്ടികളെ സ്വാധീനിക്കുകയുള്ളൂ. അതാണ് എൻ്റെ കാര്യം. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചെടുക്കുക. അത് പഠിച്ചെടുത്താൽ ഒരുപാട് മെച്ചങ്ങളുണ്ട്. അത് പറയാൻ അധിക സമയം പിന്നെ പിരിഞ്ഞു പോകാനൊക്കെ സമയമാവില്ലേ? ഓക്കെ, കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പറയാം. അതോറിറ്റേറ്റീവ് ആവുന്ന സമയത്താണ് കുട്ടികൾ ബെസ്റ്റ് ആവുക. നന്നായി പഠിക്കുന്ന നല്ല കുട്ടികൾക്ക് സ്വയം മതിപ്പുള്ളവരാവുന്ന ആളൊക്കെ സെൽഫ് എസ്റ്റീം കൂടുതൽ കുട്ടികൾ അപ്പോഴാണ്. എപ്പോ അതോറിറ്റേറ്റീവ് ആവും. പെർമിസീവ് ആകുമ്പോൾ കുട്ടികൾ എന്താ പറയാ, മറ്റു കുട്ടികൾ കൂട്ടുകൂടാനുണ്ടാവും. സോഷ്യൽ സ്കിൽ ഉണ്ടാവില്ല, സോഷ്യൽ സ്കില്ലുകളൊന്നും ഉണ്ടാവില്ല. പെർമിസീവ് ആവുക. പിന്നെ അതോറിറ്റേറിയൻ ആവുന്ന സമയത്ത് കുട്ടികൾ ആകെ തകർന്നു പോകും. എപ്പോഴും എൻ്റെ ഒച്ച കേൾക്കണം, എന്നാലേ കുട്ടി കാര്യങ്ങൾ ചെയ്യും. തകർന്നു പോകും. അപ്പോൾ കുട്ടികൾ നന്നാവണമെങ്കിൽ എന്ത് വേണം? അതോറിറ്റേറിയൻ ആവണം. ഓക്കെ, ഇവിടെ അതിൻ്റെ ഓരോ കാര്യങ്ങൾ ഇവിടെ വിശദമായിട്ട് പറയുന്നുണ്ട്. ഇതൊക്കെ വേണമെന്ന് ഫോട്ടോ എടുത്ത് വെച്ചോളൂ, എന്നിട്ട് വീട്ടിലൊന്ന് വായിച്ച് നോക്കിയാൽ മതി. അധികം വിശദീകരിക്കുന്ന ഒരുപാട് സമയം വേണ്ടി വരും. ഇവിടെ അതോറിറ്റേറ്റീവ് പാരന്റിങ്ങിൽ എന്താ പറയുക, റിലേഷൻഷിപ്പ് നല്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. ബൈ ഡയറക്ഷണൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് അതോറിറ്റേറ്റീവിൽ. പിന്നെ അതോറിറ്റേറിയനിലോ വൺ വേ ട്രാഫിക് ആണ്, ഭയങ്കര പവർ ഉപയോഗിക്കുകയാണ്, ഒച്ച വെക്കുകയാണ്. അതാണ് രണ്ടും തമ്മിൽ പ്രധാനപ്പെട്ട വ്യത്യാസമാണ്. ഒച്ച വെക്കുകയാണ്. ഒച്ച വെച്ചാലൊക്കെ അതിനൊരു പരിധി ഉണ്ട്. അവസാനം കുട്ടി പിന്നെന്താ ഒരു പല്ല് തേച്ച് കിട്ടണമെങ്കിൽ ഉമ്മൻ്റെ തൊണ്ട കീറണം. കുട്ടി നിസ്കരിച്ചുമ്പോഴേക്ക് ഉമ്മ തലേന്ന് സൈഡാവുക, അല്ലെ വാപ്പ സൈഡാവുക. അതെന്തുകൊണ്ടാ? ഒച്ചപ്പാരൻ്റ് ആയിട്ടാണ്. മലയാളത്തിൽ ഈ ഒച്ചപ്പാരന്റിനെ നമ്മൾ പറയുന്നത് കോഡാ പാരന്റിങ് സ്റ്റൈലാണ്. കോഡാ പാരന്റിങ് സ്റ്റൈലാണ് എന്ത് ഈ പിന്നെ അതോറിറ്റേറിയൻ പാരന്റിങ് സ്റ്റൈൽ. എപ്പോഴും ഇങ്ങനെ പോയി ചെയ്യടാന്ന് പറയുന്നതാണ് അതോറിറ്റേറിയൻ. അതോറിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ അവനെ പരിഗണിച്ച് അവനോട് ചർച്ച ചെയ്തു പോകുന്നതാണ്. ഏതാ ബെസ്റ്റ്? അത് പ്രാക്ടീസ് ചെയ്ത് എടുക്കേണ്ടി വരും. ഓക്കെ, എൻ്റെ വീട്ടിൽ സത്യം പറയാം കേട്ടോ, സത്യമേ പറയാവുള്ളൂ. എല്ലാവരും വിശ്വസിക്കല്ലോ. ഞാൻ എൻ്റെ വീട്ടിൽ നല്ല ജനാധിപത്യ രീതിയിൽ എൻ്റെ പാരന്റിങ് സ്റ്റൈൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളാണ്. ഉറപ്പുള്ളൊരു കൈ പൊക്കുക. വെരി ഗുഡ്, വെരി ഗുഡ്. ആ പൊക്കിയൊന്ന് കൈയടിച്ചോളും. ഗുഡ്. ആ മക്കളൊന്നും എനിക്ക് കാണുന്നവരാണ്, എന്നാലും എനിക്ക് വെരിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. വെരിഫൈ ചെയ്താലേ സൈക്കോളജിയിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ അപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. സാറില്ല, പോയിക്കോട്ടെ. ചോദ്യം നമുക്ക് ലാസ്റ്റ് ആവും. ഓക്കെ, സൈക്കോ വൈഫും സൈക്കോ ഹസ്ബൻഡും ഒക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോ ഇവിടെ ജനറേഷൻ ഗ്യാപ്പ്. ഈ ജനറേഷൻ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഈ ജനറേഷൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ആൽഫ ജനറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വയസ്സ് 6 വയസ്സിന്റെ താഴെ വീട്ടിൽ അവരുടെ സ്വഭാവം ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും. ചെറിയ കുട്ടികൾ ആൽഫ ജനറേഷൻ. ഇപ്പൊ നമ്മൾ അധികം കുട്ടികളും ജെൻസിയിലാണ്. ഈ ജെൻസിന്റെ ക്യാരക്ടർ തന്നെ ഭയങ്കര ഡിഫറെന്റ് ആണ്.
ജെൻസി. ഈ ജെൻസിയിലെ കുട്ടികളെ നോക്കുന്ന ആൾക്കാർ ആരാന്നറിയോ? മിക്കവാറും ജനറേഷൻ എക്സ് ഒക്കെ ആയിപ്പോയി, അല്ലെങ്കിൽ ബേബി ബൂമേഴ്സ് ഒക്കെ ആയിപ്പോയി. ഇവരൊക്കെ നോക്കുന്നത് ജനറേഷൻ ഗ്യാപ്പുകൾ നല്ലോണം ഉണ്ട്, സ്വഭാവങ്ങളൊക്കെ നല്ലോണം പഠിച്ചെടുക്കണം നമ്മൾ. ഈ ജെൻസിയിലെ കുട്ടികൾക്ക് എന്താണെന്നറിയോ? അവർക്ക് ഏറ്റവും ഇഷ്ടം നമ്മളിപ്പോൾ പറഞ്ഞ എന്താ പറയാ, വാടാ പാരന്റിങ് ആണ്. നമുക്ക് ഒരുമിച്ച് പോവാം, ചർച്ച ചെയ്യാം. അത് ഏത് തലമുറയിലും, ഈ ജനറേഷൻ്റെ ഒന്നും കണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഏത് തലമുറയിലും ചിലവാകുന്ന പാരന്റിങ് സ്റ്റൈലാണ് ഇസ്ലാം പഠിപ്പിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ചർച്ച ചെയ്ത് പരസ്പരം ടേംസ് ഉണ്ടാക്കി മുന്നോട്ട് പോകാം. ഒരു മൊബൈൽ വാങ്ങുന്ന സമയത്ത് ആ മൊബൈൽ യൂസ് ചെയ്യാനുള്ള കൾച്ചർ വീട്ടിൽ ആദ്യം സെറ്റ് ചെയ്യണം, എന്നിട്ടേ വാങ്ങുള്ളൂ. മൊബൈൽ വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പാരന്റിങ് കൺട്രോൾ ഒച്ച വെച്ചിട്ടല്ല, അതിന് സോഫ്റ്റ്വെയറും ഉണ്ട്. അത് അറിഞ്ഞോടെങ്കിൽ നമ്മൾ വലിയ മൊബൈൽ വീട്ടിൽ വാങ്ങിക്കൊടുക്കരുത്. വലിയ മൊബൈലൊന്നും വാങ്ങിക്കൊടുക്കരുത്. നമ്മൾക്ക് മൊബൈല് നല്ല കൺട്രോൾ ഇല്ലെങ്കിൽ നമ്മൾ ഫുൾ അഡിക്റ്റ് ആണെങ്കിൽ പിന്നെ ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോ പിന്നെ പലരും കഴുത്തൊടിഞ്ഞ ആൾക്കാരാണ്. ട്രൈബ്സ് കേരളത്തിൽ പിന്നെ മഹാബലിന് വരില്ല. ഇവിടെ വന്ന് പഠിക്കും. ഇവിടെ വന്ന് ബസ് സ്റ്റോപ്പിൽ ബസ് സ്റ്റാൻഡിലൊക്കെ വന്നപ്പോൾ കഴുത്തൊടിഞ്ഞ ആൾക്കാരെ കണ്ടിട്ട് തിരിച്ചു പോയി, ഇനി വരില്ലെന്നാണ്. ആപാലവൃദ്ധം ജനങ്ങളിൽ കഴുത്തൊടിഞ്ഞു പോയി. ഈ കഴുത്തൊടിയുന്നത് ഭയങ്കര പ്രശ്നം കേട്ടോ. കഴുത്തിൽ നോർമലി 5 കിലോ വെയിറ്റ് ഉള്ളൂ. ഇത് വളയുമ്പോൾ വെയിറ്റ് കൂടും. മൊബൈൽ ഉപയോഗിക്കുമ്പോൾ ലേശം വളഞ്ഞു ഉപയോഗിച്ചാൽ ഒരു 15 കിലോ ഒക്കെ ആവും. അപ്പോൾ കഴുത്തുവിന് വേഗം വരും. വേറെ ഉണ്ടാവട്ടെ. പീപ്പിൾ മേക്ക് പ്രോബ്ലംസ്, വി മേക്ക് ഇൻകം. വെരി സിമ്പിൾ ലോജിക്. ഓക്കെ. പിന്നെ മൂഡ് ചേഞ്ചസ് കുടുംബത്തിൽ വലിയ വെല്ലുവിളി ഉണ്ടാകുന്ന സാധനമാണ്. ഈവൻ മെഡിക്കൽ ഡോക്ടർമാരായിട്ട് കല്യാണം കഴിച്ചിട്ട് പോലും ഈ മൂഡ് സ്വിംഗ് പ്രശ്നങ്ങൾ പലപ്പോഴും മനസ്സിലാക്കാറില്ല. ബയോളജി ബുക്കിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, അനുഭവിക്കുന്നത് വന്നു. ഞാൻ ഒരു പെൺകുട്ടി എയിംസിൽ നന്നായി പഠിച്ച് ഡോക്ടറായ പെൺകുട്ടി കേരളത്തിലൊരു മെഡിക്കൽ കോളേജിൽ പഠിച്ച് റാങ്കോടി പാസ്സായ ആൺകുട്ടി കൂടി കല്യാണം കഴിച്ച് അവരുടെ ലൈഫ് ഐഡിയൽ ആവേണ്ടതാണ്. അടിയാണ് ഉണ്ടായത്. അടി എന്താ കാര്യം വെച്ചാല് നിക്കാഹ് കഴിഞ്ഞ അന്ന് തന്നെ പള്ളിയിൽ ഒരു മൗലവി പറഞ്ഞു, ആ നിക്കാഹ് കഴിഞ്ഞല്ലേ ആ വീട്ടിലോട്ട് പോയിക്കോറുണ്ട്. സത്യത്തിൽ ആ പെൺകുട്ടിക്കിന്റെ മെൻസസിന്റെ ദിവസമായിരുന്നു, കുറച്ച് മോഴ്സിങ്സ് ഒക്കെ ഉള്ള ദിവസം. അന്ന് അവിടെ ചെന്ന് അവന്റെ കുറെ പ്രതീക്ഷകളുണ്ട്, അതൊന്നും നടന്നില്ല. പ്രതീക്ഷ മീൻസ് വിവാഹ ജീവിതത്തിലേക്ക് വരുമ്പോൾ പല ആൾക്കാർക്കും ഇങ്ങനെ ഒടുക്കത്തെ പ്രതീക്ഷകൾ ഇങ്ങനെ എവറസ്റ്റിന്റെ മുകളിലായിട്ട്. റെസ്പോൺസിബിലിറ്റിയോ പിന്നെ അറ്റ്ലാന്റിക് ഓഷൻ വിവാഹ ജീവിതം തന്നെ എന്താണെന്നറിയോ? വിവാഹ ജീവിതം എല്ലാവരും കഴിഞ്ഞ് ഇങ്ങനെ വെക്കും. വിവാഹ ജീവിതം തന്നെ പൊങ്ങിപ്പോട്ടെ മേലോട് പോട്ടെ ഒരേ സമയം പോകുന്ന വെച്ചു. റോഡ് വരെ എത്തിയിട്ട് പിന്നെ MSSന്റെ ക്ലാസ് കഴിഞ്ഞ് വരിക. എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ്? നിങ്ങൾ കാര്യം തീരുമാനമാവില്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല. എനിവേ ഇത് നമ്മൾ പഠിപ്പിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ്. ഉത്തരവാദിത്വത്തിന്റെ കൂടെയാണ് ഇത് പടച്ചവന്റെ കൂലിയുള്ളത്. ഉത്തരവാദിത്തമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് വിചാരിച്ചിട്ട് ചില ആൾക്കാർ ഇങ്ങനെ ഇത് ഫുൾ ഉത്തരവാദിത്വം മാത്രം അവൾ പച്ച പൊട്ടത്തിയാവും. അത് പാടില്ല. കൊണ്ടുള്ള കഴിവാണ്, സ്കില്ലാണ് നമുക്ക് വേണ്ടത്. ഓക്കെ. അപ്പൊ മൂഡ് ചേഞ്ചസ് എപ്പോഴേക്കാണ് മൂഡ് ചേഞ്ച് ഉണ്ടാവുക? ഗർഭിണിയാകുമ്പോൾ മൂഡ് ചേഞ്ച് ഉണ്ടാവും. പിന്നെ മെൻസസിന്റെ തുടക്കത്തിൽ ഉണ്ടാവും. ആണുങ്ങൾക്ക് പൈസ ഇല്ലാത്തൊരു സമയം മാത്രം നോക്കിയാൽ മതി. അല്ലെ ഉറക്കില്ലെങ്കിൽ ദേഷ്യം വരും, വിശന്നാലും ദേഷ്യം വരും, പിന്നെ സെക്സ് റിജക്ട് ചെയ്താൽ ദേഷ്യം വരും. ഇതൊക്കെയാണ് ദേഷ്യം വരുന്ന സമയമാണ്. പൈസ മാത്രമല്ല, സ്ത്രീകൾക്ക് ബയോളജിക്കലി ദേഷ്യം വരും, ബയോളജിയോട് ദേഷ്യം വരും. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കാലഘട്ടത്തില് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ പെൺകുട്ടികളുടെ ദേഷ്യം വലിയൊരു പ്രശ്നമാണ്. നമ്മൾ കാണുന്ന ചില കേസിൽ അമ്മോഷന എടാ ഡാഷ് മോനെന്ന് ഡാഷുകൾ ഫില്ല് ചെയ്യുന്നതാണ്. അമ്മായിനെ ഡാഷ് മോനെന്നൊക്കെ വിളിച്ച കേസുണ്ട്. ആണെന്ന് വെച്ചാൽ ഈ പെൺകുട്ടികളൊക്കെ ലേശം മീശൊക്കെ കൂടിയ പെൺകുട്ടി ഓക്ക് PCOD ഉണ്ടാവും. PCOD കുട്ടികൾ നല്ല ദേഷ്യം പിടിക്കും. അപ്പൊ അവരെ കുട്ടി ഡിവോഴ്സ് ചെയ്യലും വേണ്ടത് PCODക്ക് മെഡിസിൻ കഴിക്കാൻ വേണ്ടത്. ഞാനങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താറുണ്ട് കൗൺസിലിങ്ങിന് വരുമ്പോൾ. ലേശം മീശയും ചാടിയൊക്കെ കൂടുതൽ പെൺകുട്ടി ഇങ്ങനെ തെറി വിളിക്കും, നല്ല മുട്ടൻ തെറി വിളിക്കും. ആരെ അയലോക്കാരെ വരെ വിളിച്ചേക്കാം. അപ്പൊ ഇതൊക്കെ മൂഡ് സ്വിങ്സ് ആണ്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഈ ഫാസ്റ്റ് ഫുഡ് ഇങ്ങനെ കഴിക്കുന്നതുകൊണ്ട് മൂഡ് സ്വിങ്സ് കൂടുകയാണ്.
ഇവിടെ ഇപ്പോൾ ഫാസ്റ്റ് ഫുഡ് എനിക്കറിയില്ല. ചിക്കൻ കടായി, ചിക്കൻ ശവം, ചിക്കൻ മാന്തി, എന്താണ് നിങ്ങൾ പ്രസവിച്ചോടാ? ആയിക്കോട്ടെ ആയിക്കോട്ടെ, മരുന്നച്ചോടാ. അപ്പൊ നമ്മളൊരേ ഭാഗമാണ്. ഗുഡ്. അപ്പോ പിന്നെ മൂഡ് സിക്സ് മനസ്സിലാക്കണം. മൂഡ് സിക്സ് മനസ്സിലാക്കിയാൽ ഒരുപാട് റിലേഷൻഷിപ്പ്. ഞാൻ ഈ അടുത്തൊരു അഡ്വക്കേറ്റിനെ മൂഡ് സിക്സ് പഠിപ്പിച്ചു. അഡ്വക്കേറ്റ്സ് എന്നും വീട്ടിലടി ഉണ്ടാവില്ല. മെൻസസിനകത്ത് അധികം അടികൾ എനിക്ക് മനസ്സിലായി. ഇതെല്ലാം കൂടി ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അഡ്വക്കേറ്റ് ലാസ്റ്റ് തലയിൽ ഇങ്ങനെ കൈ വെച്ചിട്ട് പോകും. ആരോടും പറയരുതല്ലോ. ഞാൻ പറഞ്ഞ് പേര് പറയില്ല, സംഗതി ഞാൻ പറയുന്നത്. അത് പറഞ്ഞോളാം, നമുക്കൊരു പെർമിഷൻ തന്നിട്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. ഇങ്ങനൊക്കെ ചില ആൾക്കാര് മൂഡ് സിങ്സ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കല്യാണം പിന്നെ കുറെ ബന്ധങ്ങൾ ശരിയാക്കി. അവിടെ ഞാൻ പഠിപ്പിച്ചത് ഒന്ന് മൂഡ് സിങ്സ് ആണ്, 2 ലവ് ലാംഗ്വേജുകൾ. ലവ് ലാംഗ്വേജിൽ വരാൻ പോകുന്നതായിരുന്നു. ആണും പെണ്ണും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ബയോളജിക്കലി ക്രോമോസോം, അതൊക്കെ ഒന്ന് സ്പീഡ് പോകാൻ പറ്റും. ക്രോമോസോം, ഹോർമോൺസ് ആണിന്റെ ഹോർമോണും പെണ്ണിന്റെ ഹോർമോണും ഡിഫറെന്റ് ആണ്. മസിൽ മാസ് ആണിന് കുറച്ച് കൂടും, ബോഡി ബോൺ ഡെൻസിറ്റി ആണിന് കൂടും. ഇത് ആണും പെണ്ണും സയന്റിഫിക്കലി വളരെ ഡിഫറെന്റ് ആണെന്ന് വെക്കാൻ വേണ്ടി മാത്രം ചെയ്തതാണ്. ഹൈറ്റും സൈസും ഒക്കെ ആണിന് കൂടും, വ്യത്യാസങ്ങളുണ്ട്. അത് കുറച്ച് സ്പീഡ് പോയിക്കോട്ടെ. സൈക്കോളജിക്കൽ ഡിഫറൻസ് ഒത്തിരി ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഫാസ്റ്റ് ആയിട്ട് കണ്ടോളൂ. റിസ്ക് ടേക്കിംഗ് എബിലിറ്റി ആണിനാണ് കൂടുതലുള്ളത്. പിന്നെ രണ്ടുപേർക്കും ഡിഫറെന്റ് ആയ സ്കില്ലാണ് കേട്ടോ. മെൻ ആർ ഫ്രം മാസ് ആൻഡ് വിമൻ ഫ്രം വീനസ്. എല്ലാവരും വായിക്കേണ്ട ഒരു പുസ്തകമാണ്. നല്ല സന്തോഷമായിട്ട് കുടുംബജീവിതം പോയിക്കോളൂ. രണ്ടും ഡിഫറെന്റ് ആണ്. ആ ഡിഫറൻസ് രണ്ടും കൂടി കൊളാബറേഷൻ, പരസ്പരം കോമ്പറ്റ് ചെയ്യല്ല വേണ്ടത്. സ്ത്രീയും പുരുഷനും പരസ്പരം ഒരിക്കലും മത്സരിക്കേണ്ട ആൾക്കാരല്ല. ദേ ആർ നമ്പർ 1 കൊളാബറേറ്റേഴ്സ്. ഇന്റർഡിപെൻഡൻസിയാണ് അവർക്കിടയിൽ വേണ്ടത്, കോമ്പറ്റീഷൻ അല്ല. കോമ്പറ്റീഷൻ ആകുമ്പോൾ പ്രശ്നമാണ്. ആണ് ലവ് ലാംഗ്വേജ് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് പറഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ നമുക്ക് ഡിഫറൻസിലേക്ക് വരാം. പിന്നീട് ഫാമിലി ക്രിയേറ്റ് നെക്സ്റ്റ് ഫാമിലി നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോഴത്തെ ഫാമിലി അടുത്ത ഫാമിലി ഉണ്ടാവില്ല. അപ്പോൾ ഫാമിലിക്ക് വേണ്ട പ്രധാനപ്പെട്ട ഒരു കുടുംബം പ്രീ മാരിറ്റൽ എഡ്യൂക്കേഷൻ വേണം. മെച്ചുവേർഡ് ബോയ് ആൻഡ് ഗേൾ ആവണം. അത് റൈറ്റ് പാരന്റിങ് ശൈലി കിട്ടിയാലേ ഉണ്ടാവുള്ളൂ. പിന്നെ ഡെലിഗേഷൻ, കാര്യങ്ങൾ അനുയോജ്യമായ സമയത്ത് ഏൽപ്പിച്ചു കൊടുക്കണം മക്കളെ. അനുയോജ്യമായ രീതിയിൽ പ്രോപ്പറായിട്ട് ഡെലിഗേറ്റ് ചെയ്യണം. ഒരു മോനോട് ഒരു കാര്യം ഏൽപ്പിക്കാം, ഇത് കൊളാക്കൂന്ന് അറിയാം, എന്നാലും ഞാൻ ഒന്ന് ഏൽപ്പിക്കാൻ തന്നെ ഏൽപ്പിച്ചാല് ഓൻ കൊളാക്കൂ. വിശ്വാസപൂർവം നമ്മൾ 2 തരത്തിലുള്ള ഡെലിഗേഷൻ ഉണ്ട്. ഗോഫർ ഡെലിഗേഷൻ ആൻഡ് സ്റ്റുവാർഡ്ഷിപ്പ് ഡെലിഗേഷൻ. ഗോഫർ ഡെലിഗേഷൻ ആണ് ആളെ തകർക്കുന്ന ഡെലിഗേഷൻ, ആൾക്ക് ഒരു പവർ കൊടുക്കാത്ത ഡെലിഗേഷൻ അതാണ്. സ്റ്റുവാർഡ്ഷിപ്പ് ഡെലിഗേഷൻ ആണെങ്കിൽ ആൾക്ക് നല്ല ഓട്ടോണമികൾ കൊടുത്ത് ആളെ എനേബിൾഡ് ആക്കുന്ന പരിപാടിയാണ്. നമ്മൾ കേരളത്തിന് പുറത്തുള്ള വലിയ വലിയ മുതലാളിമാര് മക്കളെ കേരളത്തിലോട്ട് വിടുക ജീവിതം പഠിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ബംഗാളികളെ ക്യാമ്പിലൊക്കെ ജീവിച്ച് പിന്നെ എന്താ പറയുക, അങ്ങനെ ജീവിതം പഠിക്കുകയാണ്, ചെയ്ത് പഠിക്കുകയാണ് ജീവിതം. എന്നിട്ടാണ് അവരെ കമ്പനീൻ്റെ MD ആക്കുന്നത്. നമ്മൾ നേരെ മറിച്ച് ഇവിടുന്ന് അമേരിക്കക്ക് പഠിക്കാൻ വിടും, നമ്മൾ പറഞ്ഞ കമ്പനീൻ്റെ MD ആക്കും, കമ്പനി കൂടും. നമ്മൾ ചെയ്യുന്നത് ഡെലിഗേഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ. പിന്നീട് വരുന്നത് ഫാമിലി സെക്സ് കൾച്ചർ. ഫാമിലിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് സെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഹസ്ബൻഡ് വൈഫ് തമ്മിലുള്ള സെക്സ് ഏറ്റവും മധുരമാക്കുന്നതിന് വേണ്ടി രണ്ടുപേരും പ്രോപ്പറായിട്ട് അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. പ്രോപ്പർ നോളജ് ആ വിഷയത്തിൽ വേണം. ഹസ്ബൻഡ് വൈഫ് സെക്സ് അതിൻ്റെ ക്വാളിറ്റി അവരുടെ കുടുംബ ജീവിതത്തിനെയും അവരുടെ സോഷ്യൽ ലൈഫിനെയും ഒക്കെ സ്വാധീനിക്കുന്നതാണ്. അതിന് അവിടെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കൺസൾട്ടേഷൻ എടുക്കണം, അത് പരിഹരിക്കണം. ജിമ്മിനും വ്യായാമത്തിലൊക്കെ പോകണം, രണ്ടുപേരും പോകണം. ആരോഗ്യം സംരക്ഷിക്കണം. സ്നേഹം വളരെ നിർബന്ധമാണ്, കുടുംബ സ്നേഹം. അതിൻ്റെ വഴികളൊക്കെ നമ്മൾ പഠിപ്പിച്ചു. ലെവലാക്കിയതിൽ നമ്മൾ പോവുകയാണ്. റാഷണൽ സെക്സ് എഡ്യൂക്കേഷൻ ഗേൾസ് ആൻഡ് ബോയ്സ് അത് കൊടുക്കണം. അത് നമ്മളൊരു കല്യാണത്തിന് പോകുന്ന സമയത്ത് നമുക്ക് സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കാം. നമ്മളൊരു കല്യാണത്തിന് പോകാം, നമ്മുടെ മക്കൾക്ക് സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കാൻ ഒരു സമയമാണ്. അറിയുന്ന സമയമാണ് ഇത്. നമ്മൾക്കുണ്ടല്ലോ ചില പേർക്ക് പേടിച്ചു. ഈ അടുത്തൊരു ടീച്ചർ പറഞ്ഞു, 1ാം ക്ലാസ്സിലെ ടീച്ചറാണ്. ടീച്ചർ പേടിച്ചതെന്ന് വെച്ചാൽ 1ാം ക്ലാസ്സിൽ ഇവരെ ബോയ്സ് ഗേൾസിനെ കെട്ടിപ്പിടിക്കുകയാണ്. ടീച്ചർക്ക് ഒരു ഉത്തരവില്ല പറയാൻ. കണ്ടിട്ട് പേടിപ്പിക്കാൻ പോലും പറ്റില്ല. ചൈൽഡിന് വലിയ അതിൻ്റെ വലിയ പ്രശ്നമാണ്, ടീച്ചർക്ക് പ്രശ്നമാണ്. മാതിരിയാണ് നമ്മുടെ നിയമങ്ങളൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു, ടീച്ചറോട് പറഞ്ഞു, കുട്ടിയോട് സംസാരിക്കുക. കുട്ടിയോട് പറയാം, ഒരു കല്യാണത്തിന് പോകുന്ന കാര്യങ്ങൾ വെച്ചോട് പറയാം. കല്യാണത്തിൽ എന്തൊക്കെ ഉണ്ടാവുക, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി പിന്നെ എന്താ പറയുക, നിക്കാഹ് കാര്യങ്ങളൊക്കെ കുറവ്. അങ്ങനെ കല്യാണം കഴിച്ച് ഒരു വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർ മാത്രമേ പരസ്പരം അങ്ങനെ കെട്ടിപ്പിടിക്കാൻ പറ്റുള്ളൂ.
അവർക്ക് കെട്ടിപ്പിടിക്കാം. കുട്ടിയോട് ഇങ്ങനെയാണ് പറയേണ്ടത്, പാടില്ല 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 എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ കേസിൽ വർക്ക് ചെയ്യൂല. പകരം സബ്സ്റ്റിറ്റ്യൂട്ട് എന്ത്? മൊബൈൽ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മൊബൈലിന് പകരമാണ് വേറെ എന്തെങ്കിലും പകരം സംവിധാനം ഉണ്ടാക്കിയിട്ട് നീ അത് ചെയ്യുമെന്ന് പറയണം. ചെസ് കൊടുത്തിട്ടാ നീ ചെസ് കളിക്കുന്നു പറയണം. ഓക്കെ, അപ്പോ ആ കൾച്ചറൊക്കെ നമ്മളുണ്ടാവണം. പിന്നെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിന്റെ ഒരു ട്രെൻഡ് കല്യാണം വേണ്ടാന്നുള്ളതല്ല. അതുകൊണ്ട് എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയാം. ഈ അടുത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ജോലിയൊക്കെയുള്ള ഒരു ഫെമിനിസ്റ്റ് ഒരുപാട് ആൾക്കാരെ വഴിതെറ്റിച്ച ആളാണ്. ഇപ്പൊ എന്റെ കൗൺസിലിംഗിലാണ്. ആ ഫെമിനിസ്റ്റിന് ഒരു 50 വയസ്സായിട്ടുണ്ട്. സംഭവിച്ചെന്ന് വെച്ചാൽ കല്യാണമില്ല, കുട്ടിയില്ല, ഒന്നുമില്ല. ബ്രസ്റ്റ് ക്യാൻസർ വന്നു, 2 ബ്രസ്റ്റും കട്ട് ചെയ്ത് മാറ്റി. ഇപ്പോ ക്യാൻസർ ഗർഭപാത്രത്തിലേക്ക് അടിച്ചു വന്നിട്ടുണ്ട്. ഇപ്പോ പിന്നെ എന്താ പറയാ, പിന്നെ അവര് സെക്ഷൽ പ്ലഷർ അവർ കണ്ടെത്തിയത് ഫീമെയിൽ മാസ്റ്റർബേഷനിലൂടെയായിരുന്നു. അത് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ഡിപ്രഷനാണ്. അപ്പൊ എന്നോട് ശരിക്കും കരഞ്ഞോണ്ട് പറഞ്ഞതാ, ഞാനൊരു പ്രീമാറ്റൽ എഡ്യൂക്കേറ്റർ ആണെന്ന് മനസ്സിലാക്കിയത്. എല്ലാ ആൾക്കാരും എന്താക്കണം, മാരേജ് വേണോ എന്ന കാര്യം ബോധ്യപ്പെടുക. ഞാനതിന് ലിവിങ് എക്സാമ്പിളാണ്. എനിക്കിപ്പോൾ ആരാണെന്ന് അറിയോ? ആരുമില്ല. ക്യാൻസർ എന്ന് പറയുന്ന കൂട്ട് മാത്രം. കുട്ടികളില്ല, ഒന്നുമില്ല, ഒന്നുമില്ല. പിന്നെ ഡിപ്രഷൻ. ഇതാണ് സംഭവിക്കുക. എന്ത്? തീരെ ഒരു കുഞ്ഞിനെങ്കിലും മുലപ്പാൽ കൊടുക്കാത്ത പിന്നെ പെൺകുട്ടിക്ക് ബ്രസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും മുലപ്പാൽ കൊടുക്കേണ്ടതാണ്. അത് അതിന്റെ ബയോളജിക്കൽ ഫംഗ്ഷൻ എടുത്തിട്ടില്ലെങ്കിൽ 45 വയസ്സാകുമ്പോൾ ക്യാൻസർ വരും. 45 വയസ്സാകുമ്പോൾ ക്യാൻസർ വരും മിക്കവാറും. പിന്നെ ഈ പ്രസവമൊന്നും ഇല്ലാത്തവർക്ക്, ലെസ്ബിയൻ കപ്പിൾസ് ആണെങ്കിലും അവർക്ക് മെൻസസിന് യാതൊരു ബ്ലോക്കും ഉണ്ടാവില്ല. ഇങ്ങനെ തുടർച്ചയായിട്ട് മെൻസസ് ഉണ്ടാകുന്ന സമയത്ത് ഒരു പെൺകുട്ടിയുടെ ആരോഗ്യത്തിന് ഒരിക്കലും നല്ലതല്ല. അതൊക്കെ പഠിച്ചോന് ഇസ്ലാമില് കല്യാണം വേണം, പ്രസവം വേണം എന്നൊക്കെ പറയുന്നത്, മുലപ്പാൽ കൊടുക്കുക എന്നൊക്കെ പറയുന്നത് നമ്പർ 1 പ്രൊട്ടക്ഷൻ കൂടിയാണ്. അപ്പോ ക്യാൻസർ റിസ്ക് ഒക്കെ അവിടെ വരുന്നു. ഞാൻ അധികം അത് പറയുന്നില്ല. ഇനി നമുക്ക് നമ്മുടെ ലവ് ലാംഗ്വേജ് പറഞ്ഞിട്ട് ചോദ്യോത്തര വേളയിൽ കിടക്കാം. കാരണം നമ്മുടെ ഫാമിലിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലവ് ലാംഗ്വേജ്. നിലവിൽ ആർക്കെങ്കിലും ലവ് ലാംഗ്വേജ് അറിയാവുന്ന കഴിവ് അവനെ പഠിപ്പിക്കാൻ നല്ല സുഖമാണ്. ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ലവ് ലാംഗ്വേജ് മീൻസ് ലേൺ, പരസ്പരം മനസ്സിലാക്കുക, പരസ്പരം ശുഭാപ്തി വിശ്വാസത്തോട് മുന്നോട്ട് പോകും. നിങ്ങളുടെ ലവ് ഒന്നും അല്ല ഇതിനിപ്പോ വീട്ടിൽ മാത്രമല്ല കേട്ടോ, നമ്മുടെ ഓഫീസിലും. നമ്മളൊരു കമ്പനി നടത്തുന്ന ആളാണ്. ഞാൻ സ്ഥാപനത്തിന്റെ ട്രെയിനിങ് എടുക്കാറുണ്ട്. അവിടെ മുതലാളിക്ക് സ്റ്റാഫിനോട് വേണ്ടത് ലവ് ലാംഗ്വേജ് ആണ്. പ്രോപ്പർ ലവ് ലാംഗ്വേജ് മനസ്സിലായാലേ നമ്മുടെ പരസ്പര ബന്ധങ്ങളൊക്കെ മെച്ചപ്പെടും. ഒപ്റ്റിമിസം വേണം. ദെൻ കംസ് വിഷൻ, മുന്നോട്ടുള്ള കാഴ്ചപ്പാട്. ദെൻ കംസ് എൻഗേജ്ഡ്. ദിസ് ഈസ് വാട്ട് ഇസ് കോൾഡ് ലവ്. ഇതാണ് ലവ്. അപ്പൊ ഈ ലവ് ലാംഗ്വേജിലേക്ക് വരുമ്പോ കേസിയുടെ ഒക്കെ പോട്ടെ, വിഷ്വൽ കാഴ്ചകൾ ഭയങ്കര ഇഷ്ടമാണ് ഒരാൾക്ക്. ആർക്കായിരിക്കും അധികം? പുരുഷന്മാർക്കായിരിക്കും കാഴ്ചന്റെ ആൾക്കാർ. കാഴ്ചകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, വൃത്തി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ സ്ത്രീകൾ എന്താക്കണം? ഏറ്റവും കൂടുതൽ ബോഡി ഷേപ്പ് ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് ഭർത്താവിൻ്റെ അടുത്ത് നിൽക്കണം. കാരണം അദ്ദേഹത്തിന് വിഷ്വലായിട്ട് ഇഷ്ടപ്പെടുക. അല്ലാണ്ട് പിന്നെ നേരെ മറിച്ചല്ല വേണ്ടത്. സൊസൈറ്റിയിലേക്ക് പോകുമ്പോൾ അല്ല ബോഡി ഷേപ്പ് ഡ്രസ്സ് വേണ്ടത്. അപ്പോൾ അതൊരു നീഡാണ്, അല്ലെങ്കിൽ ഒരു വ്യത്യസ്തമാണ്. പിന്നെ വിഷ്വലുള്ള ആൾക്കാർക്ക് യാത്ര പോണതും പിന്നെ കളറുകളൊക്കെ ഭയങ്കര ഇഷ്ടമായിപ്പോയി. അത് ഒരു തരം ഇതാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മുടെ ചിലപ്പോൾ സ്ത്രീകൾ വിഷ്വലായിക്കോളെ. സ്ത്രീകൾ വിഷ്വലാണെങ്കിൽ വീട്ടിലോട്ട് വരുമ്പോൾ ഒരു പൂവൊക്കെ കൊണ്ടുവരിക, ഭയങ്കര ഇഷ്ടമായിക്കോളെ. അടുത്തത് കിനിസ്തെറ്റിക്. ഇന്നത്തെ തലമുറ കോവിഡിന് ശേഷം കൂടുതൽ കിനിസ്തെറ്റിക് ആണ്. അവർക്ക് അനുഭവങ്ങളും ടച്ചും വേണം. അത് എന്താ പറയുക, ഇത് ലവ് ലാംഗ്വേജിന്റെ എൻട്രി പോയിന്റ് ആണ്. ഒരു വ്യക്തിയെ കുറിച്ച് നമ്മൾ ഈ 3 കാര്യം മനസ്സിലാക്കണം. പിന്നെ അടുത്തത് ഓഡിറ്ററി. കേൾക്കാൻ ഭയങ്കര ഇഷ്ടം. പാട്ട് കേൾക്കുന്ന, പ്രസംഗം കേൾക്കുന്ന, അല്ലെങ്കിൽ കവിത കേൾക്കുന്ന, പ്രോത്സാഹനം കേൾക്കുന്ന, അഭിനന്ദനം കേൾക്കുന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് സ്ത്രീകൾക്ക് ലേശം കൂടും. അപ്പൊ എന്ത് ചെയ്യണം? ഭാര്യ ഏതാണ് എന്ന് മനസ്സിലാക്കണം. വിഷ്വലാണോ, ഓഡിറ്ററി ആണോ, കിനസ്തെറ്റിക് ആണോ? ഹസ്ബൻഡ് ഏതാണെന്ന് മനസ്സിലാക്കണം. മക്കൾ ഏതാണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, സ്വന്തം മക്കള് ഇതിലേത് കാറ്റഗറി ആണെന്ന് മനസ്സിലാക്കിയ അമ്മമാരും ഉപ്പമാരും ഒന്ന് കൈവക്കുക. ആരും മനസ്സിലാക്കിയിട്ടില്ല, അതാ പ്രശ്നം. വിഷ്വലായ മോനാണെങ്കിൽ നല്ല സുന്ദരനാണല്ലോ എന്ന് പറഞ്ഞാൽ മതി. അപ്പൊക്കെ ഓനെല്ലാം ശരിയായിക്കോളും. ഓൻ എന്ത് പണിയെടുത്തോളും. അല്ല, വിഷ്വലാണെങ്കിൽ അഭിനന്ദിച്ചാൽ സമ്മാനം കിട്ടണം. ഓഡിറ്ററി ആണെങ്കിൽ അഭിനന്ദിച്ചാൽ മതി, ഒരു ചെലവില്ല, അഭിനന്ദനം കൊടുത്താൽ മതി. കിനസ്തെറ്റിക് ആണെങ്കിൽ എന്ത് ചെയ്യണം? ഇങ്ങനെ തൊടണം, തലോടണം ഒക്കെ വേണ്ടി വരും. മെസ്സേജ് ഒക്കെ ചെയ്ത് കൊടുക്കേണ്ടി വരും.
കിനസ്തെറ്റിക് ആയ വൈഫിന് ഇടയ്ക്കിടയ്ക്ക് ഭർത്താവ് മെസ്സേജ് കൊടുക്കേണ്ടി വരും. ഭർത്താവ് ചെയ്തില്ലെങ്കിൽ മെസ്സേജ് കിട്ടുന്നിടത്തേക്ക് പോകും. അതാണ് അതിനകത്തുള്ളൊരു പ്രശ്നം. ഓക്കെ, ഇത് വളരെ ബേസിക് ആണ്. കല്യാണത്തിന് മുന്നേ ആയിരുന്നത് മനസ്സിലാക്കേണ്ടിരുന്നത് ഇനി ഇപ്പോഴെങ്കിലും മനസ്സിലാക്കുക. എന്നാലേ ലവ് ലാംഗ്വേജ് പഠിക്കാൻ പറ്റും. ഇത് തറവായോ? മോളോടും ചോദിക്കട്ടെ, ഇപ്പൊ എന്റെ പിന്നെ ഇതിൽ ഏതാണ് ഇപ്പൊ മോളെ, ഇതിൽ ഏതാണ് ഇപ്പൊ ഇതിൽ ഏത് കാറ്റഗറിയാ ഇപ്പൊ മോളപ്പ? കിനസ്തെറ്റിക് ഉയ്യാൻ പറയും എപ്പോഴും? ഉയ്യാൻ പറയും, മെസ്സേജ് ചെയ്യാൻ പറയും. ഓക്കെ ഓക്കെ ഓക്കെ, അങ്ങനെയൊക്കെ ഉണ്ടാവും. ശരിക്കും സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വിഷ്വൽ ആണെങ്കിൽ വൃത്തിയൊക്കെ വേണ്ടിയിട്ടുണ്ട്. വീട്ടിൽ കളർ ഒക്കെ ഇഷ്ടമാണ്. വിഷ്വലായ ആണെങ്കിൽ വീട്ടിലെ ചെടിയൊക്കെ നട്ടു വളർത്തുന്നതിന് ദേഷ്യം കുറെ കുറയും. വിഷ്വൽ ആണെങ്കിൽ ചെടി നട്ടു വളർത്തിയാൽ പോലും ദേഷ്യം കുറയും. നല്ല വിഷ്വലാണ് വൈഫിന് ചെയ്യണം. നല്ല കളറുകൾ ചുരിദാറാ വാങ്ങേണ്ടത്. അപ്പൊ ഇഷ്ടപ്പെടും. ഓഡിറ്ററിന് ഒരു ചെലവില്ല. നമുക്ക് പുരുഷന്മാർ വളരെ സുഖമാണ്. ഇടക്കിടക്കാട്ട് പുകഴ്ത്തി കൊടുത്താൽ മതി. സിമ്പിൾ സാധനമാണ്. കിനസ്തെറ്റിക് ആണ് ആണെങ്കിൽ പ്രത്യേകിച്ച് കൗമാരക്കാരും ആൺകുട്ടി പെൺകുട്ടിക്ക് കിനസ്തെറ്റിക് ആട്ടോ. തൊട്ടോണം, മക്കളെ പ്രത്യേകിച്ച് തൊടൽ കൂട്ടണം. അപ്പൊ ഇതാണ് എൻട്രി പോയിന്റ്. പിന്നെ അത് കഴിഞ്ഞാണ് മനസ്സിലാക്കേണ്ടത് ഇത് ഏതാ ലെവലെങ്കിൽ നിങ്ങളൊന്ന് പറയും. ഏതാ ലവ് ലാംഗ്വേജ്? ഏതാ ലവ് ലാംഗ്വേജ്? കിനസ്തെറ്റിക്. നല്ലൊരു കൈ എടുക്കും. ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ എല്ലാവരും നല്ല പഠിതാക്കളാണ്. ക്ലാസ് ശ്രദ്ധിച്ചിരുന്നാൽ ഇത് കറക്റ്റ് മനസ്സിലാവും. ഇത് മനസ്സിലായി വീട്ടിൽ പ്രാക്ടീസ് ചെയ്താൽ ഇന്ന് മുതൽ തന്നെ നിങ്ങൾ വീട് കൊടുക്കും, സ്വർഗമായിട്ട് മാറുകയും ചെയ്യും. ഓക്കെ, സോ ലവ് ലാംഗ്വേജ് കേസിലൊക്കെ പോട്ടെ. ഒന്നാമത്തെ ലവ് ലാംഗ്വേജ് വാക്കുകളാണ്. വേർഡ്സ് ഓഫ് അഫർമേഷൻ. യു ആർ മൈ ലക്ക് എന്ന് സ്വന്തം വൈഫിനെ നോക്കി അവൾ കേൾക്കാൻ പറഞ്ഞവരാണെങ്കിലൊക്കെ ഞാൻ വേണ്ടി വിശ്വസിക്കാൻ ആണല്ലേ? പറഞ്ഞോ? ആയിരുന്നു. അതാണ് ഇത് സത്യം. എന്ത് മധുവിധു കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നു. സത്യം പറഞ്ഞത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യും. ഓക്കെ, ആ സത്യസന്ധത എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഗുഡ്. പക്ഷെ നമ്മൾ പറഞ്ഞെന്താ, ഇതെന്നും വേണമെന്നാ. പുതിയാപ്പിളി പുത്തനത്താണി പുലിങ്കടുന്ന് ഒരിക്കലും പഴയതാവാതെ മുന്നോട്ട് പോകണം. ഒരു ജീവിതം കഴിഞ്ഞാലൊന്നും മടുക്കാൻ പാടില്ല. ഓക്കെ, അപ്പോ വാക്കുകൾ ഭയങ്കരമാണ്. പ്രത്യേകിച്ച് വൈഫ് ഓഡിറ്ററി ആണെങ്കിൽ വാക്കുകൾ ഭയങ്കര പവർഫുള്ളാണ്. അപ്പോ ഒരു ചെലവില്ലാത്തതാണ് പറഞ്ഞോളാം. വൈഫായിട്ട് ഓഡിറ്ററി ആയി കിട്ടാനായിട്ട് വരുന്നോളൂ കേട്ടോ. അമീന്നോട് പറയാം. അപ്പൊ രണ്ടാമത്തെ ലവ് ലാംഗ്വേജ് ലാസ്റ്റ് കൊടുക്കാം. അപ്പൊ ടെസ്റ്റ് മാറി പോകും. ഇല്ല, അവിടെ അത്ര ധൈര്യമില്ലേ? അതാണ് എനിക്ക് തോന്നി. ഓക്കെ, രണ്ടാമത്തെ ക്വാളിറ്റി ടൈം, സമയം. ലവ് ലാംഗ്വേജ് രണ്ടാമത്തെ ക്വാളിറ്റി ടൈമാണ്. അത് നമ്മൾ കൊടുക്കണം. എത്ര എന്ത് നല്ല എന്താ പറയുക ബിസിനസ് ആണെങ്കിലും എവിടെ ആണെങ്കിലും ക്വാളിറ്റി ടൈം നമ്മൾ കൊടുക്കണം. എന്നാലേ ലവ് പഠനം ഉണ്ടാവും. ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത് എന്താ? മൊബൈലൊന്നും ഇല്ലാണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ മനസ്സിലാക്കി പ്രോത്സാഹിപ്പിച്ച് അങ്ങനെ ബെസ്റ്റ് ടൈം. അത് നമ്മൾ സ്ഥാപനത്തിൽ കൊടുക്കണം. ബിസിനസ് എടുത്ത ആൾക്കാരാണെങ്കിൽ സ്റ്റാഫിനൊക്കെ ക്വാളിറ്റി ടൈം കൊടുക്കണം. നല്ല സ്റ്റാഫിന്റെ പെർഫോമൻസ് മെച്ചപ്പെടും. അപ്പോൾ WQ രണ്ട് അക്ഷരം നമ്മൾ പഠിച്ചു. W is words, Q is quality time. Then comes gifted. Especially ആള് എന്താകുമ്പോ വിഷ്വൽ ആകുമ്പോ ഈ ഗിഫ്റ്റ് നന്നായി വർക്ക് ചെയ്യും. ഗിഫ്റ്റ് എന്ന് പറഞ്ഞാല് പിന്നെ എന്താ പറയാ, എപ്പോഴും വലിയ വലിയ വില സ്വർണം കൊടുക്കണമെന്നില്ല, ഡയമണ്ട് വേണമെന്നില്ല. ഒരു പൂവ് മതി. അതെ, ആ സന്ദർഭത്തിനനുസരിച്ച് ഗിഫ്റ്റ് കൊടുക്കുക. പിന്നെ കുട്ടികൾക്ക് ഗിഫ്റ്റ് വളരെ നല്ലതാണ്. ആരെങ്കിലും കൂടുതൽ കുട്ടിനെ പിന്നെ മദ്രസയിൽ പഠിച്ചിട്ട് കുട്ടി ആദ്യം ചെറിയ കുട്ടിയാണ്, കുട്ടി ഫാത്തിഹ പഠിച്ചിട്ട് ബിരിയാണി വെച്ച ആരെങ്കിലും എന്താ വെച്ചാൽ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്.
എന്താ കൊടുത്ത ഗിഫ്റ്റ്? എല്ലാതും കൊടുക്കല്ലേ? ഓക്കെ ഓക്കെ. ബിരിയാണി വെച്ചാൽ അല്ലെങ്കിൽ കേക്ക് കട്ട് ചെയ്താൽ വെച്ചൂലല്ലേ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്നാൽ എന്തെങ്കിലും സമ്മാനം കൊടുത്തല്ലോ, നല്ല കൈ എടുക്കും. വെരി ഗുഡ്. സമ്മാനം കൊടുക്കേണ്ടത് ഇതിനൊക്കെ അല്ലാണ്ട് ബർത്ത്ഡേക്കൊന്നല്ല, അവരുടെ അച്ചീവ്മെന്റിനാണ്. വേറെ ചില മുട്ടായി കൊടുക്കുന്ന ആൾക്കാരുണ്ട്. കുട്ടി കരഞ്ഞാൽ മുട്ടായി കൊടുക്കുന്ന ചില പൊട്ടത്തരം കാണിക്കുന്ന ആൾക്കാരുണ്ട്. കരഞ്ഞാൽ മുട്ടായി. അപ്പൊ എന്താണ്? പിറ്റേന്ന് നേരം 1:30 നാളെ 1:25 കുട്ടി ഇതിൽ വെച്ചിട്ട് കരച്ചിലുള്ളൂ. ഇപ്പം വരും മുട്ടായി. അത് ഇങ്ങനെ ശീലാക്കാൻ പാടില്ല. ഓക്കെ, അപ്പോ ഗിഫ്റ്റ് കൊടുക്കുക, സമ്മാനങ്ങൾ പ്രോപ്പർ ടൈമിൽ അച്ചീവ്മെന്റ്സിന് ഗിഫ്റ്റ് കൊടുക്കുക. ഗിഫ്റ്റ് ഒരു ബിഹേവിയർ മോഡിഫിക്കേഷൻ ടെക്നിക് കൂടിയാണ്. പെരുമാറ്റം മാറ്റാൻ പറ്റും. നമ്മള് ഗിഫ്റ്റുകൾ പലപ്പോഴും സൈക്കോളജി പറയാം ഒരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ ഗിഫ്റ്റ് കൊടുക്കുക. ഓക്കെ, സർവീസ്. മുസ്ലിം സർവീസ് സൊസൈറ്റിയാണ് നമ്മൾ. സർവീസ് ഭയങ്കരമാണ്. സർവീസ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഹാപ്പി ആവുക. സർവീസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഹാപ്പിനെസ് ഈസ് ആക്ച്വലി ഡോസ് ആണ് ഹാപ്പിനെസിന്റെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എല്ലാം വരുന്നത്. ഡോസ് ഈസ് ഡോപാമിൻ, ഓക്സിറ്റോസിൻ, സെറട്ടോണിൻ ആൻഡ് എൻഡോർഫിൻ. ഇത് ഡോക്ടർമാരുണ്ടോ? ഡോക്ടേഴ്സും മെഡിക്കൽ സ്റ്റുഡൻസ് ഇല്ല. ഓക്കെ, അവർക്ക് കുറച്ചുകൂടി വിശദമായിട്ട് ഇതിനെ പറയാൻ വേണ്ടി പറ്റും. ഡോസ് ആണ് നമ്മുടെ ഹാപ്പിനെസ് ഒക്കെ തീരുമാനിക്കുന്നത്. നമ്മൾ സർവീസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ ഹാപ്പി ഹോർമോൺസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, ആയിക്കോട്ടെ, വെറുതെ ചോദിച്ചെന്നല്ലോ. ഓക്കെ, അപ്പോൾ സർവീസ് വേണം. ടച്ച്, നേരത്തെ പറഞ്ഞ പാരൻസിന്റെ ചുമതലപ്പെട്ട ടച്ച്. ഇപ്പൊ ലവ് ലാംഗ്വേജ് ചുരുക്കി പറഞ്ഞ് മനസ്സിലാക്കാൻ എന്താ വഴി? WQGST. അതാ കോഡ്. 5 ലവ് ലാംഗ്വേജ് ആണ്. ഗ്രേ ചോപ്മാൻ എന്ന് പറഞ്ഞ ആളുടെ വലിയൊരു പുസ്തകമാണത്, 5 ലവ് ലാംഗ്വേജ്. അതിന് ആറ്റിക്കുരുക്കി ഞാൻ എടുത്തതാണ്. നമ്മളൊക്കെ ഫാമിലിക്ക് ഇത് അത്യാവശ്യമുള്ളതാണ്. WQGST. W is words, Q is quality time, G is gifted, S is service, T is touch. For GST എന്നല്ല, GST എന്ന് ലാസ്റ്റ് വരുന്നതാണ്. അപ്പൊ നമ്മളൊക്കെ സത്യത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിച്ച് മുന്നിൽ വിട്ടതാണ്. ഇതൊന്ന് പഠിച്ചു മനസ്സിലാക്കി നമ്മൾ ലവ് ലാംഗ്വേജ് ഒക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫാമിലി ലൈഫൊക്കെ ഏറ്റവും മികച്ചതായി മാറും. അപ്പൊ അതിന് നമ്മൾ എഫേർട്ട് എടുത്ത് തുടങ്ങണം. ആൻഡ് റിമൈനിങ് പോർഷൻ ഈസ് ഫോർ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ. ഞാൻ മാത്രം ഇങ്ങനെ പറഞ്ഞു പോയാൽ പോരാ. ചോദ്യങ്ങൾക്ക് പരമാവധി ഉത്തരം പറയാൻ വേണ്ടി ശ്രമിക്കാം. അറിഞ്ഞൂടാത്ത ചോദ്യമാണെങ്കിൽ എനിക്ക് അറിയില്ല, ഞാൻ ധൈര്യപൂർവ്വം പറയും. ദാറ്റ്സ് മൈ പോളിസി. അപ്പൊ സംശയം പേര് എന്ത് ചെയ്യാം? കൈ വരുന്നത് ചോദിക്കുന്നു. എന്താണ് അഭിപ്രായം? ലാസ്റ്റ്. ഇപ്പൊ ചോദ്യത്തിന്റെ ടൈമാണ്. ക്വസ്റ്റ്യൻ ആൻസർ. ഓക്കെ, ഇവിടെ നമ്മുടെ പ്രീമാരിറ്റൽ കോഴ്സ് എന്ന് പറഞ്ഞാൽ വലിയൊരു പാക്കേജ് ആണ്. അതിനകത്ത് ജനറേഷൻ അമ്മൈമറ്റ മാനേജറൊക്കെ ഉണ്ട്. അതിനകത്ത് മാനേജറൊക്കെ അതിനകത്ത് ഉണ്ട് കേട്ടോ. അതൊക്കെ അതിനകത്ത് വരുന്നതാണ്. പേടിക്കണ്ട, പ്രീമാരിറ്റൽ കിട്ടിയാൽ തന്നെ കൂടുതൽ രക്ഷപ്പെടും. പക്ഷെ അതെന്താവണം? വയറിന് പ്രീമാരിറ്റലാവരുത്. ദയവ് ചെയ്ത് അതിന് പറഞ്ഞേക്കരുത്. ഒരു കാര്യമില്ല. ഇതിനൊരു സയന്റിഫിക് ആയി കണ്ടിട്ടുണ്ട്. ഞാൻ 8 വർഷമായിട്ട് പ്രീമാരിറ്റൽ മേഖലയിലാണ്. ഞങ്ങൾ ഫാക്കൽറ്റി ഡെവലപ്മെന്റ് നടപ്പിലാക്കിയത് ഗവൺമെന്റ് പിന്നെ നമ്മുടെ ഹാഫീസ് മുഹമ്മദ് സാറിനെ പോലുള്ള വളരെ പ്രഗത്ഭരായ ആൾക്കാരെ വെച്ചിട്ടായിരുന്നു. പിന്നീട് ഗവൺമെന്റ് എന്ത് ചെയ്ത്, ഹാഫീസ് സാർ പറഞ്ഞു ക്വാളിഫൈഡ് ആയ മിക്ക ആൾക്കാരെ ഇതിൽ ഉൾപ്പെടുത്താറുണ്ട്. പക്ഷേ ഞാൻ ആരും പറയില്ല, ഗവൺമെന്റിന് ചില വിവാഹ വിരുദ്ധ ആൾക്കാരെ ഇതിനകത്ത് കയറ്റണമായിരുന്നു. അത് എതിർത്ത് ഒഴിവാക്കി. അതിനിപ്പോ ഗവൺമെന്റിന്റെ പ്രീമാരിറ്റൽ ടീമിൽ വിവാഹ വിരുദ്ധരും പിന്നെ ലെസ്ബിയൻ മാരേജ് പ്രൊമോട്ട് ചെയ്യുന്നവരും എല്ലാ നമ്മുടെ CH ഉന്നത് വ്യവസായം എന്ന് പറഞ്ഞാൽ അണ്ടനും അയകോടനും ഒക്കെ ഉണ്ടായിരുന്നു. വലിയ ഡേഞ്ചറുമാണ്. ഡിവോഴ്സ് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് പ്രീമാരിറ്റൽ ഫാക്കൽറ്റി ടീമിൽ. ഗവൺമെന്റ് അവരൊക്കെ അതിനകത്ത് ഇടിച്ചു കയറ്റിയിട്ടുണ്ട്. ശ്രദ്ധിച്ചു ഉപയോഗിച്ചാലും പണി. സത്യത്തില് ഈ ഗവൺമെന്റിന്റെ ഇവിടുത്തെ ഞാൻ ആരും പറയില്ലല്ലോ, കുറെ നിലപാടുകൾ സമൂഹ വിരുദ്ധമാണ്, ആന്റി സോഷ്യൽ നിലപാടാണ്.
പ്രത്യേകിച്ച് ഗവൺമെന്റ് ഇപ്പൊ ജെൻഡർ ഇക്വാലിറ്റി ആണ് പറയുന്നത്. ജെൻഡർ ഇക്വാലിറ്റിന് മുന്നേ ജെൻഡർ എഡ്യൂക്കേഷനാണ് ആദ്യം വേണ്ടത്. ജെൻഡർ എഡ്യൂക്കേഷൻ ഇല്ലാത്ത ഒരു സൊസൈറ്റിയിലാണ് ജെൻഡർ ഇക്വാലിറ്റി വരുന്നത്. സട്ടർ ഫൂളിഷ്നെസ്, വമ്പൻ വിളിത്താണ്. ആദ്യം എഡ്യൂക്കേഷനാണ് വേണ്ടത്, പരസ്പരം മനസ്സിലാക്കലാണ് വേണ്ടത്. ഓക്കെ, അപ്പോ പിന്നെ ചോദ്യത്തിന് കംഫർട്ടബിൾ ആയാലും ഇനിയിപ്പോ അന്ന് പ്രീമാരിൽ കിട്ടാത്ത ആൾക്കാർ ഒരു പോസ്റ്റ് മാരിറ്റൽ വെച്ചിട്ട് കുറേ കാര്യങ്ങൾ പഠിച്ചാൽ ജീവിതം മനോഹരമായി ഒരു മധുവിധം പിന്നെയും തുടങ്ങാൻ പറ്റും. യു ക്യാൻ ബി യങ് അഗെയിൻ, വൺസ് അഗെയിൻ. ആ ന്യൂലി മാരീഡ് ലൈഫും ആ റൊമാൻസും